എന്ത് സംഭവിക്കും നിങ്ങളുടെ പാരൻസ് നിങ്ങളെ കുറച്ച് പണത്തിന് വേണ്ടി ടീമിനെ വിറ്റാൽ? ഈ ആനിമയുടെ സീസൺ 1 ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സീസൺ 2ൻ്റെ പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ട്. പാർട്ട് 2 ഇതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ബാക്കി കാണുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. നിങ്ങൾ കഥ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ കാണുക. ഓക്കെ, നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ എരുമ അവന്റെ ജീവിതം സുഖകരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ മുത്തശ്ശൻ പറയാണ്, നീ കഴിഞ്ഞ പ്രാവശ്യം ആ റിങ്ങിലെ മൊത്തം മാജിക് പവർ ഉപയോഗിച്ചു, അതുകൊണ്ട് അതിൽ ഒട്ടും മാജിക് ഇല്ല, നിനക്ക് ഞാൻ നിനക്ക് അതിൽ നിറച്ചു തരാം. എന്നിട്ട് അവന്റെ മുത്തശ്ശൻ അവന് ആ മാജിക് റിങ്ങിൽ മൊത്തം നിറച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ അവന്റെ കൂട്ടുകാരോട് സ്കൂളിലോട്ട് പോകാൻ നിൽക്കുവാണ്. പിന്നെ അവൻ ക്ലാസ്സിൽ പോകുന്നു. ക്ലാസ്സിൽ പോയിട്ട് അവന്റെ ടീച്ചർ പറയുന്നത് നീ തവളേന്റെ കളർ മാറ്റാണ്. എന്നിട്ട് ഇരുമ അവന്റെ ലെവൽ 1 മാജിക് ഉപയോഗിച്ചിട്ട് ആ തവളേന്റെ നിറം മാറ്റുന്നു. ഇരുമയും അവന്റെ കൂട്ടുകാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് അവന്റെ മോതിരത്തിൽ നിന്ന് ആ സ്പിരിറ്റ് ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. അത് കണ്ടിട്ട് ഇരുമ അങ്ങനെ ഞെട്ടിപ്പോന്നു. അപ്പോൾ ആ സ്പിരിറ്റ് ഇരുമേനോട് സംസാരിക്കുകയാണ്. അത് കണ്ടിട്ട് ഇരുമയ്ക്കാണെങ്കിൽ ആശ്ചര്യപ്പെടുന്നു. ഇരുമ ചോദിക്കുന്നു, നീ എങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? അപ്പൊ സ്പിരിറ്റ് പറയും, അതാ ഒരിക്കലും നടക്കില്ല, ഞാനെങ്ങനെ നിന്നോട് സംസാരിക്കാൻ പറ്റും? ആ റിങ് പറയുന്നത്, ഞാൻ ഈ റിങ്ങിന്റെ അൺകോൺഷ്യസ് മൈൻഡാണ്, ഇപ്പൊ എനിക്ക് കോൺഷ്യസ് മൈൻഡ് വന്നെന്ന് തോന്നുന്നു. ഇരുമ എന്നിട്ട് അവന്റെ റിങ് കൊണ്ട് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ആ റിങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നത്, നീ എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത്? ഇതെങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ആ റിങ്ങിലുള്ള എന്നിട്ട് ആ സ്പിരിറ്റ് പറയുന്നത്, നീ രാവിലെ ആ തവളേന്റെ കളർ മാറ്റിയില്ല, അതേപോലെ നീ എന്റെ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് നീ എന്നെ ഒരു മനുഷ്യനാന്ന് വിചാരിച്ചിട്ട് അതിന്റെ മാജിക് ഉപയോഗിക്കുക. ആ സ്പിരിറ്റ് കണ്ടിട്ട് പറയാണ്, നിന്റെ ഇമാജിനേഷൻ ഒട്ടും കൊള്ളൂല. എന്നിട്ട് ഇരുമേന്റെ മുടി പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാണിക്കുകയാണ്, അമേരി കുറെ നേരമായിട്ട് ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവളൊരു ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസ് പേപ്പറിലെ കുറുമീന്റെ കൂടെ ഉണ്ടായിരുന്ന അവള് അത് ഇരുമയാണെന്നാണ് അവൾക്ക് തോന്നുന്നത്. അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് ഇരുമയായിരിക്കുമോ? എല്ലായിരിക്കും. അവനങ്ങനെ എന്തിനാ ആക്കുന്നേ? അടുത്ത സീനിൽ ഇരുമേന്റെ സ്പിരിറ്റ് പറയാണ്, നീ എന്നെ അലീസാൻ എന്ന് വിളിച്ചോന്ന്. ആ സ്പിരിറ്റ് പറയുന്നത്, നിന്റെ ഇമാജിനേഷൻ കുറച്ച് വീക്കാണ്, അതുകൊണ്ട് നീ നിന്റെ ഡ്രസ്സ് മാറ്റാൻ നോക്ക്. അവനിങ്ങനെ ഓരോരോ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അലി പറഞ്ഞു, നീ നിന്റെ ഡ്രസ്സ് നിനക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്ത ഡ്രസ്സ് ഇട്ട് നോക്കുന്നു. ആ സമയത്ത് അമേരി അങ്ങോട്ടേക്ക് കയറിയിരുന്നു. അമേരി നോക്കുമ്പോൾ ഇരുമ ഒരു പെണ്ണിന്റെ ഡ്രസ്സ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അവൾക്ക് തോന്നി ഇരുമയ്ക്ക് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇടാൻ ഇത്ര ഇഷ്ടമാണ്. എന്നിട്ട് ഇരുമ പറയുകയാണ്, അവളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയെങ്കിലും മാറ്റണം. എന്നിട്ട് അമേരിനോട് പറയുന്നത്, അമേരി ഞാൻ ഈ റിങ്ങിനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നീ എന്താ പറയുന്നത്? റിങ്ങിനോട് സംസാരിച്ചെന്നാ? എത്തിപ്പോയിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അലീസ ഇരുമേനോട് പറയുന്നത്, ഞാൻ ആരുടെയും മുമ്പിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ നിന്റെ മുമ്പിൽ മാത്രമേ വരികയുള്ളൂ. എനിക്ക് റിങ്ങിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണം. അതിന് നമുക്ക് എന്നാ ശരി, നമുക്ക് മുത്തച്ഛനോട് ചോദിക്കാം. അപ്പോൾ ആ മുത്തച്ഛനോട് ചോദിച്ചപ്പോൾ മുത്തച്ഛൻ പറയുന്നത്, അങ്ങനെ ഒന്നും റിങ്ങൊന്നും സംസാരിക്കൂലെന്ന്, നിനക്ക് വല്ല അസുഖം ഉണ്ടോ, നീ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ അവനെ പറഞ്ഞു വിടുന്നു. അവൻ അലീസാനോട് സംസാരിച്ചും റിങ്ങിനെ പറ്റി ഇങ്ങനെ നോക്കി അവന് റിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ ലൈബ്രറിയിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഇരുമയ്ക്ക് മനസ്സിലായ അലീസാന്റെ അടുത്ത് കോൺഷ്യസ്നെസ് വന്നത് അവന്റെ റാങ്ക് ലെവൽ 2 ലെവൽ 3 അപ്പോൾ ഇരുമയ്ക്ക് ഒരു കാര്യം മനസ്സിലായ, അവന്റെ റാങ്ക് അപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ റിങ്ങും സ്ട്രോങ് ആയി വരുമെന്ന്. അവൻ രാത്രി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന് സന്തോഷമുണ്ട്, അവൻ റിങ്ങിനെ പറ്റി എല്ലാം അറിയാൻ പറ്റുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് ഓർക്കുന്നു അമേരിക്ക അവനെ പറ്റി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന്. അടുത്ത സീനിൽ അമേരിയ ഇരുമേനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനൊരു പെണ്ണായി മാറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന്. ഈ സ്വപ്നം കണ്ടിട്ട് അവൾക്കൊന്നും മര്യാദ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അമേരി ആ കാര്യത്തെ പറ്റിയാണ് ഒരു ദിവസം മൊത്തം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവള് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അറിയാണ്ട് അവളുടെ അച്ഛനോട് പറഞ്ഞു, ഈ ഇരുമ കാരണമാണ് അവൾ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്. അത് കേട്ടിട്ട് അമേരിയന്റെ അച്ഛന് ദേഷ്യം വരുന്നു. ഇരുമ അവളുടെ മോളെ സെറ്റാക്കാൻ നോക്കുകയാണെന്ന് വിചാരിച്ചു. സ്റ്റുഡന്റ് കൗൺസിലിൽ പോയിട്ട് അവളുടെ ശ്രദ്ധ ഇരുമേന്റെ മേലെ തന്നെയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഒരു കാര്യം മേലേക്ക് ചെയ്യാൻ പറ്റിയില്ല. അമേരി ചിന്തിക്കുകയാണ്, അവനെന്താണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കണമെന്ന് അവളും വിചാരിക്കുന്നു. അടുത്ത സീനിൽ ഇരുമ ക്രൊസൈലിന്റെ കൂടെ ഇരിക്കുകയാണ്. അതാണ് കുറുമി പറയാണ്, നീ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ട് നടക്കുക, എന്നിട്ട് എനിക്കൊന്ന് നോക്കാനാണ് നീ എങ്ങനെയാണ് പെണ്ണുങ്ങളുടെ ഡ്രസ്സിൽ ഉണ്ടാവുകയെന്ന്. കാരണം എന്റെ ഫാൻസ് നിന്നെ പെണ്ണുങ്ങളുടെ വേഷത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അത് കാരണം ഇരുമ അവൻ പിന്നെ ആ ഡ്രസ്സ് എടുത്തിടുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഹിമേരി വന്നിട്ട് അവനെ കാണുന്നു. ഇപ്പൊ അവൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായി അവനെ പെണ്ണുങ്ങളെ പോലെ ആകാൻ ആഗ്രഹമുണ്ടെന്ന്. അമേരി അവനെ പിടിച്ചോണ്ട് പോയിട്ട് പറയാണ്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിന്റെ പാട്രനെ എനിക്ക് ഡിസോൾവ് ചെയ്യേണ്ടി വരും. നിന്റെ ടീമിൽ ലെവൽ 3 ആൾ ടീമിന് വഹിക്കുകയാണ്, പിന്നെ 4ാമത്തെ ഒരാളില്ല. അതുകൊണ്ട് നിന്റെ പാട്രനെ ഡിസോൾവ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് മാറാൻ ഒരു മാർഗ്ഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഓരോരോ പാട്രയിൽ പോയി ചേർന്നിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് അവൾ അസ്മോഡിയസിനെ മാജിക്കിന്റെ പാട്രയിലും ക്ലാരേനെ ഗെയിമിങ്ങിന്റെ പാട്രയിലും ഇരുമേനെ സ്റ്റുഡന്റ് കൗൺസിലിങ്ങിന്റെ പാട്രയിലും ആക്കുന്നു. അടുത്ത ദിവസം അവന്റെ പാട്രയിൽ ട്രെയിനിങ് തുടങ്ങുകയാണ്. അവന് മര്യാദക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. പിന്നെ ചെടികൾ നോക്കണം, പിന്നെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകണം, അങ്ങനെ ഓരോരോ ജോലികളുണ്ട്. പിന്നെ ഒരു കഷ്ടമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് ഭക്ഷണമൊന്നും അധികം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇരുമയ്ക്ക് കരച്ചിൽ വരികയാണ്. അടുത്ത സീനിൽ അമേരി ഒരു ചെറുക്കനെ അടിച്ചിട്ട് പറയാണ്, ഇവന്റെ ഈവിൽ സൈക്കിളിൽ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ഇവനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അമേരി ഇരുമേനെ കൊണ്ട് മാംഗശേഷം വായിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് കടന്നു പോകുന്നു. ഇരുമയ്ക്ക് സ്റ്റുഡന്റ് കൗൺസിലിംഗിലെ കാര്യങ്ങൾ ഒരു ശീലമായി തുടങ്ങി. ഭക്ഷണത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ അവനിപ്പോൾ ഉള്ളൂ. ബ്രോഡ്കാസ്റ്റ് പാർട്ടർ ഒരു അനൗൺസ്മെന്റ് ചെയ്യാണ്,
അമേരിനെ ബ്രോഡ്കാസ്റ്റ് പാർട്ടിയിലോ റൂമിലോട്ട് വിളിക്കുന്നു. അപ്പോൾ അമേരി അങ്ങോട്ടേക്ക് പോവുകയാണ്. അമേരി ചിന്തിക്കുകയാണ്, ഇരുമേൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവനോട് ഞാൻ പറയും നീ ബാറ്ററിയിൽ തന്നെ നിൽക്കാൻ. അവൾ ബ്രോഡ്കാസ്റ്റ് പാർട്ടിയിൽ എത്തിയ ഉടനെ അവളുടെ മേത്തൊരു സ്പ്രേ അടിക്കുന്നു. എന്നിട്ട് അവൾ ബോധം കെട്ട് വീഴുകയാണ്. സ്റ്റുഡൻറ് കൗൺസിലുള്ള എല്ലാവരും അവളെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നപ്പോൾ അമേരി ബോധം കെട്ട് കിടക്കുകയാണ്. അവൾ എഴുന്നേറ്റപ്പോൾ അവൾ ക്യാരക്ടർ മൊത്തം മാറിയിരിക്കുന്നു. അമേരി ഒരു ഇൻഡിപെൻഡൻറ്റ് വുമണിൽ നിന്ന് മാറിയിട്ട് ഒരു പാവം പെൺകുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി പോവുകയാണ്. പിന്നെ എല്ലാവരും അവരവരുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും അമേരിനെ കണ്ട് ഞെട്ടുകയാണ്. കാരണം അവൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുകയാണ്. അവൾ ആരോടും ദേഷ്യപ്പെട്ട് ഒന്നും പറയുന്നില്ല. എല്ലാവരോടും നല്ല രീതിയിൽ മര്യാദയ്ക്കാണ് പറയുന്നത്. സ്കൂളിലുള്ള എല്ലാവരും ഞെട്ടിപ്പോന്നു. ടീച്ചേഴ്സിന് വരെ അത്ഭുതമായി പോയി, ഇവിടെ നിന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയെന്ന്. പിന്നെ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാവർക്കും കുക്കീസ് കൊടുക്കുന്നു. സാധാരണ അവളുടെ ഓരോരോ കാര്യങ്ങൾ എത്ര സ്പീഡിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന അതിൽ 1% സ്പീഡിൽ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മെമ്പേഴ്സിനും 5 ഇരട്ടി പണിയായിരുന്നു അമേരി ഇങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട്. എല്ലാവരും സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ ഒരാൾ അവിടെ ഉണ്ടാകുന്നു. അയാളുടെ പേരാണ് റോബിയോ. എല്ലാവർക്കും ഡൗട്ടുണ്ട്, അമേരിൻ്റെ നേരെ ഇവനാണ് ആ മാജിക് ചെയ്തതെന്ന്. ഇവൻ്റെ പ്ലാനിങ് എന്തെന്നാൽ ഇവന് സ്റ്റുഡൻറ് കൗൺസിലിങ്ങിൻ്റെ പ്രസിഡന്റ് ആകണമെന്നതാണ്. ഇവൻ ഡിസിപ്ലിൻ ബാറ്ററിയിൽ നിന്ന് വരുന്നതാണ്. സ്റ്റുഡൻറ് ബാറ്ററിൻ്റെ റൈവലാണ് ഇവരെപ്പോഴും സ്റ്റുഡൻറ് കൗൺസിലിങ്ങിനെ നിർത്തി അവിടുത്തെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ പ്രശ്നം എന്താ, ഏതെങ്കിലും നേരത്തെ ഇവനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ ബോധം കെട്ട് വീഴും. അവൻ അമേരിനെ ചാലഞ്ച് ചെയ്യുകയാണ്, നീ ഒരു നല്ല പ്രസിഡന്റ് അല്ല, ഞാൻ നിന്നെ ഒന്നും കൂടെ ചാലഞ്ച് ചെയ്യുകയാണ്, നമുക്കൊന്നും കൂടെ ഇലക്ഷൻ നടത്തി നോക്കാം. ആരാണോ ഇലക്ഷൻ ജയിക്കുന്നത് അവരായിരിക്കും സ്റ്റുഡൻറ് കൗൺസിലിങ്ങിൻ്റെ പ്രസിഡന്റ് ആവുക. എൻ്റെ അടുത്ത് കുറേ ആൾക്കാരുടെ സിഗ്നേച്ചർ ഉണ്ട്. അമേരി നിർത്തിച്ചിട്ടുള്ള ബാറ്ററിയിലെ അംഗങ്ങളാണ് ഈ സിഗ്നേച്ചർ എല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അമേരിക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. റോണോവോ അമേരിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാനെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് ആക്കി മാറ്റും. ഇത് കണ്ടിട്ട് ഇരുമയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, നീ ഒരു പെൺകുട്ടിയെ അവിടെ അനുവാദം ഇല്ലാണ്ട് തൊടാൻ പാടില്ല. അടുത്ത ദിവസം റോണോവോ സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് എല്ലാവർക്കും ഒരു പ്രദർശനം ചെയ്യുകയാണ്. എന്നിട്ട് അവൻ്റെ ബ്ലഡ് ലൈൻ മാജിക് ഉപയോഗിക്കുകയാണ്. ഈ മാജിക് എന്താണെന്ന് വെച്ചാൽ അവൻ എല്ലാവരുടെ അറ്റൻഷൻ എടുക്കാൻ പറ്റും, പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അങ്ങോട്ട് വന്ന് റോണോവോ എന്താ പറയുന്നതെന്ന് കേൾക്കുക, എന്നിട്ട് അവിടെ നിന്ന് പോകും. അമേരി അവളുടെ ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇരുമ ക്ലാരയ്ക്ക് അസ്മോഡിയസിന് ടാസ്ക് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അമേരിൻ്റെ മേലെ ആ മാജിക് ആരെ ചെയ്തതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ക്ലാര അസ്മോഡിയസ് അത് ചെയ്യാമെന്ന് വാക്ക് കൊടുക്കും. അമേരി ഇറുമേനെ അവളുടെ റൂമിലോട്ട് വിളിക്കുന്നു. എന്നിട്ട് അവൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുവരെ ഇറുമ അവൻ്റെ മോതിരത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലി പറയുകയാണ്, അവളുടെ മാജിക് എല്ലാം ഇറങ്ങിയിരിക്കുന്നു, പക്ഷേ അവൾ എന്തോ ഒരു ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഇറുമ അലീസാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അമേരി പഴയ വേഷത്തിലാണ് തിരിച്ചു വരുന്നത്. ഇത് കണ്ടിട്ട് ഇരുമ വിചാരിക്കുന്നത് അവൾ ശരിയായെന്ന്, പക്ഷെ അവൾ മാറിയിട്ടില്ലായിരുന്നു. അമേരി പറയുന്നത്, ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഴയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പഴയതുപോലെ ആവുമെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും സമ്മതിച്ചില്ല. എന്നിട്ട് അമേരി പറയുന്നത്, എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്, എന്നെ അങ്ങോട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഇരിക്കും, നീ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇരുമ അമേരീൻ്റെ മുഖം പിടിച്ച് അങ്ങനെ ചെറുതായിട്ട് പൊക്കിയിട്ട് പറയുകയാണ്, അമേരി എനിക്കറിയാം നീ ഇങ്ങനെയല്ല, നീ ഭയങ്കര സ്ട്രോങ് ആണ്, നിനക്കിത് ജയിക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് അമേരിയനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ക്ലാര അസ്മോഡിയസും അവരുടെ അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാര അസ്മോഡിയസിനോട് പറയുകയാണ്, അവരുടെ ഗെയിമിംഗ് ബാറ്ററിയിൽ നിന്ന് ഒരു ഗെയിം കാണാണ്ടായി പോയി. അസ്മോഡിയസും പറയുന്നത്, ഞങ്ങളുടെ മാജിക് ബാറ്ററിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കാണാണ്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ചെറിയ സംശയം ഉണ്ടായി, ഇത് രണ്ടും ഒരാളായിരിക്കും മോഷ്ടിച്ചിട്ടുണ്ടാവും, എന്നിട്ട് അത് അമേരിൻ്റെ മേലെ ഈ മാജിക് ഉപയോഗിച്ചിട്ടുണ്ടാവും. എലക്ഷൻ തുടങ്ങിയതായിട്ട് കാണിക്കുന്നു. റോണോവോ അതീയ ഇതീയ എന്നിങ്ങനെ ഓരോരോ നുണപ്രചാരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോണോവോൻ്റെ ഇങ്ങനെ സംസാരം കേട്ടിട്ട് ജനങ്ങളെല്ലാം ഭയങ്കര ആകർഷകരായി. പക്ഷേ അമേരിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. അവൾ സ്റ്റേജിന് മുമ്പിൽ പോയിരുന്നപ്പോൾ അവൾക്ക് മെല്ലെ മെല്ലെ ആ പേടിയെല്ലാം മാറി തുടങ്ങി. അവൾക്ക് ആ മാജിക്കിൻ്റെ പവർ കുറഞ്ഞു വരികയാണ്. എന്നിട്ട് അവളുടെ പഴയ സ്റ്റേജിലോട്ട് വരുന്നു. ഞാൻ നിങ്ങളെ സ്ട്രോങ് ആക്കും, നല്ലൊരു ഡ്രീമനാക്കും, സ്ട്രോങ് ആക്കി പവർഫുൾ ആക്കും. അങ്ങനെ സ്പീച്ച് കൊടുത്ത് അമേരി അവളുടെ പഴയ സ്റ്റേജിലോട്ട് വരുന്നു. അത് കേട്ട് എല്ലാവരും അവൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവളുടെ മെമ്പേഴ്സിനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇരുമേനെ നോക്കിയിട്ട് ചിന്തിക്കുന്നു, എനിക്കെന്താ പറ്റിയ, എനിക്ക് അവനോട് ഇഷ്ടം അങ്ങനെ തോന്നി തുടങ്ങിയോ. റോണോവ ഇങ്ങനെ കിടന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ തോറ്റുപോയല്ലോ. അപ്പോൾ സ്റ്റുഡൻറ് കൗൺസിലിങ്ങിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും പറയുകയാണ്, നീ ഇപ്പോഴെങ്കിലും സമ്മതിക്കുക, നീയാണ് ആ മാജിക് അമേരിൻ്റെ വേല ചെയ്തതെന്ന്. അവൻ പറയുന്നുണ്ട്, ഞാനല്ല അത് ചെയ്തതെന്ന്. അപ്പോൾ അസ്മോഡിയസും ക്ലാരയും അങ്ങോട്ടേക്ക് വരുന്നു, അതും യഥാർത്ഥ പ്രതിനെ പിടിച്ചുകൊണ്ട്. ഇവൻ അമേരിൻ്റെ വലിയ ഫാനാണ്. എനിക്ക് ആ അമേരിൻ്റെ ഗേളി സൈഡ് എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന്. അത് കേട്ട് സ്റ്റുഡൻറ് കൗൺസിൽ മെമ്പേഴ്സിനെല്ലാം ദേഷ്യം വരികയാണ്. അമേരിക്കൻ ദേഷ്യം വന്ന് അവനെ ഒരു മുറിയിൽ പൂട്ടിയിരുന്നു. അമേരി ചിന്തിക്കുകയാണ്, ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു എനിക്ക് അവനെ ഇഷ്ടമാണെന്ന്. അമേരി റോണോവോനോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ നിന്നോ, എനിക്ക് നിൻ്റെ കൂടെ മത്സരിച്ചിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു. അവനത് സമ്മതിച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്.
അമേരി ഇർമേനോട് പറയുന്നു, നീ നിന്റെ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നു, നിനക്ക് നിന്റെ പഴയ പേട്ടറയിലോട്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം. അപ്പോൾ ഇർമ പറയുന്നു, ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നെ അമേരി അവളുടെ സാധാരണ പോലെ ജീവിതം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അമേരി ഇർമേനെ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ്റെ പ്രേമത്തിൽ പിന്നെ നല്ലോണം കുടുങ്ങിപ്പോയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ട്രെയിനിങ് കാരണം ഇർമ അവൻ്റെ വീട്ടിൽ പോകാണ്ട് സ്റ്റുഡൻറ് കൗൺസിലിങ്ങിൽ തന്നെ എല്ലാവരും നിന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണ് അവൻ വീട്ടിൽ പോകുന്നത്. അതുകൊണ്ട് അവൻ്റെ മുത്തശ്ശൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവനെ വെൽക്കം ചെയ്യുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നത്, നീ നിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ നമുക്കൊരു വെൽക്കം പാർട്ടി നടത്താം. അവൻ ഫോൺ എടുത്ത് അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ അവനൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവൻ ഇതുവരെയായിട്ട് അങ്ങനെ അവൻ്റെ കൂട്ടുകാരെ വീട്ടിലൊന്നും വിളിച്ചിട്ടില്ല. അവൻ ചിന്തിക്കുകയാണ്, ഇനി അവർ വരുമോ ഇല്ലയോ. അപ്പോൾ അലീസാൻ അവൻ്റെ മോതിരത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആ മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അവൻ മെസ്സേജ് അയച്ചു പറഞ്ഞാൽ അവരുടെ കൂട്ടുകാരുടെ റിപ്ലൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അസ്മോഡീസും ക്ലാരയും റിപ്ലൈ ചെയ്യാണ് അവരെന്തായാലും വരുമെന്ന്. ഇർമ അലീസാനോട് ചോദിക്കുകയാണ്, ഞാനെന്താ എനിക്ക് പേടിയാവുകയാണ് ഇവർ വന്നിട്ട് എങ്ങനെയാന്ന്. അപ്പോൾ അലീസാനെ ക്ലാരേൻ്റെ രൂപത്തിലാക്കിയിട്ട് അവർ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുകയെന്ന് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അതിൻ്റെ കൂടെ അലീസ പറയുന്നത്, നീ നിൻ്റെ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചോ. അടുത്ത സീനിൽ അവരുടെ കൂട്ടുകാർ അങ്ങോട്ടേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ കൂടെ കുറച്ച് ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. കൂടാതെ അവരെല്ലാം മുഖത്തൊരു മാസ്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുന്നു. ഇത് ഒരു ഗെയിമാണ്. ഈ ഡാൻസ് കളിച്ച് ഇതിൽ പോയിന്റ് ഉണ്ട്. കൂടുതൽ പോയിന്റ് ആണ് ജയിക്കുന്നത് അവരെ ജയിക്കും. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഇർമയുടെ മുത്തശ്ശൻ. ഒപ്പേരയ്ക്കാണ് ഫസ്റ്റ് സ്ഥാനം കിട്ടിയത്. ഇരമ്മയ്ക്ക് 4ാം സ്ഥാനം, ക്ലാരയ്ക്ക് 3ാം സ്ഥാനം, പിന്നെ അസ്മോഡിയസിന് 2ാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. ഗെയിമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുത്തശ്ശന് ഭയങ്കര സങ്കടമായി. കാരണം മുത്തശ്ശനാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. കുട്ടികളുടെ മുമ്പിൽ നാണം കെട്ടുകൊണ്ട് മുത്തശ്ശന് ഭയങ്കര സങ്കടം വരികയാണ്. കുട്ടികളുടെ മുമ്പിൽ വലിയ ആളാൻ വേണ്ടി മുത്തശ്ശൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതാണ് ഡാർക്ക് പരേഡ്. ഡാർക്ക് പരേഡ് എന്ന് വെച്ചാൽ ഒരു സ്ഥലമാണ്, അങ്ങോട്ടേക്ക് ആരും പോകില്ല. പക്ഷെ അവിടെ പ്രേതങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ കറേജ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇർമ, അസ്മോഡിയസ് പിന്നെ അവരുടെ കൂടെയുള്ള എല്ലാവരും കൂടെ അവരുടെ ബേസ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. അവരിങ്ങനെ നടന്നിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുത്തശ്ശൻ എന്തൊക്കെയോ പ്ലാനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇർമ, നീ ഇവിടെ നിൽക്കുക, ഇതെന്താ പൊട്ടിക്കിടക്കുകയാണ്, ഞാൻ എന്താ അതിൻ്റെ ഉള്ളിൽ ഒന്ന് നോക്കിയിട്ട് വരാം. എന്നിട്ട് മുത്തശ്ശൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അലറുകയാണ്. അത് കേട്ടിട്ട് ഇർമയ്ക്ക് പേടിയാവുന്നു. ഇർമ അവരുടെ കൂട്ടുകാർ അതിൻ്റെ അകത്തോട്ട് വരുന്നു. കാരണം മുത്തശ്ശൻ്റെ സൗണ്ട് കേട്ടതുകൊണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്ന മുത്തശ്ശൻ്റെ മുമ്പിൽ ഒരു മോൺസ്റ്റർ നിൽക്കുന്നു. ആ മോൺസ്റ്റർ ശരിക്കും ഒരു മുത്തശ്ശൻ്റെ പെറ്റാണ്. അസ്മോഡിയസും ക്ലാരയും മുത്തശ്ശൻ്റെ മുമ്പിൽ ചാടി വന്ന് അവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. എന്നിട്ട് അസ്മോഡിയസ് അവൻ്റെ ഗോർഗൻ സ്നേക്കിനെ സമൻ ചെയ്ത് അതിൻ്റെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. ക്ലാരയാണെങ്കിൽ അവരുടെ ബീസ്റ്റിനെ സമൻ ചെയ്ത് ആ ബീസ്റ്റിൻ്റെ കൂടെ തന്നെ കളിക്കുകയാണ്. അസ്മോഡിയസ് കാരണം ആ ബീസ്റ്റ് അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോയി. ഇർമ അസ്മോഡിയസിനോടും ക്ലാരേനോടും നന്ദി പറയുന്നു അവനെ രക്ഷിച്ചതിനെ. അത് കണ്ടിട്ട് മുത്തശ്ശനാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നു. കാരണം അസ്മോഡിയസ് ഹീറോ ആയി. അവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശ ഒപ്പേരയോട് സഹായം ചോദിക്കണം, നീ എന്നെ ഇങ്ങനെ രക്ഷിക്കുക. അപ്പോൾ ഒപ്പേര പറയുന്നു, പേടിക്കണ്ട, ഞാൻ സഹായിച്ചു തരാം. അവരങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വാതിൽ കാണുന്നു. ആ വാതിലിലാണെങ്കിൽ ഒരു ഡ്രാഗൺ. അസ്മോഡിയസ് അവൻ്റെ ഗോർഗൻ സ്നേക്കിനെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ അതൊന്നും ഇതിൻ്റെ മേലെ ഏൽക്കുന്നില്ല. ഒപ്പേര പ്രൊജക്ടർ വെച്ചിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, ഇതാണ് അവസരം കുട്ടികളുടെ മുമ്പിൽ നല്ല വലിയ ആളാകാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് മുത്തശ്ശൻ്റെ പവർ അപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഡ്രാഗൻ്റെ നേരെ ചാടി ഒരു കിക്ക് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഒപ്പേര അതിൻ്റെ പ്രൊജക്ടറിൻ്റെ സ്വിച്ച് ഓഫ് ആക്കുന്നു. ആ ഡ്രാഗൺ അവിടെ നിന്ന് പോയപ്പോൾ അവിടെ ഒരു ട്രഷറിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു. അവർ ആ ട്രഷർ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒപ്പേരച്ചാൻ്റെ പ്ലാനിങ് ആയിരുന്നു എന്ന്. ഇർമ ഒപ്പേരനോട് താങ്ക് യു പറയുന്നു. പക്ഷെ മുത്തശ്ശനോട് മാത്രം ആരും ഒന്നും പറഞ്ഞില്ല. അത് കണ്ടിട്ട് മുത്തശ്ശന് പിന്നെ സങ്കടമാകുന്നു. പിന്നെ അവർ മേലോട്ട് പോയി എല്ലാവരും കൂടെ കേക്ക് തിന്ന് സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ടും മുത്തശ്ശന് ഭയങ്കര സങ്കടമാണ്. കാരണം അവരുടെ മുമ്പിൽ ഒരു ഹീറോ ആകാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ അവരെല്ലാവരും പോകാൻ തുടങ്ങുമ്പോൾ ഇർമ പറയുന്നു, നിങ്ങൾ കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കാവോ. എന്നിട്ട് അവർ കുറച്ചു നേരം കൂടെ അവിടെ നിൽക്കുന്നു. ഇർമയും അവരുടെ കൂട്ടുകാരും എല്ലാവരും കൂടെ അവരുടെ റൂമിലോട്ട് പോകുന്നു. ക്ലാര റൂമിൻ്റെ ഉള്ളിൽ കയറി പറഞ്ഞാൽ അവൻ്റെ ബെഡിൽ കയറി തുള്ളുകയാണ്. എന്നിട്ട് ഇത് കണ്ടിട്ട് അസ്മോഡിയസും ഇർമയും കൂടെ അതിൻ്റെ മേലെ കയറി ഇങ്ങനെ തുള്ളുകയാണ്. അവരെല്ലാം കൂടെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇർമ എന്തിക്കുന്നു, ഇതായാലും കൂട്ടുകാരുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഉള്ള സന്തോഷം. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാരേൻ്റെ അമ്മയും ബ്രദേഴ്സും സിസ്റ്റേഴ്സും പിന്നെ അസ്മോഡിയസിൻ്റെ ബട്ട്ലറും അവരെ കൂട്ടാൻ വേണ്ടി വന്നു. പിന്നെ അവരെല്ലാവരും അവരുടെ വീട്ടിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ ഇർമ ഒപ്പേരേനോടും മുത്തശ്ശനോടും താങ്ക് പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ അവൻ കടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മോതിരത്തിൽ നിന്ന് ആലീസാൻ പുറത്ത് വന്നിട്ട്, ഇന്ന് നീ നല്ലോണം എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇർമ, ഞാൻ നല്ലോണം എൻജോയ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അലീസാൻ പറയുന്നു, ഇർമ എല്ലാം അനുഭവിച്ചു, ഇനി ഇത് മാത്രമേ അനുഭവിക്കാൻ ബാക്കിയുള്ളൂ, അവൻ്റെ ഈവിൽ സൈഡ്. ഞാൻ അവൻ്റെ ഈവിൽ സൈക്കിൾ ആക്ടിവേറ്റ് ചെയ്യും, പിന്നെ അവൻ്റെ പേഴ്സണാലിറ്റിയും തന്നെ മാറ്റിക്കളയും. എന്നിട്ട് അവൻ അവൻ്റെ മാജിക് ഉപയോഗിച്ചിട്ട് ഇർമേൻ്റെ ഈവിൽ സൈക്കിൾ ആക്ടിവേറ്റ് ചെയ്യുകയും അവൻ്റെ പേഴ്സണാലിറ്റി മാറ്റുകയും ചെയ്തു. പിറ്റേ ദിവസം അവൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ മുത്തച്ഛൻ റോഡിൽ പെരുമാറുകയും അവൻ്റെ സ്വഭാവം എല്ലാം മാറുകയും അവൻ്റെ ഹെയർ സ്റ്റൈൽ മാറുകയും ചെയ്തു. ഇർമ രാവിലെ അവൻ്റെ മുത്തച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് കിങ്സ് ക്ലാസ് റൂം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അതേതാ റൂമെന്ന് വെച്ചാൽ പ്രീവിയസ് ഡീമൺ കിങ് ഡെൽറ്റെറ പഠിച്ചിരുന്ന റൂമായിരുന്നു.
ഈ റൂം ഇപ്പം മൊത്തത്തിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇറുമ അവൻ്റെ ഈവിൽ സൈക്കിളിലായതുകൊണ്ട് മുത്തശ്ശന് ഭയങ്കര സങ്കടമാണ്. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനെന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് ഒപ്പേറ ചിന്തിക്കുകയാണ്, ഇവനൊരു മനുഷ്യനല്ലേ, പിന്നെ എങ്ങനെ ഇവൻ ഈവിൽ സൈക്കിളിലോട്ട് പോകുന്നേ. പിറ്റേ ദിവസം അവരെല്ലാവരും സ്കൂളിലോട്ട് പോകാൻ വേണ്ടി തയ്യാറാക്കി നിൽക്കുകയാണ്. അവൻ്റെ ബാഗ് ആസ്മോഡിയസിൻ്റെ കൈ കൊടുക്കുന്നു. നിനക്കിത് പഠിക്കണമെന്നല്ലായിരുന്നോ? എന്നിട്ട് ക്ലാരൻ്റെ തലയിൽ ഇങ്ങനെ തലോടുകയാണ്. ആസ്മോഡിയസും ക്ലാരയും ചിന്തിക്കുകയാണ്, ഇരുമയ്ക്ക് എന്താണ് പറ്റിയത് പെട്ടെന്ന്. ഇരുമ പറയുന്നു, മുത്തശ്ശ എനിക്ക് കാരേജ് വേണം, കാരേജ് വേഗമാക്കാൻ. എന്നിട്ട് മുത്തശ്ശൻ ആ കാരേജിൽ ഇവനെ ഇരുത്തി പറഞ്ഞു വിടുകയാണ്. എല്ലാ കുട്ടികളും ചിന്തിക്കുകയാണ് ഇരുമയ്ക്ക് എന്താ പെട്ടെന്ന് പറ്റിപ്പോയെന്ന്. ഇരുമ ക്ലാസ്സിൽ കയറി വരുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഹായ് കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് പെണ്ണുങ്ങളെല്ലാവരും അരിഞ്ഞു പോകുന്നു. അവരെല്ലാവരും പറയുന്നു ഇരുമ്പ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഈവിൽ സൈക്കിളിൽ കയറി കാണും. എന്നിട്ട് ഇരുമ ക്ലാരേനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൻ്റെ കാലിലോട്ട് ഇരിക്കാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആസ്മോഡിയസ് ഒരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ കൊടുക്കുന്നു. ഇരുമ സാർ ഇത് പുതക്കാൻ എടുത്തോ തണുപ്പല്ലേന്ന്. അപ്പോൾ ഇരുമ പറയുന്നു, ആ തണുപ്പുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ ഒരു ദുർഗന്ധവും വരുന്നുണ്ടല്ലോ. അങ്ങനെ അവൻ പറഞ്ഞു അവൻ്റെ ക്ലാസ്സിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്നു. അവർ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് കുട്ടികൾ അവിടെ വേസ്റ്റ് കൊണ്ടിടുന്നു. എന്നിട്ട് ആ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് ആ കുട്ടികൾ അവിടെ നിന്ന് ഓടിപ്പോന്നു. ഇറുമ അവൻ്റെ മോതിരത്തിലെ മാജിക് 3rd സ്റ്റേജിലിട്ട് റഫേൽ ഉപയോഗിക്കുന്നു. ആ റഫേൽ ഉപയോഗിച്ചിട്ട് അവിടുത്തെ വേസ്റ്റുകളെല്ലാം കത്തിച്ച് കളയുകയാണ്. നമ്മളിനി ഈ ക്ലാസ്സിൽ താമസിക്കുകയില്ല, ഇവിടെ മൊത്തം വേസ്റ്റ് കിടക്കുകയാണ്, നമുക്കിനി ഇവിടെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ സ്കൂളിൽ മൊത്തം ഒരു സംസാരമാണ്. ഇരുമ അവൻ്റെ ഈവിൽ സൈക്കിളിലോട്ട് കടന്നിരിക്കുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഇരുമ ആ കാലേക്കു ടീച്ചറിനോട് സംസാരിക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് റൂം മാറണം, നിങ്ങളെന്തിനാണ് ഇങ്ങനത്തെ ഒരു ഒറ്റ ക്ലാസ് ഞങ്ങളെ കൊണ്ടിരുത്തിയത്. കാലേക്കു ടീച്ചർ പറയുന്നത് നിങ്ങൾ മിസ്ഫിറ്റാണ്. ഈ മിസ്ഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങളങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാലേക്കു ടീച്ചർ അവരുടെ ഓരോരുത്തരുടെയും തെറ്റിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വന്നു പറഞ്ഞ അടികൂടി, പിന്നെ ടീച്ചേഴ്സിൻ്റെ മേലെ അറ്റാക്ക് ചെയ്തു, ചില കുട്ടികളുടെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു, അങ്ങനത്തെ ഓരോരോ തെറ്റുകൾ കൊണ്ടാണ് നിങ്ങളെ ഇവിടെ നിന്നും മിസ്ഫിറ്റിൻ്റെ ക്ലാസ്സിലോട്ട് മാറ്റിയത്. ഇരുമ പറയും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ് റൂമിൽ പഠിക്കാൻ പറ്റൂല, അവിടെയാണെങ്കിൽ മൊത്തം വേസ്റ്റും ഇവിടുത്തെ ജനലെല്ലാം പൊട്ടിക്കിടക്കുകയാണ്, പിന്നെ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ട്. കാലയൊക്കെ പറയുന്നു നിങ്ങൾക്ക് വേറെ തരാൻ വേണ്ടി ക്ലാസ് റൂമൊന്നും ഇല്ല ഇപ്പോൾ കാലിയായിട്ട്. അപ്പോൾ ഇരുമ ചിരിച്ചുകൊണ്ട് വരികയാണ്, ഈ റൂം കാലിയാണല്ലോ. ഏത് റൂം? ഇരുമ പറയുന്നു ദ റോയൽ വൺ, അതാണ് കിങ്സ് ക്ലാസ് റൂം. അത് കേട്ടിട്ട് കാലയ്ക്ക് ഭയങ്കര ദേഷ്യം. ഇത് നമ്മുടെ പ്രീവിയസ് ഡീമൺ കിങ്ങിൻ്റെ ക്ലാസ് റൂമാണ്, നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി? ഇരുമ പറയുന്നു ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞാൽ എന്താണ് കുഴപ്പം, എനിക്ക് ഈ ക്ലാസ് റൂമിൽ തന്നെ പഠിക്കണം. ഇരുമ പറയുന്നു ഞങ്ങൾ 3 ദിവസം കൊണ്ട് എല്ലാ ടീച്ചേഴ്സിൻ്റെയും എല്ലാ സ്റ്റാഫിൻ്റെയും സൈൻ മേടിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾ ഞങ്ങളെ ഈ റൂമിൽ കയറാൻ അനുവദിക്കുമോ? കാലയൊക്കെ പറയുന്നു നിങ്ങളിങ്ങനെ 3 ദിവസം കൊണ്ട് ചെയ്താൽ ഞാൻ അതിനെ അനുവദിക്കാം. ഇരുമ കാലയൊക്കെ കൂടെ ഡീൽ ചെയ്യുക, എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ പുറത്തിറങ്ങി വരികയാണ്. എല്ലാ ടീച്ചർമാരും ചിന്തിക്കുകയാണ് ഇരുമ എത്ര വട്ടം ഇങ്ങനെ മാറി എന്താ, പിന്നെ അവന് റോയൽ ക്ലാസ് റൂമും വേണം. അത് കേട്ടിട്ട് റോബിൻ സാറിന് ഭയങ്കര സന്തോഷമാണ്. റോബിൻ സാർ പറയുന്നു എനിക്ക് റോയൽ വണ്ടി പഠിപ്പിക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് കേട്ടിട്ട് കാലൊക്കെ ടീച്ചർ അവന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. അവൻ്റെ കൂട്ടുകാരെല്ലാവരും പറയുന്നു നീ ഇതെന്താ പറയുന്നത്, 3 ദിവസം കൊണ്ട് ടീച്ചർമാരുടെ സൈനെല്ലാം എങ്ങനെ മേടിക്കാൻ പറ്റുമോ? അപ്പോൾ ഇരുമ പറയുന്നു നിങ്ങളാദ്യം ആ റോയൽ വൺ ഒന്ന് കണ്ടു നോക്ക്, അതൊരു ഗ്രാൻഡ് ക്ലാസ് റൂമായിരുന്നു, എല്ലാവർക്കും ഇപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമായി. ഇരുമ പറയുന്നു ആ റൂമിൽ ഗെയിമിംഗ് റൂമുണ്ട്, ഡ്രസ്സ് മാറാൻ റൂമുണ്ട്, ലൈബ്രറി ഉണ്ട്, ആ റൂമിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇരുമ ആ കുട്ടികളെല്ലാവരും ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. എന്നിട്ട് എല്ലാ കുട്ടികളും പറയുന്നു ഞങ്ങൾക്ക് ഈ റൂം എന്തായാലും വേണം, നമുക്ക് നാളെ തന്നെ അപ്രൂവൽ മേടിക്കാൻ വേണ്ടി പോകണം. പിന്നെ ജാസ് നീ ആയിരിക്കും ഈ ടീമിൻ്റെ ലീഡറായിട്ടുണ്ടാവുക. ജാസിന് അത് കേട്ട് ഭയങ്കര സന്തോഷം വരികയാണ്. ഇരുമ ജാസിനോട് പറയുകയാണ് നീ കാലക്കോ ടീച്ചറിൻ്റെ അടുത്തുനിന്നോ ഒരു സാധനം മോഷ്ടിക്കണം. അവൻ ജാസിനോട് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം അവൻ്റെ ബ്ലഡ് ലൈൻ മാജിക് കൊണ്ടാണ്. അവൻ്റെ ഈ എബിലിറ്റി ഒരു എക്സ്റേ വിഷയം നൽകുന്നു. ആരൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ ഫിംഗേഴ്സ് ഒരു പാമ്പിനെ പോലെ നീളുകയും പിന്നെ അവന് അതുകൊണ്ടാണ് എളുപ്പത്തിൽ മോഷ്ടിക്കാൻ പറ്റുന്നത്. ഇരുമയും ജാൻസും കാലക്കോ സെൻസിനെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഇരുമ പറയുന്നു ഞാൻ നിങ്ങളെ ഫെമിലിയർ ആക്കിയിട്ട് നീ ഈ ഫോമിൽ ഒപ്പിടിപ്പിക്കും. കാലക്കോ പറയുന്നു ഇത് അൺഎത്തിക്കൽ വേ ആണ്, നീ അങ്ങനെ ഒന്നും ചെയ്യലെന്ന്. അപ്പോൾ ആ അവസരം മുതലെടുത്തിട്ട് ജാസ് കാലക്കോ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ഒരു സാധനം മോഷ്ടിക്കുന്നു. അവരവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ കാലക്കോ ടീച്ചർ പിടിച്ചിട്ട് നിക്ക് നിങ്ങളങ്ങോട്ടാ പോകുന്നേ. അവർ വിചാരിച്ചു അവർ പിടിച്ചു കാണുന്നു. പക്ഷേ കാലക്കോ ടീച്ചർ അവൻ്റെ അടുത്ത് നിന്ന് ആ സീല് മേടിച്ചിട്ട് നിന്നെ സമയം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവരുണ്ട് ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് ടീച്ചറിനോട് പറയുന്നത് കാലക്കോ ടീച്ചറിൻ്റെ പേഴ്സണൽ ഡയറി ആണെന്ന്. ആ ടീച്ചർക്ക് കാലക്കോ ടീച്ചറിനോടൊരു ക്രഷ് ഉണ്ട്. ഇതിൽ കാലക്കോ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഏത് ടീച്ചറിനെയാണ് ഇഷ്ടം, ആരെയാണ് ഇഷ്ടം, പിന്നെ അവൻ്റെ ഹോബി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ടീച്ചർക്ക് ഈ ഡയറി വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ അപ്രൂവൽ ഒപ്പിട്ട് തരണം. ആ ഡയറിക്ക് വേണ്ടിയിട്ട് ടീച്ചർ അതിൽ സീൽ വെച്ച് കൊടുക്കുന്നു. ക്ലാരയും ലയണിൻ്റെ മുഖമുള്ളവനും ഒരു ടീച്ചറിനെ കാണാൻ വേണ്ടി പോകുന്നു. അത് നോളേജിൻ്റെ ടീച്ചറാണ്. ആ ടീച്ചർ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്തോ ഒരു അപകടകരമായ സാധനത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിംഹത്തിൻ്റെ മുടിയുള്ളവൻ അലോസിർ അവൻ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് ഇതിനെപ്പറ്റി നല്ല അറിവെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവൻ പറയുന്നു ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണമെങ്കിൽ ഇതിൽ അപ്രൂവൽ ഒപ്പിട്ട് തരണം. അതിനുശേഷമേ ആ സംസാരം തുടങ്ങിയുള്ളൂ. എന്നിട്ട് ആ ടീച്ചർ അതിൽ സീൽ വെച്ച് കൊടുക്കുന്നു.
പിന്നെ അവർ ഒരുപാട് നേരം അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊരു വയസ്സായ സേജ് ടീച്ചറാണ്. ടീച്ചർ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഒരു പക്ഷീനെ പോലെ ഒരുത്തൻ വന്ന് ഈ പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വയസ്സായ ആൾ ഒരു കോഴിയാണ്. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ അപ്രൂവൽ നൽകണം. അപ്പോൾ ആ വയസ്സായ ടീച്ചർ അത് ചെയ്തു കൊടുക്കുന്നു. മെല്ലെ മെല്ലെ അവരെല്ലാവരുടെ അടുത്ത് നിന്ന് അപ്രൂവൽ മേടിക്കാൻ തുടങ്ങി. മേഘത്തിൻ്റെ മേലെ കിടന്ന് വറക്കുന്നവനും പിന്നെ വെള്ളത്തലയുള്ളവനും കൂടെ അവിടുത്തെ പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കി കൃഷി ചെയ്യാൻ പാകത്തിനാക്കുന്നു. അന്നേരം അവരെ ബോട്ടണി ടീച്ചർ വന്ന് അതിനുള്ള അപ്രൂവൽ കൊടുക്കുന്നു. അസ്മോഡീസ് സീനിയേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് ബാക്കിയുള്ള ടീച്ചർമാരെ കുറിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ സീനിയർ പറയുന്നത് നിന്റെ ഫ്ലെയിംസ് നീ എൻ്റെ മുമ്പിൽ കാണിക്കണം, എന്നാലും ഞാൻ അങ്ങനെ ചെയ്തു തരുള്ളൂ എന്ന്. അസ്മോഡീസ് ഇരുമയ്ക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്നു. അടുത്ത സീൻ ഗ്രാൻഡ് പാ നല്ല നെഞ്ചും പിടിച്ചിങ്ങനെ ഇരുമേൻ്റെ റൂമിൽ പോകുന്നു. അതിൻ്റെ പുറകിലെ ഒപ്പേരെ ഇങ്ങനെ പേടിച്ചു വരുന്നു. അവർ പ്ലാൻ ചെയ്യുകയാണ് എരുമേനോട് പറയാൻ അവനൊരു ചീത്ത കുട്ടി ആകാണ്ടിരിക്കാൻ നോക്കാൻ. അങ്ങനെ വിചാരിച്ച് റൂമിൽ കയറുമ്പോൾ ഉണ്ട് ഈ എരുമ അവന്റെ മുത്തച്ഛനോട് ഗ്രാൻഡ് പാ എനിക്ക് ഇതിൽ ഒപ്പിട്ട് തരുമോ എന്ന് ചോദിക്കുന്നു. ഗ്രാൻഡ് പാ അതിലങ്ങ് അനിഞ്ഞു പോയിട്ട് അവനങ്ങ് അപ്രൂവൽ ഇട്ട് കൊടുക്കുന്നു. ഗ്രാൻഡ് പാ പറയുന്നു ഇരുമ നീ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുമോ? അപ്പോൾ ഇരുമ മുത്തച്ഛൻ്റെയോ ഒപ്പേര സാറിൻ്റെയോ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നു. അത് കണ്ടിട്ട് അവർക്ക് രണ്ടർക്ക് സന്തോഷമാവുന്നു. അതിനുശേഷം ഇരുമ അവൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതിന് ശേഷം എന്താ ചെയ്യുക എന്ന്. ഇപ്പോൾ അവൻ്റെ അടുത്ത് 21 ടീച്ചർമാരുടെ അപ്രൂവലുണ്ട്. അപ്പോൾ ക്രോസയിൽ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു ഇരുമ നിൻ്റെ അടുത്ത് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ ചെയ്യാം. അവൾ പറയുന്നു ഞാൻ കുറുമയായാലും എല്ലാ ടീച്ചർമാരും എനിക്ക് ഒപ്പിട്ട് തരും. അതിന് ഇരുമ പറയുന്നു നീ അങ്ങനെ ചെയ്യരുത്, നിനക്കത് അൺകംഫോർട്ടബിൾ അല്ലേ. എന്തായാലും ഈ 2 ടീച്ചർമാരെ അപ്രൂവൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള കാര്യം ഞാൻ അമേരിയനോട് പറയാം. സ്റ്റുഡൻറ് കൗൺസിലിൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ട് ടീച്ചർമാരുടെ മേലെ. ഷാക്സ് നൈസാണ് ഒരു മഞ്ഞ മുടിയുള്ള ടീച്ചറെ കാണാൻ വേണ്ടി പോകുന്നു. അവർ ടീച്ചറിൻ്റെ കൂടെ ഒരു ഗെയിം കളിക്കുന്നു. അത് ക്ലാര ഉണ്ടാക്കിയതാണ്. ഈ ഗെയിമിൻ്റെ റൂൾസ് എന്നത് എനിക്കൊരു തിരിയുന്നത്, കാരണം ക്ലാരയാണ് ഇതുണ്ടാക്കിയത്. പിന്നെ ഇവരവിടെ ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. പിന്നെ വേറെ ഒരു ഭാഗത്ത് സ്ഥാപനം അവൻ വന്ന ദിവസം അറ്റാക്ക് ചെയ്ത ടീച്ചറിനെ കാണാൻ പോകുന്നു. ആ ടീച്ചർ പറയുന്നു നിനക്ക് എൻ്റെ അടുത്ത് അപ്രൂവൽ വേണമെങ്കിൽ നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. പിന്നെ മറ്റൊരു ഭാഗത്ത് അമേരിനെ ഇറുമ ഒരു കോൾ വിളിക്കുകയാണ്. ഇറുമേൻ്റെ കോൾ കണ്ടതോടെ അമേരിക്ക് നാണം വരികയാണ്. അവർ ഗെയിം കളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഷാക്സ് അവൻ്റെ ബ്ലഡ് ലൈൻ മാജിക് ഉപയോഗിച്ചു. അവൻ്റെ എബിലിറ്റി എന്നത് മുമ്പിലുള്ളവരുടെ സെൻസസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അയാളുടെ സെൻസ് വർക്ക് ചെയ്യുകയില്ല. ഫസ്റ്റ് ഷാക്ക് ടീച്ചറുടെ കാഴ്ചശക്തി ഇല്ലാണ്ടാക്കുന്നു. പക്ഷെ ടീച്ചറിൻ്റെ എബിലിറ്റിയാണ് ലക്കി ഹാപ്പി. ഇത് വെച്ചിട്ട് ടീച്ചർ ഒരിക്കലും തോക്കുകയില്ല. ടീച്ചർ പെട്ടെന്ന് തന്നെ കളിയെല്ലാം ജയിക്കുകയാണ്. പിന്നെ അടുത്ത സീന് ഈ ടീച്ചർ ഒരു ഷീൽഡ് ഉണ്ടാക്കുകയാണ് സാബിനോനെ തടയാൻ വേണ്ടി. ഇരുമ അമേരിയനോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇരുമേനെ കണ്ടിട്ട് അവൾക്ക് നാണം വരുന്നു. പക്ഷെ അവൾ അത് കാണിക്കാണ്ട് പുറത്ത് കാണിക്കാണ്ടെങ്കിൽ നിൽക്കും. ഓ ഇരുമ അവൻ്റെ ഈവിൽ സൈക്കിളിലാണല്ലേ, എനിക്ക് അവന് അപ്രൂവൽ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ കൊടുക്കുക, ഞാൻ സ്റ്റുഡൻറ് കൗൺസിലിങ്ങിൻ്റെ പ്രസിഡന്റായി പോയില്ലേ. ഇരുമേനോട് ചോദിക്കുന്നു നിനക്ക് എന്തിനാണ് ഈ റോയൽ വാൻ ക്ലാസ് റൂം? ഇരുമ അവനോട് പറയാൻ തുടങ്ങുന്നു ആ ഗെയിമിൽ ഷാക്സ് ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ നടക്കുക, എൻ്റെ അടുത്ത് ലെക്കിൻ്റെ എബിലിറ്റി അല്ലേ ഉള്ളേ. അത് ജയിച്ചതിൻ്റെ കാര്യം നേസാനാണ്. നേസാൻ്റെ ഫേവർ എന്നൊരു എബിലിറ്റിയാണിത്. അവൾക്ക് വേറൊരാളുടെ അടുത്ത് നിന്ന് ഫേവർ എന്ന പോലെ എടുക്കാൻ പറ്റും. അവരാ കളി ജയിച്ചുകൊണ്ട് ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് അപ്രൂവൽ കിട്ടുന്നു. സ്ഥാപനം നിലത്ത് വീണ് ടീച്ചറോട് മാപ്പ് ചോദിക്കുകയാണ്. ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ഡീമൻ അവൻ്റെ വിങ്സിൻ്റെ റൂട്ട് കാണിച്ച് മാപ്പ് പറയുകയാണെങ്കിൽ അത് ഭയങ്കര സത്യസന്ധമായിട്ടുള്ളൊരു മാപ്പ് പറച്ചിലാണ്. ഞാൻ നിനക്ക് മാപ്പ് തരാം, എന്നിട്ട് സീലും കൊടുത്തരാം കേട്ടോ. ഇരുമ അമേരിയനോട് പറയുന്നത് ഇപ്പോഴത്തെ ഞങ്ങളുടെ ക്ലാസ് ഒന്നിനും കൊള്ളില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റോയൽ വണ്ണിൻ്റെ ക്ലാസ് വേണ്ടതെന്ന്. ഞങ്ങളുടെ മിസ്ഫിറ്റിയിലുള്ള എല്ലാവരും ഒരു പ്രത്യേക ഡീമന്മാരാണ്, അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രത്യേക ക്ലാസ്സാണ് വേണ്ടത്. അമേരിയാണെങ്കിൽ അവൻ പറയുന്ന കാര്യമൊന്നും കേൾക്കുന്നില്ല, പക്ഷെ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരുമ അവൻ്റെ മാസ്റ്റർ പ്ലാൻ ഉപയോഗിക്കുന്നു. എന്നിട്ട് അമേരിയൻ്റെ 2 സൈഡിൽ അവൾ കൈ വെച്ചിട്ട് അവനോട് സംസാരിക്കുന്നു. അപ്പോൾ അവൾ അത് കേട്ട ഉടനെ അപ്രൂവൽ കൊടുക്കുകയാണ്. അവൻ ക്ലാസ്സിൽ ചെന്നിട്ട് പറയാണ് നമുക്ക് 36 ടീച്ചേഴ്സ്മാരുടെ അപ്രൂവൽ കിട്ടിയിരിക്കുന്നു, ഇനി ഒരു ടീച്ചറിൻ്റെ അപ്രൂവൽ മാത്രമേ ഉള്ളൂ, അതാണ് കാലേക്കോ സെൻസേൻ്റെ. ഇരുമ അവൻ്റെ കൂട്ടുകാരും സ്റ്റാഫ് റൂമിൽ കാലേക്കോ ടീച്ചറിൻ്റെ മുമ്പിൽ പോയിരിക്കുകയാണ്. നോക്കൂ സാറ് തന്നിരിക്കുന്ന 3 ദിവസം കൊണ്ട് ഞങ്ങളുടെ അടുത്ത് 36 ടീച്ചർമാരുടെ സ്റ്റാമ്പുണ്ട്, ഇനി 37ാമത്തെ ഒരാളുടെ സ്റ്റാമ്പും കൂടെ മതി, അതാണ് സാറിൻ്റെ. സാറ് പറഞ്ഞിരുന്നു എല്ലാ ടീച്ചർമാരുടെയും സ്റ്റാമ്പ് മേടിച്ച് സാറിൻ്റെ സ്റ്റാമ്പും കൂടെ തരാമെന്ന്. ഇനി സാറിൻ്റെ അവസരമാണ് സ്റ്റാമ്പ് തരാനും പിന്നെ റോയൽ വണ്ണ് തുറക്കാനും. റൂൾസ് അനുസരിച്ച് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, പിന്നെ ഞാൻ റൂൾസ് എന്തായാലും മാനിക്കും. പക്ഷെ നിങ്ങളുടെ അടുത്ത് എല്ലാ സ്റ്റാമ്പും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് എല്ലാ ഫാക്കൽറ്റീൻ്റെ സ്റ്റാമ്പ് മേടിക്കണം എന്നാണ്. നിങ്ങളാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ മാത്രം സ്റ്റാമ്പാണ് ഇതുവരെയായിട്ടും കൊണ്ടുവന്നത്. ഫാക്കൽറ്റിയിൽ വരുന്നതാണ് ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാർ, ലൈബ്രറിയൻ, കുക്ക്, അങ്ങനെ എല്ലാവരും വരുന്നു. അങ്ങനെയുള്ള എല്ലാവരും വരുന്നു ഇവിടെ ജോലി ചെയ്യുന്നതായിട്ടുള്ള. നിങ്ങളുടെ അടുത്താണെങ്കിൽ അവരുടെ സ്റ്റാമ്പ് ഇല്ലല്ലോ. റൂൾസ് അനുസരിച്ച് ഞാൻ എൻ്റെ സ്റ്റാമ്പ് നിങ്ങൾക്ക് തരുകയില്ല. നിങ്ങൾ റോയൽ വണ്ണിലോട്ട് ട്രാൻസ്ഫർ ഉണ്ടാവുകയില്ല. നിങ്ങൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വേറെ ക്ലാസ്സിലോട്ടാക്കാം എന്നും പറഞ്ഞ് കാലക്കോ അവർ റിക്വസ്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നു.
അതെല്ലാം കേട്ട് കാലക്കോ ടീച്ചറിനോട് ഇവർക്ക് എല്ലാവർക്കും ദേഷ്യം വരുന്നു. എന്നിട്ട് കാലക്കോ ടീച്ചറിനെ അത് ഇതുമെല്ലാം ഇവർ പറയുകയാണ്. അവർ പോകാൻ തുടങ്ങിയ ഉടനെ ഗേറ്റ് തുറന്നിട്ട് ഒരാൾ വരുന്നു. അങ്ങോട്ട് ക്ലീനിങ്ങിൻ്റെ, ഷെഫ്, കുക്കിങ്ങിൻ്റെ അങ്ങനെ എല്ലാവരും അങ്ങോട്ട് കടന്നു വന്ന് സീൽ കൊടുക്കുന്നു. എന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഇരുമയ്ക്ക് സ്റ്റാമ്പ് കൊടുക്കുന്നു. അല്ല, നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് സ്റ്റാമ്പിൻ്റെ ആവശ്യമുണ്ടെന്ന്? പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാമ്പ് എന്തിനാ എനിക്ക് തന്നെ? നീ ഞങ്ങൾക്ക് എപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നീ അങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുമായിരുന്നു. ഞങ്ങൾ നിൻ്റെ വലിയൊരു ഫാനാണ്. നിനക്ക് എപ്പോഴും നല്ലത് വരണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഇറുമേൻ്റെ അടുത്ത് എല്ലാ സ്റ്റാമ്പുകളും കൂടെ ആയി. എന്നിട്ട് കാലക്കേൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നു, ഇതേ പിടിച്ചോ, എല്ലാ സ്റ്റാമ്പുകളും ഉണ്ട്. ഈ സാറിൻ്റെ സ്റ്റാമ്പും കൂടെ ആവശ്യമുള്ളൂ. കാലക്കോ മനസ്സില്ലാ മനസ്സോടെ ആ സ്റ്റാമ്പ് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അതോടെ എരുമയ്ക്കും അവൻ്റെ മുഴുവൻ ക്ലാസ്സിനും അപ്രൂവൽ കിട്ടിയിരിക്കുന്നതാണ് റോയൽ വണ്ണിലോട്ട് പോകാനായി. ഇനി നമ്മളെ അടുത്തായിട്ട് കാണിക്കുന്ന റോയൽ വണ്ണിൻ്റെ മുമ്പിൽ എല്ലാ സ്കൂളിലെ കുട്ടികളും വന്ന് നിൽക്കുകയാണ്. കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് ആണ്. എല്ലാവരും മിസ്ഫിറ്റ് ക്ലാസ്സിലെ കുട്ടികളെ കാണാനും റോയൽ വണ്ണ് തുറക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ഇവർ ഒരു ഇമ്പോസിബിൾ ടാസ്ക് 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അതുകൊണ്ടാണ് അവരെ കാണാൻ വേണ്ടി എല്ലാവരും വന്നത്. കാലക്കോ എന്ന് പറയുന്നു, ഇറുമ നീ ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കി, പിന്നെ ചെയർ ടീമിൻ്റെ അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റോയൽ വണ്ണ് തുറക്കാൻ പോവുകയാണ്. കാലക്കോ ഇവിടെ ഒരു വാച്ച്മാനെ പോലെയാണ്. സ്കൂളിൻ്റെ ഉള്ളിൽ ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കേണ്ട അവകാശം അവനാണുള്ളത്. കാലക്കോ റോയൽ വണ്ണിൻ്റെ മുമ്പിൽ വന്ന് ആ ചെയിൻ അങ്ങ് എടുത്ത് കളയുന്നു. ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാം വന്ന് ആ വാതിൽ തുറക്കുന്നു. കാലക്കോ സീൽ ഓപ്പൺ ചെയ്ത് റോയൽ വൺ ക്ലാസ് തുറക്കുന്നു. കാലക്കോ ഒരു സ്പീച്ച് എടുക്കാൻ നോക്കുമ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരും അതിൻ്റെ ഉള്ളിലോട്ട് ഇടിച്ചു കയറിയാണ്. ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഓരോരോ കാര്യങ്ങൾ കണ്ട് അവരെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറുമ അങ്ങോട്ടേക്ക് വന്ന് ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറി വേറൊരു ഗേറ്റ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. അപ്പോൾ അവർ കിടക്കുന്നു ഒരു പ്രോപ്പറായിട്ടുള്ള ക്ലാസ് റൂമിൽ. അപ്പോൾ പറയുകയാണ്, പ്രീവിയസ് ഡീമൻ കിങ് ഈ ക്ലാസ് റൂം പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെല്ല് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ക്ലാസ് റൂം ഭയങ്കര പെർഫെക്റ്റ് കണ്ടീഷനിൽ. അപ്പോൾ അവിടെ ഡീമൻ കിങ്ങിൻ്റെ ത്രോൺ ഉണ്ടായിരുന്നു. ഇരുമ അങ്ങോട്ടേക്ക് നടന്നു എന്ന് അവിടെ കയറിയിരിക്കുന്നു. ഇരുമ ആ ത്രോണിൽ ഇരുന്നപ്പോൾ എല്ലാ ഡീമന്മാരും അവിടെ ശാന്തരായിരുന്നു. എല്ലാവരും ചിന്തിക്കുകയാണ്, ഇവൻ അവിടെ ഇരുന്നിട്ട് പ്രീവിയസ് ഡീമൻ കിങ്ങിനെ പോലെ തന്നെയാണല്ലോ ഉള്ളത്. ആ ഡീമൻ കിങ് ആണ് ഡെൽറ്റീര. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചാണ് ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നത്. അവർക്ക് ഡീമൻ കിങ്ങിനെ ഇരുമയുടെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ ഇരുമ ഉറക്കെഴുന്നേറ്റ് രാവിലെ വരുമ്പോൾ അവൻ്റെ ഈവിൽ സൈക്കിൾ തീർന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അലീസാൻ പറയുന്നു, നിന്റെ ഈവിൽ സൈക്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇരുമ? ഇരുമ പറയുന്നു, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? മുത്തശ്ശൻ കരഞ്ഞോണ്ട് ചിന്തിക്കുകയാണ്, ഇരുമ ഇനി പഴയതുപോലെ ശരിയാവൂലേ? അപ്പോൾ ഇരുമ അങ്ങോട്ടേക്ക് നടന്നു വന്നിട്ട് പറയുന്നു, ഗ്രാൻഡ് പാ സോറി, ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയനെ. അത് കണ്ടിട്ട് ഗ്രാൻഡ് പാ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സന്തോഷിക്കുകയാണ്. ഇരുമ സ്കൂളിൽ ചെന്ന് എല്ലാവരോടും മാപ്പ് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ എൻ്റെ ഈവിൽ സൈക്കിളിൽ എല്ലാവരോടും മോശമായിട്ട് പെരുമാറി, അതുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. അമേരിയനോടും മാപ്പ് പറഞ്ഞു. അവക്കാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല. അതുകൊണ്ട് അവൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേർ അവൻ ഈവിൽ സൈക്കിളിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇരുമ ത്രോണിലിരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അതിൽ കാലക്കോ ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു. കാലക്കോ സെൻസ് അവനെ ത്രോണിലിരിക്കുന്നതിന് തടയുന്നൊന്നുമില്ലായിരുന്നു. അസ്മോറിസിൻ്റെ ക്ലാരേൻ്റെ കൂടെ ഇരുമ സ്കൂളിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. അവർ വിചാരിക്കുകയാണ്, ഇരുമേൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ മാറിപ്പോയി, ഇനി അവൻ പിന്നെ ഈവിൽ സൈക്കിളിലോട്ട് പോകുമെന്ന്. അതുകൊണ്ട് അവർ ഇരുമേൻ്റെ അടുത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും റോയൽ വൺ ക്ലാസ്സിലോട്ട് കയറുകയാണ്. ക്ലാസ്സിലുള്ള എല്ലാവരും പറയുന്നു, ഇരുമ അവർക്ക് പേടിയാണ്, നീ പിന്നെ ഈവിൽ സൈക്കിളിലോട്ട് കയറുന്നു, അതുകൊണ്ടാണ് അവർ നിന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. എന്നാൽ നമുക്കും അതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരും ഇരുമേൻ്റെ മേത്തേക്ക് ചാടി വീഴുകയാണ്. കാലക്കോ സെൻസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ സമ്മർ വെക്കേഷനായി തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് അത്ര സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് നല്ലതുപോലെ നിൽക്കണം. എല്ലാ കുട്ടികളും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ കാലക്കോ ടീച്ചർ ഒരു കാര്യം പറയുന്നു, ലീവിന് മുമ്പ് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടി വരും. എക്സാമിന് മുമ്പ് നിങ്ങളെല്ലാവരും തയ്യാറെടുപ്പ് എടുത്തുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഇരുമ അത് കേട്ടിട്ട് ഞെട്ടിപ്പോകുന്നു. ഇരുമ പറയുന്നു, ഞാനും പഠിത്തത്തിൽ കുറച്ച് വീക്കാണ്. നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇരുമയ്ക്ക് 1, 2, 3, 4 അങ്ങനെ മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇരുമയ്ക്ക് പഠിക്കാനുള്ള കഴിവില്ല. കാരണം ഇരുമയ്ക്ക് ഡീമൻ വേൾഡിനെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ അവനങ്ങനെ എക്സാമിൻ്റെ കാര്യമൊക്കെ എഴുതുക. ക്ലാരയ്ക്ക് 12, 15, 20 അങ്ങനെ മാർക്കാണ് ഉള്ളത്. അതുകൊണ്ട് കുറച്ച് അഹങ്കരിക്കും. അസ്മോളിസ് ചിന്തിക്കുന്നു, ഇരുമേൻ്റെ മാർക്ക് ഇത്രയും കുറവായിട്ട് എന്താണ് വരുന്നത്? അവനിപ്പോൾ റാങ്ക് അപ്പ് ഉണ്ടായി. പിന്നെ എനിക്ക് അവന് ഡീമൻ കിങ്ങിൻ്റെ സീറ്റിൽ ഇരുന്നപ്പോൾ ഫ്യൂച്ചർ കാണാൻ പറ്റി. എനിക്ക് ഫ്യൂച്ചർ ഡീമൻ കിങ്ങിനെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റി. ഞാൻ അവനെ പഠിക്കാൻ സഹായിക്കും. എന്നിട്ട് ഇരുമേൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ നിന്നെ പഠിക്കാൻ സഹായിക്കാമെന്ന് പറയുന്നു. അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സ്നെഷൽ എന്ന് പറഞ്ഞ ഒരുത്തൻ അങ്ങോട്ട് കടന്നു വരുന്നു. ഇവനാണ് സീസണിൻ്റെ തുടക്കത്തിൽ അമേരിയൻ്റെ മേലെ മാജിക് ഉപയോഗിച്ചവൻ. അമേരി ഇരുമേനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ അവനെ നിൻ്റെ അടുത്ത് വിട്ടത് എന്തിനാന്ന് വെച്ചാൽ അവനെ നീ ഒന്ന് ശ്രദ്ധിക്കാനാണ്. ഇവനെ സ്റ്റുഡൻറ് ഹൗസിൽ വെക്കാൻ പറ്റില്ല. ഇവനെ ഭയങ്കര ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ. അവരുടെ ബാറ്ററിയിലേക്ക് ഒരു പുതിയ മെമ്പറായിട്ട് വന്നു. അസ്മോറിസും ക്ലാരയും കൂടി അവനെ പിടിച്ചടിക്കുകയാണ്. നീ ഞങ്ങളുടെ സമയം വെറുതെ വേസ്റ്റാക്കി ഇരുമേനോട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ ഒരേ അടി തന്നെ. ഇരുമ പഠിച്ച് ഒരു ക്ഷീണിച്ചൊരവസ്ഥയായിരിക്കുകയാണ്.
മുത്തശ്ശൻ പറയുന്നു, നിനക്ക് വേണമെങ്കിൽ ഞാൻ എല്ലാ ആൻസറും ഇപ്പോഴേ നിനക്ക് തരാം, എന്നിട്ട് നീ സന്തോഷത്തോടെ ഇരിക്കേ. ഒപ്പേറ പറയുന്നു, നിങ്ങളങ്ങനെയൊന്നും ചെയ്യല്ലേ, അത് തെറ്റാണ്. എനിക്കൊരു വിശ്വാസമുണ്ട്, ഇരുമ അധ്വാനിച്ച് അവൻ നല്ലൊരു മാർക്ക് മേടിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ നിനക്ക് ആൻസറൊന്നും പറഞ്ഞു തരൂല. അലീസാൻ മോതിരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ പരിചയപ്പെടുത്തിയത് ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷെ നമ്മൾക്ക് ഇനി പിരിയേണ്ട സമയമായി. അതെന്താ അങ്ങനെ നീ പറയുന്നത്? അപ്പോൾ അലി പറയുന്നു, നീ എക്സാമിൽ തോറ്റാൽ നിന്റെ റാങ്ക് ഡൗൺ ആവും. നമുക്കറിയാലോ നിന്റെ റാങ്ക് അപ്പായതുകൊണ്ടല്ലേ എനിക്ക് എന്നോട് സംസാരിക്കാനൊക്കെ പറ്റിയത്. ഇനി എൻ്റെ റാങ്ക് ഡൗൺ ആയ ഞാൻ കാണാണ്ടായി പോകും. അവൻ ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇരുന്ന് പഠിക്കുന്നു. അവർ പറയുന്നത്, ഞങ്ങൾ പഠിത്തത്തിൽ ഭയങ്കര വീക്കാണ്, ഞങ്ങൾ പഠിച്ചത് നല്ല മാർക്ക് നേടാൻ പറ്റുന്നു, കാരണം ഞങ്ങളുടെ ലീവ് നല്ല സുഖമായിട്ട് പോകാൻ. ഇപ്പൊ സാബിനോ, കൊറൂമി, അലോസിയർ അങ്ങനെ 2-3 പേര് പഠിക്കുന്നൊന്നുമില്ല. റീസൺ എന്താന്ന് വെച്ചാൽ അവർ പഠിത്തത്തിൽ നേരത്തെ നല്ലതാണ്. അസ്മോഡിയസ് ക്ലാരേനെയും ഇറുമേനെയും പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇറുമേനോട് അവൻ ആൻസർ എല്ലാം പറയാൻ വേണ്ടി പറയുന്നു. ഇറുമയ്ക്കാണെങ്കിൽ എല്ലാത്തിലും 0 തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ അവന് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ പിന്നെയും പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അവർ നിങ്ങൾക്ക് കോടീശ്വരൻ ഗെയിമൊക്കെ കളിക്കുകയാണ്. പക്ഷെ അതിൽ ഇരുമ തെറ്റുത്തരമാണ് നൽകുന്നത്. ഇരുമേനെക്കാട്ടും നന്നായിട്ട് ക്ലാര നല്ലോണം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനെക്കാട്ടും കൂടുതൽ മാർക്ക് മേടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഹ്യൂമൻസിൻ്റെ ഒരു ബുക്ക് കാണുന്നു, അവരെ പറ്റി പഠിക്കുന്ന ഒരു ബുക്ക്. ഇതിൻ്റെ ഓഥറിൻ്റെ പേരാണ് ബലം. ഇറമ ആ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാവരും ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു. ഇരമ, നിനക്ക് ഇതിനെപ്പറ്റി അങ്ങനെ അറിയാം? ഇത് ഇവിടുത്തെ ഏറ്റവും ഹാർഡസ്റ്റ് ടോപ്പിക്കാണ്. ഇരമയ്ക്ക് ഈ സബ്ജക്റ്റ് 100 കിട്ടുന്നുണ്ട്. ഇരമേനെ എല്ലാവരും പ്രശംസിക്കുകയാണ്. അവർ തീരുമാനിക്കുകയാണ് ഈ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഈ സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ പഠിക്കാമെന്ന്. അവിടെ ചെല്ലുമ്പോൾ ഡാലിസെൻസ് അവിടെ ഉണ്ടാവില്ല. ഡാലിസെൻസ് ഈവിൽ സൈക്കിൾ കയറിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബലമാണ് പഠിപ്പിക്കാൻ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ബലൻസെൻസി എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ നിന്നൊരു വള്ളി പോലെ എന്തോ വന്ന് ഇരുമേനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇനി ബലൻസെൻസിൻ്റെ ഇൻട്രൊഡ്യൂഷനാണ് കാണിക്കുന്നത്. അയാളൊരു ഭയാനകമായ മുഖമുള്ള ഒരാളാണ്. ബലൻസെൻസ് എല്ലാവരെയും പിടിച്ചു വെച്ച് ഹ്യൂമൻസിനെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാരേനെ അവൻ്റെ മടിയിലിരുത്തി തലോടുകയാണ്. പിന്നെ ഇരുമേനെ തലോടി, പിന്നെ അസ്മോഡീസിന് തലോടി. എന്നിട്ട് പറയാണ്, ഹ്യൂമൻ വേൾഡിലുള്ള പൂച്ചകൾക്ക് ചിറകില്ല, പക്ഷെ ഇവിടെയുള്ള പൂച്ചകൾക്ക് ചിറകുണ്ട്. ഇവിടെയുള്ളവർക്ക് ചിറക് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര അടിയൊക്കെ നടക്കും, അതിൽ നിന്ന് രക്ഷപ്പെട്ട് പറന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പറന്നു പോകാനും പിന്നെ ഭക്ഷണം സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് വിങ്സ് നൽകുന്നത്. ഹ്യൂമൻസ് ഒരു സമാധാനപ്രിയരാണ്, അതുകൊണ്ട് അവരുടെ അടുത്ത് ചിറകൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് അവരൊരു മാജിക്കൽ ബീൻസ് ആണ്, സ്പീഷ്യസ് ആണ്. അവനിങ്ങനെ ക്ലാസ് എടുത്ത് ഇരുമേൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് ഇരുമേൻ്റെ വിങ്സിൽ തൊടാൻ നോക്കുമ്പോൾ അവിടെ വിങ്സ് ഉണ്ടാവില്ല. അവനത് സെൻസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവനങ്ങനെ വിങ്സ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഇരുമേനെ എടുത്തുകൊണ്ട് അവൻ അങ്ങോട്ട് ഓടിപ്പോവാണ്. എനിക്ക് തോന്നുന്നത് അവന് മനസ്സിലായെന്നാണ് ഇരുമ ഒരു മനുഷ്യനാണെന്ന്. പിന്നെ അവന് മനുഷ്യരെ ഇഷ്ടമാണെന്നും കൂടെ എനിക്ക് മനസ്സിലായി. അവൻ ഇരുമേനെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് പറയാണ്, ഈ ചെക്കൻ്റെ വിങ്സ് കാണാനില്ല. ടീച്ചേഴ്സ് എല്ലാം പറയുന്നു, നീ ഇവിടുത്തെ തമാശ അറിയില്ല, ഇങ്ങനത്തെ. പിന്നെ അവൻ ഇരുമേൻ്റെ ഷർട്ട് നോക്കി നോക്കുമ്പോൾ അവൻ്റെ മേത്തൊരു ചെറിയൊരു വിങ്സ് ആണ് ഉള്ളത്. ഇരുമേൻ്റെ വിങ്സ് ചെറുതായോണ്ടല്ലേ എനിക്ക് മനസ്സിലാകാൻ പറ്റാണ്ടിരുന്നത്. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അലീസന ഇരുമേൻ്റെ വേക്കിൽ പോയിട്ട് ഒരു വിങ്സിന്റെ രൂപത്തിലാവുകയാണ് ചെയ്തത്. ബലൻസെൻസയും ഇരുമയും ഇങ്ങനെ ക്ലാസ്സിലോട്ട് തിരിച്ച് നടന്നു പോകുമ്പോൾ ബലൻസെൻസെ ഇരുമേനെ പിടിക്കുകയാണ്. എന്നിട്ട് സോറി എന്ന് പറഞ്ഞ് അവൻ്റെ മാസ്ക് ഊരുന്നു. അപ്പോൾ ഇരുമയ്ക്ക് തോന്നി അവനെ തിന്നാൻ പോവാന്ന്. അവൻ മാസ്ക് ഊരി പറഞ്ഞാൽ അവൻ്റെ വലിയ വലിയ പല്ലുകൾ കണ്ടു. അത് കണ്ടപ്പോൾ അവന് ഭയങ്കര പേടിയായിപ്പോയി. ഞാൻ നിന്നെ ഒരു എംബാരസിങ് കാര്യം ചെയ്തില്ല, അതുകൊണ്ട് നീ എൻ്റെ ഒരു എംബാരസിങ് സൈഡ് ആണ്. പിന്നെ അവർ സോറി എല്ലാം പറഞ്ഞ് ആ കാര്യം അവിടെ ഒഴിവാക്കുന്ന ഇരുമയ്ക്ക് തോന്നി. ചെറുപ്പത്തിലേ ഉള്ള ഒരു ശീലമാണ് എല്ലാ ലിവിങ് തിങ്സിനെയും തുറണമെന്ന്. ഇതിൻ്റെ പേരാണ് സ്കിൻഷിപ്പ്. ബലൻസെൻസ് ഒരു പാവമാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാം രണ്ടുപേരും കൂടെ ബലൻസെൻസിൻ്റെ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ അവർ ചായ എല്ലാം കുടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇരുമ അറിയാണ്ടങ്ങ് പറഞ്ഞു തോന്നുന്നു, ഞാൻ ഡീമനല്ല ഒരു മനുഷ്യനാണെന്ന്. ഞാൻ തമാശ പറയുന്നില്ല, അവൻ ശരിക്കും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ബലൻസെൻസ് ഭയങ്കര ഷോക്കായിപ്പോയി. പിന്നെ നമ്മളെ ബലൻസെൻസിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുകയാണ്. അവൻ അന്നേരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇരുമ പിന്നെയും പറയാണ്, ഞാനൊരു മനുഷ്യനാണെന്ന്. ഇത് ഞാനങ്ങനെ പറയുന്നത്, ഞാനങ്ങനെ ഇത് പറയാൻ പറ്റുമോ? ഇത് കേട്ടിട്ട് ബലൻസെൻസ് പിന്നെ പേടിച്ചു തോന്നുന്നു. നീ ഒരു റയർ സ്പീഷീസ് ആണ്, നിമിഷം നിന്നെ ഞാൻ സംരക്ഷിച്ചു വെക്കും. എനിക്കെന്നെ തിന്നണം എന്നുണ്ട്, പക്ഷേ ഞാൻ നിന്നെ തിന്നില്ല. ബലൻസെൻസ് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഹ്യൂമൻ വേൾഡിൽ നിന്ന് ഡീമൻ വേൾഡിലോട്ട് വന്നത്? നീ എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്ത് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നീ ചെയ്യുന്നത്? നീ എന്നോട് പറഞ്ഞാൽ നന്നായി, വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ അവർ കൊന്നാൾ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബലൻസെൻസയ്ക്ക് മനുഷ്യരെ ഭയങ്കര ഇഷ്ടമാണ്. ഇരുമയൊക്കെ ഞാൻ നിങ്ങൾ ടച്ച് ചെയ്യട്ടെ. ഇരുമ ബലൻസെൻസിനെ ടച്ച് ചെയ്യാണ്. എന്നിട്ട് സെൻസെ പേടിച്ചിട്ട് വീഴുന്നു. ബലൻസെൻസ് പറയുന്നു, നീ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം, പേടിക്കരുത്, അങ്ങനെ നടക്കുന്ന അവന് ഒരു ലെക്ചർ കൊടുക്കുന്നു. പിന്നെ അവൻ ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം പഠിത്തം നിർത്തി മടുത്ത് കിടക്കുവാണ്. അവര് തീരുമാനിക്കുന്നു ആരാണ് പഠിത്തം വീക്കായിട്ടുള്ളവരെ അവര് പഠിത്തത്തിൽ മുമ്പോട്ടുള്ളവരായിട്ട് പഠിക്കണം. പഠിത്തത്തിൽ മുമ്പോട്ടുള്ളവരാണ് അസ്മോഡിയസ്, അലോസിയസ്, കുറുമി, സാബനോ. അവര് പറയുന്നു ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല, പക്ഷെ അസ്മോഡിയസ് ഇരുമേനെ എന്തായാലും പഠിപ്പിക്കും.
അവർക്കെല്ലാവർക്കും സങ്കടമാണ്. കാരണം ഇവരുടെ ലീവുള്ള ദിവസമാണ്, എന്നിട്ട് അവർക്ക് പഠിക്കാനിരിക്കണം. അവർക്ക് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. വെക്കേഷൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഇരുമ കേൾക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഗെയിംസ് കളിക്കും, പുറത്ത് പോകും, സമ്മർ ക്യാമ്പ് നടത്തും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം കേട്ടിട്ട് ഇരുമയ്ക്ക് ഭയങ്കര എക്സൈറ്റ് ആവുകയാണ്. അവനായിരുന്നെങ്കിൽ അവൻ്റെ ലീവിനെല്ലാം ജോലി ചെയ്യാൻ പോകുമായിരുന്നു. ബലൻ സെൻസി ആണെങ്കിൽ ഇരുമേനെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലയ്ക്ക് സെൻസിയും ബലൻ സെൻസി ഇങ്ങനെ രണ്ടുപേരും മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവർക്കോ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ പോവാണെന്ന്. കാരണം അങ്ങനെ റൂമറുണ്ട്, ബലൻ സെൻസിയെ കുട്ടികളെല്ലാം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വേറെ ഒന്നാണ് നടക്കുന്നത്. ബലൻ സെൻസിയും കാലക്കൻ സെൻസിയും ക്ലാസ്മേറ്റ് ആയിരുന്നു. അവർ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാവരും ചിന്തിക്കുകയാണ് കാലയ്ക്ക് സെൻസിൻ്റെ കൂടെ ആരെങ്കിലും സുഹൃത്തായിട്ട് ഇരിക്കുമോ. ബലൻ സെൻസി ഇരുമേൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിനക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ, ഞാൻ നിനക്കൊരു പിക്ചർ ബുക്ക് പോലെ ആക്കി തരാം. ഇരുമ ആ പിക്ചർ ബുക്ക് വായിച്ചപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ബലം സെൻസി പറയുന്നത്, ഞാൻ എല്ലാ സബ്ജക്റ്റിനും വേണ്ടി ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ എല്ലാം നിനക്ക് തരാം, നീ അത് വെച്ച് പഠിച്ചിട്ട് നല്ല മാർക്കെല്ലാം നേട്. അതിൻ്റെ കൂടെ അസ്മോറിസങ്ങൾ ആരെയും അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ എക്സാം നടത്തിയപ്പോൾ ഇരുമയ്ക്ക് 55 മാർക്ക് കിട്ടി, ക്ലാരയ്ക്കാണെങ്കിൽ 58 മാർക്കും കിട്ടി. ബലൻ സെൻസിന്റെ ആ ടീച്ചിങ് ടെക്നിക്സ് ഇരുമയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാര വെള്ളം വരുന്നൊരു സാധനം വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് ഒരു പാട്ട് പാടി എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അവരെല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് ഡാൻസ് കളിക്കുകയാണ്. കാലയ്ക്ക് സെൻസ് ക്ലാസ്സിൽ വന്നിട്ട് നോക്കുമ്പോൾ ചിന്തിക്കുന്നു ഇവർക്കെല്ലാവർക്കും ഭ്രാന്തായെന്ന് തോന്നുന്നു. അടുത്ത സീനിൽ എല്ലാ കുട്ടികളും ഇരുന്ന് പഠിക്കുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ അടുത്ത സീനിൽ കാലയ്ക്കോ ക്ലാസ്സിലോട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ എക്സാം തുടങ്ങിയിരിക്കുന്നു. എല്ലാ കുട്ടികളും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാലയ്ക്കോ ടീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് എക്സാമിൻ്റെ പേപ്പർ കൊടുക്കുകയാണ്, ആൻസർ ഷീറ്റ് കൊടുക്കുകയാണ്. കുട്ടികളെല്ലാവരും പറയാണ്, റിസൾട്ട് ഇന്ന് പറയേണ്ട നാളെ പറ, അങ്ങനെയൊക്കെ പറയുന്നു. ഇത് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെല്ലാം ശാന്തമായിട്ട് കേൾക്കുകയാണ്. നിങ്ങൾ ഒരാൾ പോലും തോറ്റിട്ടില്ല. അത് കേട്ടിട്ട് എല്ലാ കുട്ടികളും സന്തോഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും നല്ലൊരു കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് ക്യാപ്, കേബോൺ, ഷാൻ, കാബോയ് നിങ്ങളുടെ 3 പേരുടെയും റാങ്ക് അപ്പ് ചെയ്യുകയാണ്. പിന്നെ എലോസാൻ ലെവൽ 3 പോകുന്നു. കാരണം അവൻ ക്ലാസ്സിൽ ടോപ്പറാണ്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അസ്മോളിസിനെക്കാട്ടും മാർക്ക് അവനുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഇരുമാൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഈ ക്ലാസ്സിൽ ആരാണ് ഏറ്റവും ഇമ്പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ അതാണ് ഇരുമ. അവൻ്റെ മാർക്കാണ് 81 ഔട്ട് ഓഫ് 163. ഇരുമ കാലയ്ക്കോ സെൻസേനോട് ടാങ്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് ബലൻ സെൻസേൻ്റെ അടുത്തേക്ക് ഓടിപ്പോന്നു. എന്നിട്ട് അവൻ ബലൻ സെൻസേനെ തട്ടി താഴെ വീഴുന്നു. അപ്പോൾ ബലൻ സെൻസേനോട് ചോദിക്കുന്നു, ബലൻ സെൻസേ നിങ്ങളെന്താ മുടി മുറിച്ച് കളഞ്ഞേ? അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. എനിക്ക് 163 81 മാർക്ക് കിട്ടി. ബലൻ സെൻസിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവൻ്റെ കൈ പിടിച്ചിങ്ങനെ കറക്കുവാണ്. ഇരുമയ്ക്ക് തീ തുപ്പുന്ന ഒരു പൂവ് അവൻ സമ്മാനമായിട്ട് കൊടുക്കുന്നു. ഇരുമ പറയുന്നു, എനിക്കിതൊന്നും വേണ്ട, ഇത് തീ തുപ്പും. അപ്പോൾ ബാലൻസൻസ് പറയും, ഞാൻ അതിന്റെ ഉള്ളിലെ തീയെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട. പിന്നെ അവർ രണ്ടുപേരും ബെഞ്ചിലിരുന്ന് എന്തൊക്കെ സംസാരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി നീ എങ്ങനെയാണ് ഇവിടെ സർവൈവ് എല്ലാം ചെയ്യുന്നതെന്ന്, നിനക്ക് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. ഇരുമ പിന്നെയും ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് പിന്നെയും മുടി കുറച്ച്? അപ്പോൾ ബാലൻസൻസ് പറയുന്നു, എന്നെ കുട്ടികൾ കുറച്ചും കൂടെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വലിയ മുടി കാരണം ഞാൻ കുറച്ച് പേടിപ്പെടുത്തുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്. കാലയ്ക്കോ സെൻസോ ബലൻ സെൻസോനെ കാണാൻ വേണ്ടി വരുന്നു. അപ്പോൾ കാലയ്ക്കോ സെൻസിക്ക് ഞാൻ ചിരിവാരുകയാണ്. കാലയ്ക്ക് ചോദിക്കുന്നു, നീ എന്താണ് ഇങ്ങനെ നിന്റെ മുടിയെല്ലാം മുറിച്ച് കളഞ്ഞേന്ന്? പിന്നെ പറയുന്നു, നീയാണ് എൻ്റെ ലെവലിലുള്ളത്, നീയും ഞാനും മാത്രമാണ് ഈ സ്കൂളിൽ ലെവൽ 8 ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ലെവൽ 8 താഴെയാണ്. കാലയ്ക്കോ സെൻസി പറയുകയാണ്, നിന്റെ ബ്ലഡ് ലൈൻ മാജിക്ക് എന്താന്ന് വെച്ചാൽ നിന്നോട് ആർക്കും കളത്തിനും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ ആരും കോപ്പി അടിക്കാത്തത്. ഒരു കുട്ടിയുണ്ട് എൻ്റെ എബിലിറ്റിയിൽ നിന്നും രക്ഷപ്പെട്ടത്, അവനെ കുറിച്ച് ഞാനൊന്നും പറയുക എന്നോട്. ഇവിടെ ബാലൻസൻസ് ഇരുമേനെ കുറിച്ചാണ് പറയുന്നത്. ഇരുമേന്റെ സീനിയേഴ്സ് നാഷണൽ കോപ്പി അടിച്ചതിന് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അമേരി അങ്ങോട്ട് വന്നിട്ട് ഫെയിലായ കുട്ടികളുടെ പേരെല്ലാം നോക്കുകയാണ്. ഇരുമേന്റെ പേരില്ലാത്തതുകൊണ്ട് അവൾക്ക് സന്തോഷമായി. ഇരുമ ജയിച്ചുകൊണ്ട് നന്നായി. അവൾ ഇരുമ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് എല്ലാം റെഡിയാക്കി വെക്കുന്നു. അപ്പോൾ അവൾ നോക്കുമ്പോൾ കൊണ്ട് ഡോറ് തുറക്കുമ്പോൾ അവൾ വിചാരിക്കും ഇരുമയാണ് വന്നതെന്ന്. പക്ഷെ ഇരുമേന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നതാണ് ക്ലാര. കാരണം ഇരുമ എല്ലാ ബോയ്സിന്റെയും കൂടെയാണ്. അവർ എക്സാം ജയിച്ചതിന്റെ സന്തോഷത്തിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാര ഈ കാര്യങ്ങളെല്ലാം അമേരിയനോട് പറയുകയാണ്. പക്ഷെ ഇനിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ശരി ബൈ. ക്ലാര അമേരിയനെ വലിച്ചുകൊണ്ട് പോയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അവൾ കൊണ്ടുപോകുന്നത് ഒരു റൂമിലോട്ടാണ്. ആ റൂമിൽ ഗേൾസ് ടോക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ ഗേൾസും വന്നിരിക്കുന്നു. എന്നിട്ട് എല്ലാവരും അവരുടെ ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നീളമുള്ള പെണ്ണിന്റെ പേരാണ് എലിസബത്ത്, വെള്ളമുടിയുള്ളവരുടെ പേരാണ് ഗ്രോസൈൽ, പിന്നെ ക്ലാരയാണല്ലോ, പിന്നെ അമേരി. എലിസബത്ത് അമേരിയോട് ചോദിക്കുകയാണ്, മാഡം നിങ്ങളുടെ മുടി അങ്ങനെ ഇത്ര സിൽക്കായിട്ടിരിക്കുന്നത്, ഏത് ഷാമ്പു ഉപയോഗിക്കുന്നത്? അമേരി അവളുടെ ഷാമ്പുവിനെ കുറിച്ച് പറയുകയാണ്. പിന്നെ അവരുടെ ഷാമ്പുവിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ക്ലാരയോട് ചോദിക്കുന്നു, നീ എന്ത് ഷാമ്പു ഉപയോഗിക്കുന്നത്? സോപ്പ്. കണ്ടീഷൻ എന്താ ചെയ്യുന്നത്? സോപ്പ്. മുഖത്തെന്ത് തേക്കുന്നത്? സോപ്പ്. ഈ കാര്യം കേട്ടിട്ട് എല്ലാ പെൺകുട്ടികളും ഷോക്കായി പോയി. അവർ പറയുന്നു, ഞങ്ങളുടെ ഷാമ്പു നിനക്ക് നീ പ്ലീസ് അത് ഉപയോഗിക്കുക. പിന്നെ അവർ പാട്ട് പാടാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ ഇരുമേനോട് എന്താ പാടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ ഡെമിഡോളിന്റെ പാട്ട് പാടുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി അവന് കുറുമീൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ ചായയും കുപ്പീസെല്ലാം തിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലിസബത്ത് പറയുന്നു, നമുക്കിനി റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം. അത് കേട്ടിട്ട് എല്ലാ പെൺകുട്ടികളും കുറച്ച് എക്സൈറ്റ് ആവുകയാണ്.
ക്ലാരേനോട് അവള് ആരെ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ ചാടി പറയാണ് ഇറമേനെന്ന്. അമേരിന്റെ തല താഴ്വ ഇടിക്കുന്നു. ഈ പ്രാണിക്ക് ആരെങ്കിലും ഇഷ്ടമൊക്കെയാണോ? അവള് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവളൊരു സുന്ദരിയായ പെൺകുട്ടിയാണ്. ഇവിടെ ഒരു പെൺകുട്ടിയാണ്, എനിക്ക് ഇവിടെ ഇറമേന്റെ അടുത്ത് നിന്ന് മാറ്റിയിരിക്കണം. എലിസബത്ത് പറയുന്നു അവന്റെ കീവൽ സൈക്കിളിൽ അവൻ കൂളാണ്, അതിവരുടെ ക്രോസയിലും കുറച്ച് നാണിക്കുവാണ്. അമേരി ചിന്തിക്കുന്നത് എനിക്ക് ഇത്രയും എതിരാളികളുണ്ടല്ലേ. എന്നിട്ട് അവള് മാങ്കയുമായിട്ട് അവളുടെ ജീവിതം റിലേറ്റ് ചെയ്യുകയാണ്. പിന്നെ അവരെല്ലാവരും അമേരിയോട് ചോദിക്കുകയാണ് നിനക്കാരും ഇഷ്ടമെന്ന്. അപ്പോൾ അമേരി ഒന്നും പറയുന്നില്ല. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ലാര പറയുന്നു എനിക്ക് സാബ്നോസിനെ ഇഷ്ടമാണ്, ലൈബ്രറിയനെ ഇഷ്ടമാണ്, അസ്മോഡിയസിനെ ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരും ഇഷ്ടമാണെന്ന്. അമേരി ചോദിക്കും നിനക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഇഷ്ടം തന്നെയല്ലേ? ക്ലാര നീ ഇരുമയായിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ക്ലാര നാണിച്ചുകൊണ്ട് പറയുകയാണ് എനിക്കതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അമേരി ചിന്തിക്കുകയാണ് അവനെ ഇരുമയും കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നു. പിന്നെ അവർ കല്യാണത്തിന്റെ പേര് ഇങ്ങനെ വഴക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരെ എൻഗേജ്മെന്റ് ചെയ്യണം, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരങ്ങനെ പറഞ്ഞ് അവർ മടുത്ത് താഴെ വീഴുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഇരുമ വന്നിട്ട് പറയുകയാണ് എനിക്കിനി സമയമുണ്ട്, നമുക്ക് മാങ്ക വായിച്ചാലോ. അപ്പോൾ ഗേൾസ് എല്ലാം കൂടി ഇരുമനെ അടിച്ച് പുറത്താക്കുന്നു. പിന്നെ അവസാനം എല്ലാ ഗേൾസും കൂടി അവരുടെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് സുഹൃത്തുക്കളാവുകയാണ്. നമുക്ക് കാണാനായി പറ്റുന്നത് ഇരുമേന്റെ മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തിലാണ്. മുത്തശ്ശൻ പറയുകയാണ് അവന്റെ എക്സാം എല്ലാം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ അവനെ എല്ലാ സ്ഥലവും കറക്കാൻ വേണ്ടി കൊണ്ടുപോകും, അവനെ നെതർ വേൾഡിൽ എല്ലാം ചുറ്റിക്കാണിക്കും. ഒപ്പേര അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് സാർ ഞാൻ നിങ്ങളെ സഹായിച്ചുകൊണ്ട് ഒരു ഫേവർ തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നോ, ആ ഫേവർ ഇപ്പൊ ഒന്ന് ചെയ്തു തരാമോ? എന്താണ് ആ ഫേവർ നീ പറ. എന്നിട്ട് അവനെന്തോ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. സ്കൂളിലോട്ട് വന്നിട്ട് കാലേക്കാനോട് പറയുകയാണ് നീ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ പോയിട്ട് കുട്ടികളുടെ പഠിത്തത്തെ പറ്റി പറഞ്ഞ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കണം, എന്നിട്ട് പാരന്റ്സ് ടീച്ചർ മീറ്റിംഗ് നടത്തണം. ഇതായിരുന്നു ഒപ്പേരച്ചാന്റെ ഫേവർ മുത്തശ്ശനോടുണ്ടായിരുന്നത്. അതെന്നിട്ട് അങ്ങനെ ചോദിച്ചെന്ന എപ്പിസോഡിനെ തുടർന്ന് നമുക്ക് കാണാൻ പറ്റും. കാലേക്കോ ടീച്ചർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവനെ എതിർക്കാനെല്ലാം നോക്കി, പക്ഷെ അവനൊന്നും പറയാൻ പറ്റിയില്ല. എന്നിട്ട് മുത്തശ്ശൻ അങ്ങനെ സന്തോഷത്തോടെ നടന്നു പോകുന്നു. നെതർ വേൾഡിൽ ഒരു റൂളുണ്ട്, എന്തെന്ന് വെച്ചാൽ അവരുടെ മേലോട്ടുള്ള റാങ്കിലുള്ള ആൾക്കാർ എന്താ പറയുന്നത് അതെന്തായാലും കേൾക്കണം. കാലേക്കോ ചിന്തിക്കുകയാണ് ഞാൻ എല്ലാവരുടെയും വീട്ടിൽ പെട്ടെന്ന് പോയിട്ട് എല്ലാം തീർക്കും. ആദ്യം തന്നെ കാലേക്കോ അസ്മോഡിയസിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. കാലേക്കോ ചോദിക്കുന്നു നിന്റെ പാരന്റ്സ് എല്ലാം അവിടെ പോയി. അപ്പോൾ അസ്മോഡിയസ് പറയുന്നു അവര് ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് അവന്റെ ബട്ട്ലറാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. എന്നാ കുഴപ്പമില്ല, ഇനി നീ പറ നിനക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? അപ്പോൾ അവൻ പറയോ എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇരുമയാണ്. കാലേക്ക് ചോദിക്കുന്നത് ഇരുമ അല്ലാണ്ട് വേറെന്താ? അവൻ പറയോ ഇരുമ തന്നെ, അല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? അങ്ങനെ ഒന്നുമില്ല. അവന്റെ കസിൻ അങ്ങോട്ട് വന്നിട്ട് പറയാണ് നീ ഞങ്ങളുടെ കൂടെ കളിക്കലൊന്നും ഇല്ലല്ലോ, നീ എപ്പോഴും ആ ഇരുമേനെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്ത് ദുഷ്ടനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരവിടുന്ന് പോകുന്നു. അസ്മോഡിയസ് അവരെ തടഞ്ഞു നിൽക്കാൻ വേണ്ടി അവരുടെ പുറകെ പോകുന്നു. അപ്പോൾ അവന്റെ ബട്ട്ലർ പറയുന്നു അസ്മോഡിയസ് എപ്പോഴും ഇരുമേനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെ പറ്റിയും കൂടി കുറച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ ഒരു നല്ല ടീമിനാകാൻ പറ്റും. എനിക്കറിയാം നെതർ വേൾഡിലെ ഒരു റൂളാണ്, ഒരു ടീം മറ്റേ ടീമിന് തോറ്റാൽ അയാളുടെ ലോയാലിറ്റി മൊത്തം മറ്റേ ആൾക്ക് ഉണ്ടാവണം. പക്ഷെ അവന്റെ കാര്യം കൂടെ നോക്കി അവൻ്റെ ഒരു നല്ല ടീമിനാകാൻ പറ്റും. പിന്നെ അത് ഇരുമയ്ക്ക് ഒരു നല്ല കാര്യം കൂടിയാണ്. അത് കേട്ടിട്ട് അസ്മോഡിയസിന്റെ ബട്ട്ലർ ചോദിക്കുകയാണ് ഇതിപ്പോ ഇങ്ങനെ ആകുക? അങ്ങനെ അവൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അസ്മോഡിയസിന്റെ ബട്ട്ലർ കാലക്കുവിനെ പിടിച്ചു വെച്ചിട്ട് അവന്റെ കഥ മൊത്തം പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ എങ്ങനെ ഇതായെന്നൊക്കെ പറ്റി പറയുകയാണ്. ഇതും കൂടെ പറയുകയാണ് അസ്മോഡിയസ് ചെറുപ്പത്തിൽ ഭയങ്കര ടാലന്റഡ് ആയിരുന്നു, അവന്റെ അടുത്ത് ഒരാളും വരില്ലായിരുന്നു. പക്ഷെ ഇരുമേനെ കണ്ടുമുട്ടിയതോടെ അവന്റെ സ്വഭാവം മൊത്തം മാറി. കൂടാതെ അസ്മോഡിയസ് ഇരുമയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വരെ ഉണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കാലക്കോ ടീച്ചർ ഭയങ്കര ക്ഷീണിച്ചു. പിന്നെ അടുത്ത വീടെന്ന് വെച്ചാൽ അത് ക്ലാരന്റെ വീടായിരുന്നു. അവൻ ഡോർ തുറന്ന് ഉള്ളിൽ കയറി ഉടനെ പറഞ്ഞു ഇന്നത്തെ പണി കഴിഞ്ഞു, എന്നാൽ ഞാൻ പോട്ടെ. ഇനി ക്ലാരന്റെ കുടുംബക്കാരെല്ലാവരും കൂടി അവരെ പിടിച്ചു വെക്കുകയാണ്. ക്ലാരന്റെ അനിയനും അനിയത്തിയും കൂടെ അവരെ കടിക്കുവാണ്. കാലേക്കോനെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയിട്ട് അവരൊരു പാട്ട് പാടുകയാണ്. എന്തോ ഒരു പാട്ടാണ് പാടുന്നത്. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കാലേക്കോനോട് ക്ലാരന്റെ അമ്മ ഇന്റർവ്യൂ ക്വസ്റ്റ്യനുകളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലേക്കോ ചോദിക്കുന്നത് നിങ്ങളെന്തിനാ എന്നോട് ചോദ്യം ചോദിക്കുന്നത്, ഞാനല്ല ഇങ്ങോട്ട് ചോദിക്കണ്ടേ. കാലേക്കോനെ അവരെല്ലാരും കൂടി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ക്ലാരന്റെ ചേട്ടൻ വരുന്നു. അവന്റെ പേരാണ് ഊരാറ. അവരാണെങ്കിൽ ഭയങ്കര മെച്യൂർ ആയിട്ടുള്ള ഒരു ചെക്കനാണ്. അവനെ കണ്ടു പറഞ്ഞാൽ കാലേക്കോ ചോദിക്കുകയാണ് നിങ്ങൾ ഇവനെ കിഡ്നാപ്പ് ചെയ്തതല്ലേ? അവർ പറയാണ് ഇവന് റേറ് ചെക്കനാണ്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. ആ ചെക്കൻ നല്ല റെസ്പെക്ട്ഫുള്ളി കാലേക്കോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. കാലേക്കോ ക്ലാരന്റെ അമ്മേനോട് അവളെ പറ്റി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവള് ഭയങ്കര കുർത്തക്കേടുള്ളതാണ്, അവളെ എല്ലാവരും ശല്യപ്പെടുത്തും, എന്നെ ശല്യപ്പെടുത്തും. പക്ഷെ അവളൊരു സ്ട്രോങ് ടീമനാണ്. അവളുടെ എബിലിറ്റി എന്താ അവളുടെ അടുത്ത് ആരാണോ ഇരിക്കുന്നത് അവർ ശാന്തരാക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ക്ലാരന്റെ അമ്മ എല്ലാവരും കൂടെ അവനെ പിടിച്ച് ഒരു 2 മണിക്കൂർ അവിടെ പിടിച്ചു നിർത്തുന്നു. ഇവിടുന്ന് അടുത്ത വീട്ടിലോട്ട് പോകുന്നത് ഗേമോന്റെ വീട്. അവന്റെ അച്ഛൻ പറയുന്നത് എന്നോട് നീ ഫൈറ്റ് ചെയ്യുക. പിന്നെ ജാസിന്റെ വീട്ടിലോട്ട് പോകുന്നു. അവന്റെ ചേട്ടനാണ് കാലക്കൊന്റെ പേഴ്സ് അടിച്ച് മാറ്റാൻ നോക്കുവാണ്. പിന്നെ ഷാക്സിന്റെ വീട്ടിൽ പോകുന്നു. ഷാക്സിന്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ പെങ്ങള് അവനെ അടിക്കുന്നു. പിന്നെ കാമോയിന്റെ വീട്ടിൽ പോകുന്ന അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. പിന്നെ ഈ ഉറങ്ങുന്നതിന്റെ വീട്ടിൽ പോകുന്ന അവിടെയാണെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എലോസിന്റെ വീട്ടിൽ പോകുന്ന അവിടെയാണെങ്കിൽ അവരെല്ലാവരും കണ്ടിട്ട് അവൻ കൺഫ്യൂഷൻ ആവുകയാണ്. അതിനുശേഷം എലിസബത്തിന്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ എലിസബത്ത് ഒറ്റയ്ക്കായിരുന്നു. അവളാണെങ്കിൽ അവന് പെൺകുട്ടികളുടെ എല്ലാ സാധനവും കൊടുക്കുവാണ്. എല്ലായിടത്തും പോയി മടുത്ത് അവസാനം ഇറുമേന്റെ അടുത്തേക്ക് പോവാണ്. ഇറുമേന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവനെ പൊക്കി പിടിച്ചിട്ട് എന്നെ ചേർന്ന ടീമിന്
എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു. എനിക്ക് വേറെ ആരെയും കാണാന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒപ്പേരസാൻ വരുന്നു. ഒപ്പേരസാനെ കണ്ടുവരണം അവൻ അങ്ങ് പേടിച്ചു പോകുന്നതാണ്. ഒപ്പേരസാൻ പറയാണ്, ഓ കാലൊക്കെ കണ്ടിട്ട് കുറേ ആയല്ലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അങ്ങോട്ടേക്ക് ചേർഡീമൻ വരുന്നു. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നത്, കാലക്കോ സ്കൂളിലായിരുന്നപ്പോൾ ഒപ്പേറ അവരുടെ സീനിയർ ആയിരുന്നു. ഇപ്പൊ നമ്മളോട് കാലക്കോന്റെ ബാക്ക് സ്റ്റോറി പറയുകയാണ്. കാലക്കോ ചെറുപ്പത്തിൽ ഭയങ്കര സ്ട്രോങ്ങും മറ്റുള്ളവരെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു കറുത്ത മുടിയുള്ള കാണാൻ നല്ല ഒരാളെ എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എല്ലാവരും വിചാരിക്കുന്നത് കാലക്കോ ആണെന്നാണ്. ശരിക്കും അത് കാലക്കോ അല്ല, അത് വേറെ ആരോ ആണ്. കാലക്കോ അത് അന്വേഷിച്ചപ്പോൾ അത് ഒപ്പേരസാൻ ആണെന്ന് മനസ്സിലാവുന്നു. അത് മനസ്സിലാക്കിയ ഉടനെ ഒപ്പേരസാൻ കാലക്കോനെ എപ്പോഴും ബുളി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഒപ്പേരസാനെ കാലക്കോയ്ക്ക് എപ്പോഴും പേടിയായിരുന്നു. ഇറുമേനെ പറ്റി കാലക്കോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും ഒപ്പേരസാനും കൂടി അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലക്കോ അവന്റെ നോട്ട് തുറന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇറുമേനെ പറ്റി വായിക്കുകയാണ്. തുടക്കത്തിൽ അവൻ എല്ലാ കുട്ടികളുമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ മാർക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവൻ നല്ല മാർക്കെല്ലാം മേടിച്ചു. അങ്ങനെ അവനെ പറ്റി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. മുത്തശ്ശൻ ആ ബുക്ക് മേടിച്ചിട്ട് ഇറുമേനെ കാണിക്കുകയാണ്. ഓ കാലക്കോ ടീച്ചർ എല്ലാ കുട്ടികളെ പറ്റി ഇങ്ങനെയല്ലേ എഴുതി വെക്കുന്നുണ്ടല്ലേ? കാലക്കോ ടീച്ചർ എല്ലാ കുട്ടികൾക്കും വേണ്ടി നല്ലതാണ് ചിന്തിക്കുന്നതല്ലേ? കാലക്കോ ഇതെല്ലാം പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒപ്പേരസാൻ പറയാണ്, കാലക്കോ നീ ഇവിടെ തന്നെ രാത്രി മൊത്തം നിന്നോ? ഇല്ല ഇല്ല, ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ ഒപ്പേരസാൻ ഒരു സമന്യം സീലെടുത്തിട്ട് ഇറുമേന്റെ കയ്യിൽ ഒട്ടിച്ച് അവനെ സമൻ ചെയ്യുന്നു. എന്നിട്ട് രാത്രി മൊത്തം അവിടെ അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പിന്നെ അടുത്ത ദിവസം കാലക്കോ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ ലീവെല്ലാം തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ പാരന്റ്സിനെ എല്ലാം കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹോംവർക്ക് എല്ലാം ഡബിൾ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കാലക്കോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അടുത്ത സീനിൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം പുറത്തു വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഇരുമ നമുക്ക് വാട്ടർ പാർക്കിലോട്ട് പോകാമെന്ന്. അത് ശരിക്കും ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. പിന്നെ അവരെല്ലാവരും കൂടെ അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇരുമേന്റെ ഗ്രാൻഡ്പ അവന് വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. പിന്നെ ഞാൻ നിന്റെ കൂടെ കുറച്ച് ബോഡി ഗാർഡിനെ കൂടെ അയക്കാം. അടുത്ത സീനിൽ നറേറ്റർ പറയുകയാണ്, പണ്ടത്തെ കാലത്തെ ഡീമൻ കിങ് എപ്പോഴും ഈവിൽ സൈക്കിളിലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒരിക്കലും സ്വന്തം തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. അവന് കുറച്ച് ശാന്തനാകാനും അവനെ പോലെയുള്ള ഡീമനെ ശാന്തനാകാനും വേണ്ടിയിട്ടാണ് ഇതേപോലത്തെയുള്ള വാട്ടർ പാർക്ക് ഉണ്ടാക്കിയത്. ഈ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പേരാണ് വാട്ടർ പാ. അടുത്ത സീനിൽ വാട്ടർ പാർക്കിലോട്ട് എല്ലാ കുട്ടികളും എത്തിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിന്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ്. എല്ലാവരും വെറൈറ്റി ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ജാസിനെ കണ്ടിട്ട് ഇറുമ പറയാണ്, ജാസ് നിന്റെ ഈ വിസില് കൊള്ളാലോ. ജാസ് പറയും, ഞാനിതെന്റെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് മേടിച്ചതാ. എല്ലാ കുട്ടികളും പറയുന്നു, ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കും എന്നും പറഞ്ഞ് അവർ ക്യാമറ തിരിക്കുമ്പോൾ കാലേക്കോ ഒപ്പേറ ബെല്ലം ഇവരെ കാണിക്കുകയാണ്. ഇവരാണ് ആ ബോഡി ഗാർഡ് ഗ്രാൻഡ്പ അസൈൻ ചെയ്തിരിക്കുന്നവർ. കാലേക്കൊക്കെയാണ് ഭയങ്കര ദേഷ്യം വരുന്നത്. അവനെന്താണ് ഇങ്ങനത്തെ ജോലിയെല്ലാം കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒപ്പേരസാൻ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഇത് നമ്മുടെ സീനിയർ എന്നാണ്, ഈ കാര്യം നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. ബാലൻസൻസ് വരെ ഒപ്പേരസാന്റെ കൂടെ നിൽക്കുവാണ്. ഇറുമി വയ്ക്കുന്നു, അലോസിയറോട് പോയി. അവർ പറയുന്നു, അലോസിയർ മറ്റേ ടീച്ചറിന്റെ കൂടെ സെമിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ അകത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ഇറുമ പറയുന്നു, നിൽക്ക്, ഞാൻ ഒരാളെയും കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അയാളും കൂടെ വരട്ടെ. അപ്പോൾ അയാൾ കാണിക്കുകയാണ്, അത് അമേരിയാണ്. അവൾ നല്ല ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അവൾ വന്ന് പറഞ്ഞ ഇരുമേൻ്റെ അടുത്ത് വന്നിട്ട്, ഇത് നമ്മൾ രണ്ടുപേർക്കുള്ള ഡേറ്റിംഗ് അല്ലായിരുന്നു, നീ എന്തിനാ ഇവരെല്ലാവരും വിളിച്ചതെന്ന് പറഞ്ഞ് മെസ്സേജ് കാണിക്കുന്നു. അപ്പോൾ ഇരുമ പറയുന്നു, ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമേരി നോക്കിയിട്ട് പറയാണ്, ആ നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ നല്ല ഡ്രസ്സ് ഇട്ട് ഒരുങ്ങി എല്ലാം വൃത്തിയായിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഡേറ്റ് ആണ്, പക്ഷെ ആ ഡേറ്റും അല്ലായിരുന്നു. അത് ചിന്തിച്ചിട്ട് അവൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അടുത്ത സീനിൽ വാട്ടർ പാർക്ക് തുറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാ കുട്ടികളും എവിടെ പോകേണ്ടതെന്നൊന്നും തീരുമാനിക്കുന്നില്ല. പിന്നെ അവസാനം തീരുമാനിക്കുന്ന ഓരോ കുട്ടികളും ഓരോരോ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി കളിക്കാമെന്ന്. അപ്പോൾ അവരെ ഗാർഡിയൻസ് അവരെ പിടിച്ചെടുത്തിട്ട് പറയുകയാണ്, നിങ്ങളിങ്ങനെ ഓരോരോ സ്ഥലത്ത് നിങ്ങളിങ്ങനെ എങ്ങനെ നോക്കുക, എന്നിട്ട് ഇവരെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്. നമുക്കിനി ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഓരോരോ ഭാഗത്തോട്ടേക്ക് പോകാം. അപ്പോൾ ഒരുത്തം പറയുന്നത്, നമുക്ക് ഇതിലൊരു റൂൾസും കൂടെ ആഡ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഇതിൽ ഏത് ടീമാണോ കൂടുതൽ അങ്ങനെ ആഹ്ലാദിക്കുക അവർക്ക് ടീച്ചേഴ്സിൻ്റെ വക ഒരു സമ്മാനം ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് സന്തോഷിക്കുന്നവർക്ക് നല്ല 2 ഇരട്ടി ഹോംവർക്ക് ആയിരിക്കും കൊടുക്കുക. ഗേൾസ് എല്ലാം കൂടെ ഒപ്പേരസാൻ്റെ ടീമിലും പിന്നെ ബെലൻസെൻസിൻ്റെ ടീമിൽ ഇരുമ അസ്മോഡീസ് അങ്ങനെയുള്ളവർ. ബാക്കി എല്ലാവരും കൂടെ ഇപ്പോൾ കാലക്കോൻ്റെ ടീം വരുന്നു. അവർക്കാണ് ഭയങ്കര വിഷമമായിപ്പോയി. ഞങ്ങൾ എന്തായാലും പൊട്ടുമല്ലോ, അയ്യോ എന്താ ചെയ്യുക. ക്ലാര പറയുന്നു, അവൾക്ക് ഇരുമേൻ്റെ ടീമിലാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് ചാടി നിൽക്കുമ്പോൾ അമേരി അവളെ പിടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് അവൻ്റെ ടീമിൽ തന്നെയായിരുന്നു പോകേണ്ടിരുന്നത്. പക്ഷേ അസ്മോഡീസിന് ഭയങ്കര സന്തോഷമാണ്, അവന് ഇരുമേൻ്റെ ടീമിൽ തന്നെയാണ് വരുന്നത്. അവിടെയുള്ള ഗേൾസ് എല്ലാം പറയണം, അമേരി നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ, അന്ന് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് മേടിക്കാൻ പോയാലോ. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരു ഡ്രസ്സ് മേടിക്കാൻ കടയിൽ കയറുകയാണ്. കാലൊക്കേൻ്റെ ടീമിലുള്ള പിള്ളേരെല്ലാവരും കൂടി ഒരു മൂലക്ക് വരുന്നിട്ട് എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പെറുവിർത്തോണ്ടിരിക്കുകയാണ്. ബെറൻസൻസിന്റെ ടീമിലെ അസ്മോഡീസും സ്ഥാപനവും ഇപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇരുമ പാർക്കെല്ലാം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. അവൻ ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാം കാണുന്നത്. അതുകൊണ്ട് ഇരുമ നോക്കുമ്പോൾ കുറെ പേര് കൈവൊക്കെ ഇങ്ങനെ ടാറ്റ കൊടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ടപ്പോൾ അവൻ നോക്കുമ്പോൾ അതാണ് റോണോ. സീസണിന്റെ തുടക്കത്തിൽ കണ്ടില്ലേ,
അവൻ മറ്റേ സ്റ്റുഡന്റ് കൗൺസിലിൽ പ്രസിഡന്റ് ആകാൻ വേണ്ടി നിന്നില്ല അവൻ. പിന്നെ ഇറുമേനെയും അസ്മോഡീസിനെയും കണ്ടുവരുന്ന അവൻ പറയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം? അവൻ പറയുകയാണ്, ഈ വാട്ടർ പാർക്ക് മൊത്തം അവന്റെ അച്ഛൻ്റെയാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഭാഗത്ത് എല്ലാം നോക്കാൻ വേണ്ടിയുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് മൊത്തം ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ്. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അച്ഛന്റെ കമ്മിയിലത്തെ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വന്നു. അവൻ റോവയെ തടയുന്നു. ഇരുമേന്റെ ഗ്യാങ് ആയിക്കാണ്, നിനക്ക് ഇതിനെ പറ്റി ഇത്രയും നന്നായിട്ട് അറിയെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് പറഞ്ഞു തരുമോ? റൊനോവോ പറയാണ്, ഇവിടുത്തെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രിസനാണ്. നിങ്ങൾക്കറിയാവോ ഇത്രയും വലിയ സ്ഥലത്ത് ഇങ്ങനെ ഇതിന്റെ പവർ കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന്? ഇതിന്റെ അടിയിൽ ഒരു പ്രിസണാണ്, അവിടെ ക്രിമിനൽസിനെ കൊണ്ടുവന്നിട്ട് അവരുടെ മാനം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ വാട്ടർ പാർക്ക് പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ അടുത്ത സീനിൽ കാണിക്കുന്നു, അവിടെ കീരി ഉള്ളതായിട്ട് കാണിക്കുകയാണ്. ഇവ ഫസ്റ്റ് സീസണിൽ ആ പരിപാടി നശിപ്പിക്കാൻ നോക്കില്ല, അവനാണവൻ. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവിടുത്തെ പ്രിസണേഴ്സ് എല്ലാവരും അവരുടെ മാന ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരുത്തൻ്റെ എന്തോ തെറ്റ് പറ്റിയിട്ട് ഇതിലെന്തോ മിസ്റ്റേക്ക് പറ്റുവാണ്. അപ്പോൾ ഏതോ ഒരാൾ ഇവനെ കൊണ്ടുപോയിട്ട് ഒരു ഫൈറ്റിംഗ് ക്ലബ്ബിൽ ഇടുന്നു. അവിടുത്തെ ഗാർഡ്സ് എല്ലാം അവന് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ മറ്റവനാണെങ്കിൽ അവനെ ഫൈറ്റ് ക്ലബ്ബിലോട്ടാണ് കൊണ്ടുപോയത്. അവിടെയാണെങ്കിൽ മൊത്തം ഈവിൽ സൈക്കിളിലുള്ള ഡീമൻസ് മാത്രമാണ് ഉള്ളത്. ഇവനെ ആദ്യം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു, പക്ഷേ കീരിയോനെ അറിയുന്നതുകൊണ്ട് ഇവരങ്ങനെ അറ്റാക്ക് ഒന്നും ചെയ്തില്ല. പിന്നെ ഇവന്റെ കൂടെ തമാശയൊക്കെ കളിച്ചിങ്ങനെ നിന്നു. കീരിയോ പറയുകയാണ്, ഇന്നത്തെ ദിവസം ഒരു അറ്റാക്ക് നടക്കും, അത് ചെയ്യുന്നതാണ് സിക്സ് ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ അവർക്കൊരു പ്രോപ്പർ ഡീമൻ ആകണം എന്നുള്ളവരാണ്. അവരുടെ അഭിപ്രായത്തിൽ ഈ എഡ്യൂക്കേഷൻ സൊസൈറ്റി അങ്ങനത്തെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് സാവേജിലോട്ട് നോക്കണം എന്നാണ്. കീരിയോ പറയാണ്, അവന് സിക്സ് ഫിംഗേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി അവരെന്തായാലും വരും. പിന്നെ അവിടെയുള്ളവർ അവനെ പ്രശംസിക്കുകയും പിന്നെ അവരുടെ ലോയാലിറ്റി മൊത്തം ഇവന് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ അടുത്ത സീനിൽ കാണാൻ പറ്റുന്ന മേരി അവരുടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഡ്രസ്സെല്ലാം ഇട്ട് സുന്ദരിയായിട്ട് വന്നു. പിന്നെ അതേപോലെ ക്ലാരയും ഡ്രസ്സ് മാറി നന്നായിട്ട് വരാൻ നോക്കി. അവള് മെർമൈഡിന്റെ ഡ്രസ്സ് ഇടാനാണ് നോക്കിയത്, പക്ഷെ അവൾക്ക് അത് ചേരുന്നില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫെല്ലാം ഇറങ്ങി വന്നിട്ട് ക്ലാരയ്ക്ക് അസിസ്റ്റന്റ് ചെയ്യുന്നു. ഒരുത്തൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ക്ലാരയ്ക്ക് ഒരു നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇവരെല്ലാം വാട്ടർ പാർക്കിലെ സ്റ്റാഫുകളാണ്. ഇവരുടെ ഡ്യൂട്ടി എന്തെന്നാലും ഇവിടെ വരുന്ന കസ്റ്റമർ എല്ലാവരും നോക്കണം. അടുത്ത സീനിൽ കാരക്കോന്റെ ടീമിനെ കാണിക്കുന്ന അവർ ഭയങ്കര സങ്കടത്തിലാണ്. എന്നിട്ടും അവർ കാരക്കോന്റെ തലയിൽ ഒരു പൂവ് വെച്ച് അവന് മിൽക്ക് ഷേക്ക് എല്ലാം കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കാലിക്കോനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ അതൊന്ന് പുറത്ത് കാണിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇരിക്കും അവർക്കൊരു മെസ്സേജ് വരുന്നത്. അതിലാണെങ്കിൽ മറ്റേ പെണ്ണുങ്ങളുടെ ടീമെല്ലാം ഭയങ്കര എൻജോയ് ചെയ്യുകയാണെന്ന്. അപ്പൊ അവരുടെ മുമ്പിലൊക്കെ രണ്ടുപേരും വരുന്നു. അവര് ഗുണ്ടേനെ പോലെയാണ് കാണാനിരിക്കുന്നത്. അവർ അറ്റാക്ക് ചെയ്യുന്ന വിചാരിച്ചത്, പക്ഷെ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അങ്ങോട്ട് വന്നത്. ഇവരവിടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നത്. അവരുടെ കൂടെ ഷൂട്ടിങ്ങിന്റെ ഗെയിം എല്ലാം കളിച്ചിട്ട് ഇവര് തോറ്റുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവരെല്ലാരും കൂടെ കൂട്ടുകാരായിട്ട് അവർ ഫോട്ടോ എല്ലാം എടുത്ത് ഗ്രൂപ്പിലിടുന്നു. ഇവര് ശരിക്കും വാട്ടർ പാർക്കിലെ സ്റ്റാഫുകളാണ്. പിന്നെ അവരെല്ലാരും കൂടെ തീരുമാനിക്കുകയാണ് ഈ ഇരുണ്ട വഴി കൂടെ പോയി നോക്കാന്ന്. അപ്പൊ കാലൊക്കെ അവരെ തടയുന്നു. നിങ്ങൾ ഇതിന്റെ ഉള്ളിലോട്ട് പോകരുത്, ഇതിന്റെ ഉള്ളിൽ മൊത്തം ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഉള്ളത്. ഇവിടെയുള്ള എല്ലാവരും ആണെങ്കിൽ ഈവിൾ സൈക്കിളിലുമാണ് ഉള്ളത്. നിങ്ങൾ ആരെയും അങ്ങോട്ട് അലൗഡ് ചെയ്യൂല. പിന്നെ അടുത്ത സീനിൽ നമ്മളെ കാണിക്കുകയാണ്, ഇരുമേരണവും എല്ലാ റൈഡും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവര് അടുത്ത റൈഡിലോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ ഓടാൻ വേണ്ടി നിന്നപ്പോ ഇരുമയാണെങ്കിൽ അറിയാണ്ട് ഈവിൾ സൈക്കിളിലുള്ള ആൾക്കാരുള്ള ആ ഭാഗത്തേക്ക് കയറി പോവാണ്. അവൻ ആ ഏരിയന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ അവനങ്ങ് പേടിച്ചു പോവാണ്. അവനിപ്പോ എന്താ ചെയ്യാൻ ചിന്തിക്കുന്നു. അതിന്റെ ഇടയ്ക്കുന്ന ഒരുത്തൻ വന്നിട്ട് ഇരുമേനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കുവാണ്. ഇരുമയാണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊരു വെള്ളം മുടിയുള്ള ഒരുത്തി വന്നിട്ട് ഇരുമേനെ രക്ഷിക്കുന്നു. എന്നിട്ട് അവൾ അയാളോട് പറയാണ്, നീ എന്തിനാ എന്റെ അനിയനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ഇരുമേനെ പുറത്തു കൊണ്ടാക്കിയിട്ട് പറയുന്നു, നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, ഇതിന്റെ ഉള്ളില് നീ ഇങ്ങനെ കയറാനൊന്നും പാടില്ല കേട്ടോ. പിന്നെ അവര് കുറച്ചേരം സംസാരിച്ച് അവരവരുടെ വഴിയിലോട്ട് പോയി. അവള് നോക്കുമ്പോൾ ഇരുമ കുറച്ച് നെർവസ് ആയിരിക്കുന്നു. അപ്പൊ അവളൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് അവനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ കുട്ടികളെ കാണാണ്ടായി പോകുമ്പോ ഇവിടെ നിന്നാണ് നോക്കുന്നതെന്നൊക്കെ പറയും. ഇത് പറഞ്ഞ് ഫെനസ്വേലിന്റെ മേലെ കയറി എന്നിട്ട് അവര് നോക്കുവാണ്. അപ്പോ അസ്മോഡസിനെ ബാക്കി എല്ലാവരും കാണുവാണ്. എന്നിട്ട് അവര് അതിന് താഴെ ഇറങ്ങിയിട്ട് അവിടെ പോയിരുന്ന് കുറച്ചേരം സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുവാണ്. അവളും ആ വാട്ടർ പാർക്കിലെ ഏജന്റ് ആയിരുന്നു. അവളും ഈ കുട്ടികളെ എല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇരുമ അവരിൽ നിന്ന് മാറിപ്പോയോണ്ട് അവൻ പണിഷ്മെന്റ് കിട്ടുവാണ്. അവന് ഒരു ഡ്രാഗന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് കുട്ടികളുടെ കൂടെ കളിക്കണം. അവര് സിക്സ് ഫിംഗേഴ്സിനെ പോലെ അഭിനയിക്കുകയാണ്. എന്നിട്ട് ഇരുമേന്റെ മേലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അവരാണെങ്കിൽ ഉറങ്ങുന്നവനെയും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റൊണോവോ അവന്റെ മുഖത്തുള്ള ഫേസ് മാസ്ക് എടുത്ത് കളയുന്നു. എന്നിട്ട് നോക്കുമ്പോൾ അവനാണെങ്കിൽ ഭയങ്കര സുന്ദരൻ. അത് കണ്ടിട്ട് അവൻ അങ്ങ് ഞെട്ടിപ്പോകുന്നു. അവൻ എന്നെക്കാട്ടും സുന്ദരനാണല്ലോ. എന്നിട്ട് ഇവനെ വലിച്ചുകൊണ്ട് പോയിട്ട് അവന്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് മുടിയെല്ലാം മാറ്റി നിർത്തുവാണ്. അപ്പോൾ അസിസ്റ്റന്റ് ബാലൻസിനോട് പറയണം, നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ, ഞാൻ അന്ന് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് ഒന്ന് വരാമെന്ന്. അവൻ ബോസിനോട് സംസാരിച്ചിട്ട് ആ ഷീഡനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അവിടെ ടെറസിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഷീഡ എന്ന് വെച്ചാൽ ആ വെള്ളമുടിയുള്ള പെൺകുട്ടിയാണ്. ഷീഡ, നമ്മുടെ വാട്ടർ പാർക്കിലെ പണി ഇനി നിർത്താം. ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ ജോലിയിലോട്ട് കിടക്കാം. ഇനി നമ്മൾ ഈ ഏരിയ നശിപ്പിക്കും സിക്സ് ഫിംഗേഴ്സ് ആയിട്ട്. അവര് കുറച്ചുപേര് എന്തോ ബോംബ് പോലത്തെ സാധനം എടുത്ത് ഇങ്ങോട്ട് എറിയുവാണ്. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നാണ്
നോക്കുകയാണെങ്കിൽ ഭയങ്കര അപകടകാരികളായ ഡീമൻസ് എല്ലാം പുറത്തിറങ്ങി വരുവാണ്. അതെല്ലാം കൂടെ വാട്ടർ പാർക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഈ വാട്ടർ പാർക്കിലുള്ള സ്റ്റാഫുകളാണ് ശരിക്കുള്ള 6 ഫിംഗേഴ്സ്. ഓരോ ബോംബിൽ നിന്നും വ്യത്യസ്തപരമായ മോൺസ്റ്ററുകളാണ് പുറത്തിറങ്ങി വരുന്നത്. ഒന്നിന്ന് ഒരു എലീനെ പോലെയുള്ള മോൺസ്റ്റർ, ഒന്നിന്നാണ് ഈ ഡ്രാഗൺ, പിന്നെ ഏതോ 2 തരത്തിലുള്ള ജീവികളും കൂടെ ഉണ്ട്. ബെലൻസൻസിന്റെ ടീമിലുള്ള പിള്ളേരെല്ലാം റൊണോവേന്റെ റൂമിലാണ് ഉള്ളത്. അവിടെ മറ്റേ ഉറങ്ങുന്നവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവന്റെ മേക്കപ്പ് ചെയ്യുന്നില്ല, അത് കാണാൻ വേണ്ടി പോയതാണ്. അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവൻ അവന്റെ മേഘത്തിൽ നിന്ന് താഴേക്ക് വീഴാണ്. അവൻ പറയുന്നു, ഇവിടെ എന്താ നിലത്ത് ഭയങ്കര ചൂട് പോലെയാണ് അനുഭവപ്പെടുന്നത്. ശരിക്കും ഈ ഭാഗത്ത് ഈ നിലത്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അവര് ചോദിക്കുന്നു, നിനക്കിത് എങ്ങനെ അറിയാം? ഇതിന്റെ ബ്ലഡ് ലൈൻ മാജിക് ആണ്. ഇതിന്റെ പേരാണ് മൈ ഏരിയ. ഈ പവർ വെച്ചിട്ട് നിലം മൊത്തം മാനിപ്പുലേറ്റ് ചെയ്യാണ്. അവിടെ നടക്കുന്ന എന്തെങ്കിലും അനക്കങ്ങളെല്ലാം മനസ്സിലാകാനും പറ്റും. അവൻ തുടർന്ന് പറയാണ്, ഈ ഭാഗത്തുനിന്ന് എന്തോ ഒരു 2-3 മുട്ടകൾ പോലത്തെ സാധനം വിരിഞ്ഞു വരുന്നുണ്ട്. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവനെന്തോ ഒരു ഫീലായി. അപ്പോൾ അവൻ പെട്ടെന്നൊരു സ്പെല്ല് ഉപയോഗിച്ച് അവരെന്തോ ഷീൽഡ് പോലത്തെ സാധനം ഉണ്ടാക്കുവാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ആ ബീസ്റ്റുകളെല്ലാം അൺലോക്ക് ആയിരിക്കുവാണ്. അന്നേരം ഇരുമേ അവന്റെ ടീമിലുള്ള എല്ലാവരും കൂടെ ഇവന് ടാൻസ് കൊടുക്കുകയാണ്, നീ ഞങ്ങളെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇരുമയ്ക്ക് സ്ട്രൈക്ക് ആയി. അവൻ 3 മുട്ടയുണ്ടെന്നല്ല പറഞ്ഞേ, ഇതൊന്നല്ലേ, ഇനി ബാക്കി 2 എവിടെയൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അമേരിന്റെ ടീമിന്റെ അടുത്ത് ഒരു എലീനെ പോലെയുള്ള ബീസ്റ്റ് വരികയാണ്. ഇരുമേന്റെ അടുത്ത് തന്നെ ഡ്രാഗന്റെ പോലത്തെ ബീസ്റ്റും, പിന്നെ കാലോക്കന്റെ അടുത്താണെങ്കിൽ മറ്റേ ഒരു പന്നീന്റെ പോലത്തേക്ക് മുകളിലുള്ള ഒരു ബീസ്റ്റും. കുട്ടികളെല്ലാം മേടിച്ച് ഓടാൻ വേണ്ടി നോക്കുവാണ്. അപ്പൊ കാലൊക്കെ പറയുന്നത്, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടെന്ന്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം പിന്നെ കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് കുട്ടികൾക്ക് മൊത്തം പേടിയാണ്. അവർ പിന്നെ ഓടാൻ വേണ്ടി നോക്കുന്നു. അപ്പൊ കാലൊക്കെ അവരെ പിടിച്ചിട്ട് നിങ്ങൾ ഇതിനെ ആക്രമിക്കണം. ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഷാക്സിന്റെ മേലെ ഈ ബീസ്റ്റ് അറ്റാക്ക് ചെയ്യാണ്. ഈ കാര്യം കാമുയി അറിഞ്ഞിട്ട് അവനെ നേരത്തെ രക്ഷിക്കുവാണ്. അപ്പോൾ ഷാക്സ് കാമുവിനോട് താങ്ക്സ് പറയുകയാണ്. കാമുയി ഷാക്സിനോട് പറയാണ്, എന്റെ ബ്ലഡ് ലൈൻ മാജിക്കിലാണ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്. അവന്റെ ഈ പവർ വെച്ചിട്ട് അവന് ബീസ്റ്റ് അല്ലെങ്കിൽ ആനിമൽസ് അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കിട്ടും. അന്നേരം ഈ ബീസ്റ്റ് പിള്ളേരുടെ മേത്ത് കല്ലെടുത്തെറിയുകയാണ്. ഗാപ്പ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ വിൻഡ് ബ്ലേഡ് ഉപയോഗിച്ച് അവരെ രക്ഷിക്കുകയാണ്. ഇപ്പൊ അവന്റെ എബിലിറ്റി എന്താണെന്ന് കൂടെ നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ കാലക്കോന്റെ ടീമിലുള്ള കുറച്ച് പിള്ളേര് ഇങ്ങനെ കൂടി നിന്നിട്ട് ചിന്തിക്കുകയാണ്, നമ്മൾ എങ്ങനെ ഇവനെ തോപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാക്സ് അവന്റെ എബിലിറ്റി ഉപയോഗിച്ചിട്ട് ആ ബീസ്റ്റിന്റെ കണ്ണൊന്ന് കാണാണ്ടാക്കണം. കാമുയി അവന്റെ ഫ്രണ്ട്ഷിപ്പ് എബിലിറ്റി വെച്ചിട്ട് ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യുകയും ജാസ് ഒരു ഫയർബോൾ ഉപയോഗിക്കുകയും ഗാപ്പ് അവന്റെ വിൻഡ് ബ്ലേഡ് അതിന്റെ കൂടെ ചെയ്യാനാണ് അവർ തീരുമാനിക്കുന്നത്. അവരങ്ങനെ തന്നെയാണ് ചെയ്തത്. അവർ വിചാരിച്ചു അവർ ജയിച്ചെന്നാണ്. ശരിക്കും ഈ അറ്റാക്ക് കാരണം ആ മോൺസ്റ്ററിന് കുറച്ചുകൊണ്ട് ദേഷ്യം വരുവാണ് ചെയ്തത്. പിള്ളേരെല്ലാവരും കാലക്കാൻ്റെ അടുത്ത് വന്നിട്ട് കാലക്കാനോട് രക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. കാലക്ക പറയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കൂല, നിങ്ങൾ ഇതുവരെ പഠിച്ചത് എന്തെന്ന് വെച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്ക്. അടുത്ത സീനിൽ 6 ഫിംഗേഴ്സ് പിസന്റെ ഉള്ളിലോട്ട് കയറിയതായിട്ട് കാണിക്കുന്നു. അവർ ആ ഗാർഡ്സിനെ എല്ലാം അടിച്ചടിച്ച് താഴെ വീഴ്ത്തുവാണ്. അപ്പൊ അവിടുത്തെ ഓരോരോ പ്രിസണേഴ്സ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോരോ ഭാഗത്തേക്ക് ഓടുവാണ്. അപ്പൊ അവിടുത്തെ പ്രിസണേഴ്സ് പറയുകയാണ്, നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമുക്ക് അയാളെ കാണാൻ വേണ്ടി പോകണം. ഈ അയാളെന്ന് വെച്ചാല് അയാളാണ് ട്രൈറ്റൻ. അയാളാണ് ഇവിടുത്തെ വലിയ പവർഫുൾ ആയിട്ടുള്ള ഗാർഡ്. ഇവന്റെ എബിലിറ്റിയാണ് ഹാൻഡ് ഷേക്കർ. ഇവന്റെ കൈ എന്ത് വേണമെങ്കിലും പൊട്ടിക്കാനുള്ള കണ്ട് അവന്. അതെല്ലാം ചിന്തിച്ചിട്ട് അവർക്ക് പേടിയാവുകയാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നു 6 ഫിംഗേഴ്സിന് വരെ ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 6 ഫിംഗർ ആ ഗാർഡും കൂടെ ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ 6 ഫിംഗർ ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഗാർഡിനെ തോപ്പിക്കുന്നു. അപ്പൊ അവര് പറയാണ്, അവരുടെ ഈ മാന ഉപയോഗിച്ചിട്ടാണ് ആ ബീസ്റ്റുകളെല്ലാം ജീവനോട് നിൽക്കുന്നത്. ആ ബീസ്റ്റ് ഇവിടെ മൊത്തം നശിപ്പിക്കുന്നവരെ ഞങ്ങൾ നിൽക്കൂല. അടുത്ത സീനിൽ കാലക്കാരുടെ ടീമിലുള്ള കുട്ടികളെ ജാസിനെ മുമ്പോട്ട് തള്ളുകയാണ്. എന്നിട്ട് അവരും പറയണം, നീ ലീഡർ ആകുക. ജാസ് ചോദിക്കും, ഞാൻ എന്തിനാകുന്നത്? അപ്പൊ അവര് പറയുന്നു, നീയാണ് ഇവിടെ റാങ്ക് 3-ലുള്ളത്, ബാക്കി എല്ലാവരും ഇനി താഴോട്ടുള്ളവരാണ്. അത് ശരി തന്നെയാ. എന്നിട്ട് അവര് ജാസിനോട് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറയാണ്. ജാസ് നീ ചെയ്യേ. അന്നേരം ജാസിന് അവന്റെ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നു. അവന്റെ ചേട്ടനാണെങ്കിൽ അവനെ എപ്പോഴും ശല്യപ്പെടുത്തുമായിരുന്നു. അവനോട് എപ്പോഴും മോശമായിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നെ അന്നേരം അവനൊരു തീരുമാനം എടുത്തു, അവനൊരു അനിയനുണ്ടെങ്കിൽ അവനെ എന്തായാലും നന്നായിട്ട് നോക്കും. ഇതെല്ലാം കേട്ടപ്പോൾ അവന്റെ ഉള്ളിലുള്ള അവന്റെ സഹോദര സ്നേഹം പുറത്തോട്ട് വന്നിട്ട് അവൻ ഇവരെ എല്ലാവരും സഹായിക്കാന്ന് തീരുമാനിക്കുന്നു. അവൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലൊക്കെ പറയുകയാണ്, ജാസ് നിന്റെ കഴുത്തിലുള്ള ഈ വിസില് അത് നീ ഇപ്പൊ ഉപയോഗിക്കുവോ അല്ലെങ്കിൽ ഉപയോഗിക്കൂലേ? അപ്പൊ അവന് സ്ട്രൈക്ക് ആവുകയാണ്, അവന് ഈ വിസിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അടുത്ത സീനിൽ ഇരുമ അവന്റെ ടീം സേഫ് ആയിട്ട് ഒരു ലൈന് പോലെ ഇങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. അവൻ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ വാട്ടർ പാർക്ക് മൊത്തം ഡിസ്ട്രോയ് ആയിരിക്കുകയാണ്. അന്നേരം അവനൊരു ഭാഗത്ത് പോയിരുന്നിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്, ഇവിടെ എന്തൊക്കെ സംഭവിച്ചതെന്ന് പറ്റി. അതൊക്കെ ആലോചിച്ചിട്ട് അവന് ഭയങ്കര ദേഷ്യം വരുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവനൊരു കുട്ടീനെ കരച്ചിൽ കേൾക്കുവാണ്. അന്നേരം ഇരുമ ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്.
അപ്പൊ എല്ലാവരും ചോദിക്കണം നിങ്ങളെന്താ ഇവനെ ഈ കുട്ടികളെ ഒന്നും രക്ഷിക്കാത്തേന്ന്. അവൻ ബലൻസൻസിനോടും ചോദിക്കും ഇതെന്താ ഇവര് ആരും ഈ കുട്ടീനെ രക്ഷിക്കാത്തേന്ന്. ബലൻസൻസ് പറയുന്നു ഇവരെല്ലാവരും ഡീമൻസ് ആണ്, ഇവര് ആദ്യം അവരുടെ സ്വന്തം ആവശ്യങ്ങളാണ് നിറവേറ്റാൻ വേണ്ടി നോക്കുക. ഇർമ ഓടി ചെന്നിട്ട് അസ്മോഡിയസിന്റെ അടുത്ത് നിന്ന് ഫോൺ മേടിക്കാണ്. എന്നിട്ട് അസ്മോഡിയസിനോട് പറയുന്നു അസ്മോഡിയസ് എനിക്കറിയാം എനിക്കിപ്പോ ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ അവന്റെ ഫോൺ തിരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇരമ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ആ കുട്ടിയെ രക്ഷിക്കുന്നു. അവൻ അവിടെ വീണോണ്ടിരിക്കുന്ന റബ്ബർ ബോളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതെല്ലാം കണ്ട് എല്ലാരും ഞെട്ടിപ്പോവാണ്. അതിനുശേഷം ഇരമ പറയാണ് ഇനിയും ഇവിടെ കുട്ടികൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, എനിക്ക് അവരെ രക്ഷിക്കണം. എനിക്ക് ഇവിടുത്തെ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ റൈഡുകളും ഇഷ്ടപ്പെട്ടു. എനിക്ക് ദേഷ്യം വരുവാണ് ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോയത് കണ്ടിട്ട്. എന്റെ ഈ ദേഷ്യം ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇതെല്ലാം കേട്ടിട്ട് ആ ഉറങ്ങുന്നവൻ അസ്മോഡിയസ് ബലൻസൻസ് ഇവരെല്ലാം കുറച്ച് ചാർജപ്പ് ആവുന്നു. എന്നിട്ട് അവരും ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അസ്മോഡിയസ് റൊനോവേനും കൂടെ പിടിച്ചോണ്ട് പോവുകയാണ്. അടുത്ത സീനിൽ എലീനെ പോലെയുള്ള മോൺസ്റ്ററിനെ ഒപ്പേരസാൻ തടഞ്ഞു നിർത്തിയതായിട്ട് കാണിക്കുന്നു. ഒപ്പേരസാൻ അമേരിയനോട് പറയണം നീ കുട്ടികളെ എടുത്തോണ്ട് പോയിട്ട് ഒരു ഷെൽട്ടറിൽ കൊണ്ട് സേഫ് ആക്കി നിർത്ത്, ഞാൻ ഈ മോൺസ്റ്ററിനെ എല്ലാം നോക്കിക്കോളാം. അമേരിയ അവരെ എല്ലാവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോ ഒപ്പേരസാൻ ഒരു പവർഫുൾ ഒരു അറ്റാക്ക് ഈ മോൺസ്റ്ററിന്റെ നേരെ ചെയ്യുകയാണ്. അത് ആ മോൺസ്റ്ററിന്റെ മേലെ ഏക്കുന്നില്ല, കാരണം അതിന്റെ ശരീരം കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട്. ഒപ്പേരസാൻ അവരുടെ മൊത്തം പവർ എടുത്ത് ആ മോൺസ്റ്ററിന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അപ്പൊ ഒപ്പേരസാന്റെ പുറകിൽ നിന്ന് ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അമേരിയ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുവാണ്. എന്നിട്ട് ഒപ്പേരസാനും അമേരിയൻ ടീം അപ്പ് ആവുകയാണ് ഈ മോൺസ്റ്ററിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട്. ക്ലാര എവിടുന്നോ വന്ന് അതിന്റെ മേലെ തൂങ്ങി കിടന്ന് നിൽക്കുവാണ്. അടുത്ത സീന് കാമുകി കുറെ പക്ഷികളെയും കൊണ്ട് ഈ മോൺസ്റ്ററിന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുവാണ്, അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷാങ്സ് ആ മോൺസ്റ്ററിന്റെ കേൾവിശക്തി ഇല്ലാതാക്കുവാണ്. ഷാക്സ് പറയാണ് ഈ ജാക്സ് അവന്റെ പ്ലാന് പോലെ തന്നെ ഞങ്ങൾ ഈ മോൺസ്റ്ററിനെ എന്തായാലും തോപ്പിക്കും. മോൺസ്റ്ററിനെ അലറിക്കൊണ്ട് അവരുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. മോൺസ്റ്ററിന്റെ അറ്റാക്ക് കാഫ് ഡിഫക്ട് ചെയ്യുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ജാസ് ചാടി ആ മോൺസ്റ്ററിന്റെ ചെവിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ കഴുത്തിലുള്ള വിസ എടുത്ത് ഊതാൻ വേണ്ടി വായിൽ വെക്കാൻ തുടങ്ങുവാണ്. അപ്പൊ അവന് ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. ഇനി ഫ്ലാഷ് ബാക്കിൽ കാണിക്കുകയാണ് അവന്റെ ചേട്ടൻ അവന് വിസിൽ കൊടുത്താണ്. ഇതിന്റെ പേരാണ് ഹിയർ പിയർസിംഗ് വിസിൽ. ഇതിൽ കുറച്ച് മാന ഉപയോഗിച്ചിട്ട് ഊതിക്കഴിഞ്ഞാൽ നല്ല സൗണ്ടിൽ തിരിച്ച് ഒച്ച വരും. എന്നിട്ട് അവനോട് അപകടം വരുമ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നു. ജാസ് വിസിലടിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഷാക്സ് ആ മോൺസ്റ്ററിന്റെ കേൾവി ശക്തി തിരിച്ചു കൊടുക്കുകയാണ്. ജാസ് പറയാണ് ഇതിന്റെ ഇപ്പത്തെ വോളിയം 0യിൽ നിന്ന് 1 മില്യൺ ആകാൻ പോവാണ്. അവൻ ആ വിസിൽ ഊതിയത് ശക്തമായ വോയിസ് കാരണം ആ മോൺസ്റ്റർ തലയിറങ്ങി താഴെ വീഴുവാണ്. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ജയിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ മോൺസ്റ്റർ പിന്നെ എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് അവരെ ഒരു പഞ്ച് ചെയ്യാൻ വന്നപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയാണ് കാലേക്കോ സെൻസെ. എന്നിട്ട് കാലേക്കോ ആ അറ്റാക്കിനെ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് പറയാണ് നിങ്ങളുടെ അറ്റാക്കിൽ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഞങ്ങൾക്ക് ജയിക്കേണ്ട മാർക്ക് ഞാൻ തരാം, പക്ഷെ നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് അത്ര ഞാൻ ഇംപ്രസ് ആയിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ അവൻ കരുബനസിനെ സമൻ ചെയ്തിട്ട് അതിന്റെ നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ആ മോൺസ്റ്റർ ഡിഫീറ്റ് ചെയ്യുന്നു. എല്ലാവരും കൂടെ വിക്ടറി ഫോട്ടോ എടുക്കുവാണ്. അടുത്ത സീനിൽ സേഫ്റ്റി ഷെൽട്ടറിന്റെ ഉള്ളിൽ എല്ലാവരും പാനിക് ആവുകയാണ്. അവര് ചിന്തിക്കുവാണ് ഇനി എനിക്ക് എന്താ പറ്റുക, പുറത്തെന്തൊക്കെയാണോ നടക്കുന്നത്. എലിസബത്ത് അങ്ങോട്ടേക്ക് പോയിട്ട് അവരെല്ലാവരും ശാന്തയാക്കുകയും എന്നിട്ട് കുട്ടികളെ കരയുന്നതെല്ലാം നിർത്തിക്കുവാണ്. ക്രോസയിൽ ഇവരെല്ലാവരും പാനിക്കാന്ന് കണ്ടിട്ട് എലിസബത്തിനോട് പറയാണ് ഞാനിപ്പോ ഒരു 5 മിനിറ്റുള്ളിൽ വേഗം വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് അവള് കുറുമിയാവാണ്. കുറുമിയായിട്ട് ഇതെന്റെ ജോലിയാണ് ആൾക്കാരെ ശാന്തമാക്കുക, ഇങ്ങനത്തെ ഉള്ള പാനിക് ആകുന്ന സിറ്റുവേഷനിലല്ല. എന്നിട്ട് അവള് സ്റ്റേജിൽ പോയിട്ട് പറയാണ് നിങ്ങളെല്ലാവരും ശാന്തരാകും, അപകടകരമായ സമയത്താണ് ഉള്ളത്, പക്ഷെ പാനിക് ആകരുതെന്ന്. എന്നിട്ട് അവള് പാട്ട് പാടാൻ തുടങ്ങുകയാണ്. അവളുടെ പാട്ട് കേട്ടാൽ എല്ലാവരും ശാന്തരാകുവാണ്. പുറത്താണെങ്കിൽ ഒപ്പേരെ അമേരിയും ചിന്തിക്കുകയാണ് ഈ മോൺസ്റ്ററിന്റെ കൂടെ എങ്ങനെ ഫൈറ്റ് ചെയ്യുക, പിന്നെ ക്ലാരേനെ അവിടെ നിന്ന് എങ്ങനെ മാറ്റുമെന്നും കൂടി ചിന്തിക്കുകയാണ്. അമേരി ഒരു സ്പെല്ലും പറയാണ്ട് ഒരു മാജിക് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഒപ്പേരനോട് പറയുകയാണ് ഞാൻ ഈ മോൺസ്റ്ററിന്റെ കാര്യം നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് ക്ലാരനെ രക്ഷിക്ക്. അമേരി ഇവിടെ ആ ബീസ്റ്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുടീന്റെ കളറെല്ലാം മാറി ഒരു വെള്ള പോലെ ആവുകയാണ്. അവൾ അവളുടെ ഫുൾ പവറും ഉപയോഗിച്ചു. അത് അവളുടെ ബ്ലഡ് ലൈൻ മാജിക് ആയിരുന്നു. അത് എന്തെന്നാൽ അവളുടെ പവർ വിശ്വസിക്കുകയാണെങ്കിൽ അവളുടെ പവർ എംപ്ലിഫൈ ആവും. എന്നിട്ട് അവളുടെ മാജിക് പവർ ഉപയോഗിച്ചിട്ട് ആ മോൺസ്റ്ററിന്റെ തലയിലുള്ള ക്രിസ്റ്റലിൽ പോയി അറ്റാക്ക് ചെയ്ത് അതിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അതിന്റെ ആ മോൺസ്റ്റർ എന്തോ ഒരു ഗ്യാസ് വിടുവാണ്. ഗ്യാസ് പുറത്ത് വിട്ടിട്ട് അമേരി പേടിക്കുന്നില്ല. അവളുടെ ഫുൾ പവർ ഉപയോഗിച്ചിട്ട് ആ മോൺസ്റ്ററിന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അതിന്റെ കൂടെ ആ കുറുമീന്റെ പാട്ടില്ലേ അതും കൂടെ അവള് പാടി അവളുടെ പവർ ഇരട്ടിയാക്കി. എന്നിട്ട് ആ മോൺസ്റ്ററിന്റെ നേരെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് ആ മോൺസ്റ്ററിനെ അവൾ ഡിഫീറ്റ് ചെയ്യുന്നു. ഡിഫീറ്റ് കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റപ്പോൾ അവൾ മൊത്തം വിറയ്ക്കുവാണ്. ഒപ്പേരസം പറയാണ് നിനക്ക് നല്ല ടാലന്റും ഉണ്ട്, പവറും ഉണ്ട്, നീ നിന്റെ ഗ്രാജുവേഷന് ശേഷം എന്റെ അണ്ടറിൽ ജോലി ചെയ്യുന്നോ, ചെയർ ഡീമന്റെ വീട്ടിൽ ഞാൻ നിന്നെ പ്രോപ്പർ സ്ട്രോങ് ഒരു ഡീമനാകാൻ വേണ്ടി സഹായിക്കാം. ആദ്യം അവള് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവളൊന്ന് ആലോചിച്ചപ്പോഴാണ് ചെയർ ഡീമന്റെ വീട്ടിലാണെങ്കിൽ ഇരുമയുണ്ടല്ലോ, എന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ പറ്റുന്നല്ലേ. എന്നിട്ട് ഒപ്പേരസാറിനെ പിടിച്ചു വെച്ചിട്ട് പറയാണ് നിങ്ങൾ ഈ ഓഫർ ക്യാൻസൽ ചെയ്യല്ലേ, എനിക്കിന് നല്ല താല്പര്യമുണ്ട്. അടുത്ത സീന് കുറച്ച് കുട്ടികളെ കാണിക്കുന്നു. അവരാണെങ്കിൽ പേടിച്ച് ഒരു സ്ഥലത്ത് കുടുങ്ങിയിരിക്കുവാണ്. അന്നേരമാണ് ഉറങ്ങുന്ന ചെക്കൻ ഒരു മാജിക് ഉപയോഗിച്ചിട്ട് ഇരുമേനെ അങ്ങോട്ടേക്ക്
വിടുന്നത്. അടുത്ത സീനിൽ അസ്മോഡിയസിനെയും സാബിനോക്കിനെയും കാണിക്കുന്ന അവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് ആരാണ് ഇതിനെ ആദ്യം തോപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ വഴക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ഇരുമ, ബെലൻസെൻസ്, ഈ ഉറങ്ങുന്നവൻ ഇവരെല്ലാരും കൂടെ കുട്ടികളെല്ലാം രക്ഷിക്കുകയാണ്. അസ്മോഡിയസും സാബിനോക്കും ചറവറ ഡ്രാഗൻ വരെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് ഡ്രാഗനെ ഏൽക്കുന്നുമുണ്ട്. അന്നേരം അസ്മോഡിയസ് കാണുവാണ് ഇരുമയും കുട്ടികളും എല്ലാം രക്ഷപ്പെട്ടു പോകുന്നത്. അവനിങ്ങനെ നോക്കി വെക്കുമ്പോൾ അവന്റെ ശ്രദ്ധ തെറ്റിപ്പോവാണ്. അപ്പോൾ ആ ഡ്രാഗൻ അവന്റെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിനെ അസ്മോഡിയസ് ഡോജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അസ്മോഡിയസിന് ഇപ്പോൾ ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്. അസ്മോഡിയസ് അവന്റെ മുഴുവൻ ശക്തി എടുത്ത് ആ ഡ്രാഗന് നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിന്റെ ഇടയ്ക്ക് ആ സാബനോയ്ക്ക് അറ്റാക്ക് കൊള്ളുന്നുണ്ട്. സാബനോ പറയുന്നു, നീ കുറച്ച് ശ്രദ്ധിക്കേ, എന്റെ മേത്ത് അറ്റാക്ക് എല്ലാം കൊള്ളുന്നു. അസ്മോഡിയസ് പറയുന്നു, നീ എന്റെ അറ്റാക്കിന്റെ ഇടയ്ക്ക് കയറി വന്നുകൊണ്ടാണ്. സാബനോ അവന്റെ ഗോൾഡിന്റെ സാധനം ചവച്ചിട്ട് അവന്റെ വെപ്പൺ എടുത്തിട്ട് ആ ഡ്രാഗന്റെ മേലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അന്നേരം 2-3 അറ്റാക്ക് അസ്മോഡിയസിന്റെ മേത്ത് കൊള്ളുന്നു. അപ്പൊ രണ്ടുപേരും പിന്നെ വഴക്ക് കൂടാൻ വേണ്ടി തുടങ്ങുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഡ്രാഗനെ പറ്റി മറന്നുപോയി. ഡ്രാഗൻ പിന്നെ ഒരു അറ്റാക്ക് ചെയ്യുന്നു. അവർ രണ്ടുപേരും ഡോജൊക്കെ ചെയ്തു. പക്ഷെ ആ അറ്റാക്ക് ബെലൻസെൻസിന്റെ നേരെ പോകുന്നു. ബെലൻസെൻസ് അത് തടഞ്ഞു നിർത്തുവാണ്. ഇരുമ സേഫ് ആണല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കുമ്പോൾ അവന്റെ പുറകിൽ ആ ഡ്രാഗൻ വന്നിട്ട് ആ ഡ്രാഗന്റെ മൊത്തം മാനേജ് ഉപയോഗിച്ച് പവർ വെച്ച് അസ്മോഡിയസിന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കണ്ടപ്പോ ഇരുമ വിചാരിക്കാണ് അവൻ തീർന്നു പോയെന്ന്. അന്നേരം കാലൊക്കെ പറഞ്ഞ കാര്യം അവന് ഓർക്കുന്നു. അവൻ കാരണമാണ് മറ്റുള്ളവർ അപകടത്തിൽപ്പെടുന്നതെന്ന്. ഇരുമ ചിന്തിക്കുകയാണ്, ഞാൻ ഈ കുട്ടിയെ രക്ഷിക്കാൻ പോയതുകൊണ്ടല്ലേ അവന്റെ ജീവിതം ഇപ്പൊ അപകടത്തിലായത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നു സാബന അസ്മോഡിയസിനെ രക്ഷിക്കുകയാണ് ചെയ്തത്. അവൻ ആ ഡ്രാഗന്റെ മൊത്തം അറ്റാക്ക് ഏറ്റെടുത്തു. അന്നേരം അവന്റെ ഷീൽഡും കൂടെ ഉണ്ടാക്കിയായിരുന്നു. ആ ഷീൽഡ് മൊത്തം കരിഞ്ഞും പോയി. അസ്മോഡിയസ് ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ രക്ഷിച്ചതെന്ന്. അപ്പൊ അവൻ പറയുന്നു, നിനക്കതൊന്നും അറിയില്ലേ, ഞാൻ കൂളാകാൻ വേണ്ടി. ഞാൻ ഭാവിയിലെ ഡീമൻ കിങ് ആണ്, എനിക്കെന്തായാലും ഇങ്ങനെ ചെയ്യണമല്ലോ. എന്നിട്ട് സാബനോ അസ്മോഡിയസിനെ എടുത്തോണ്ട് ഒരു കവറിന്റെ പുറകെ പോയിരിക്കുകയാണ്. സാബനോ ചോദിക്കുകയാണ്, അസ്മോഡിയസ് നിന്റെ അടുത്ത് ഇപ്പൊ എനർജി ഉണ്ടോ, നടക്കാനും ഓടാനൊക്കെ പറ്റുന്ന പോലെ? എന്റെ അടുത്ത് എനർജി എല്ലാം ഉണ്ട്, ബാ നമുക്ക് ഈ ഡ്രാഗനെ തോപ്പിക്കാം. നല്ല കാര്യം, അന്നാന്നും ബാ നമുക്ക് ഇവിടെ നിന്ന് പോകാം. അല്ല നമ്മളെന്താ ഫൈറ്റ് ചെയ്യൂലേ? എനിക്കറിയാം നിനക്ക് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെന്ന്. പക്ഷെ അത് നിന്റെ സ്വന്തം ഇഷ്ടമാണോ? ഞാനൊരു ഡീവൻ കിങ് ആകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്കറിയാം എന്റെ ലിമിറ്റുകൾ എന്താണെന്ന്. നിനക്ക് അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിന്നെ തടവില്ല, പക്ഷെ നീ ഞാൻ തീർന്നു പോകും. എനിക്കറിയാം നിന്റെ ഇച്ഛ ഇതല്ല എന്ന്. നിനക്ക് ഇരുമേന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. നീ മുഴുവൻ ടൈം ഇരുമേനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നീ ഇതുവരെയായിട്ടും ഗ്രോ ആവാത്ത. നീ ചിന്തിക്ക് എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് അസ്മോഡിയസ് അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. എന്നിട്ട് അവന്റെ മാജിക് ഉപയോഗിച്ചൊരു വാൾ ഉണ്ടാക്കുവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോവാൻ നോക്കുന്നു. അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അസ്മോഡിയസ് സാബിനോവിനോട് ചോദിക്കുന്നു, നിന്റെ പുറം ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അസ്മോഡിയസ് അവനോട് സോറി പറയുകയാണ്. അവരിങ്ങനെ സന്തോഷിച്ചോണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഡ്രാഗൻ അവരുടെ പുറകിൽ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. അന്നേരം ബെലൻസെൻസ് വന്ന ആ അറ്റാക്കിനെ എതിർത്ത് നിൽക്കുന്നു. താങ്ക് യു, നിങ്ങളുടെ ഇത്ര സുരക്ഷിതമായിരുന്നതിന്. ഇനി ഞാൻ ഈ ഡ്രാഗനെ നോക്കിക്കോളാം. അസ്മോഡിയസും സാബിനെയും ഓടി ഇരുമേന്റെ അടുത്ത് പോകുന്നു. അപ്പോൾ ഇരുമ ഓടി വന്ന് അസ്മോഡിയസിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇരുമ പറയാണ്, സോറി അസ്മോഡിയസ്, ഞാൻ കാരണമല്ല നീ ഇങ്ങനത്തെ അപകടത്തിൽ പോയിപ്പെട്ടെ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സാബനും അവർ രണ്ടുപേരും എടുത്ത് തോളിലെത്തിട്ടോ, ബാ നമുക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇവിടെ നിന്ന് അപകടം എന്ന് പറഞ്ഞ് ഓടാൻ വേണ്ടി നിൽക്കുവാണ്. ഇനി നമ്മൾ ഒരു ഡ്രാഗനെ പ്ലാന്റ് പോലെ ഇരിക്കുന്ന ഡ്രാഗനെ ബെലൻസെൻസെ സമൻ ചെയ്തതായിട്ട് കാണിക്കുന്നു. ബെലൻസെൻസെ അവന്റെ ഡ്രാഗറും വെച്ച് മറ്റേ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യുകയാണ്. ബെലൻസെൻസിന്റെ ഡ്രാഗൻ ഒരു പഞ്ച് ചെയ്യാൻ വന്നു പറഞ്ഞാൽ മറ്റേ ഡ്രാഗൻ ഫയർ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ബെലൻസെൻസ് പറയാണ്, നീ ഒരു ഫയർ അറ്റാക്ക് ചെയ്തോ, അത് നല്ല കാര്യമാണ്. നോർമൽ ഒരു ട്രെയിനൊക്കെ നശിപ്പിക്കും, പക്ഷെ ഇത് എന്റെ മാന വെച്ചുണ്ടാക്കിയ മോൺസ്റ്റർ ആണ്. എനിക്ക് നിന്നെക്കാട്ട് ഇരട്ടി ശക്തിയുണ്ട്. എന്നിട്ട് ആ ഡ്രാഗന്റെ കഴുത്തെ പിടിച്ച് കടിക്കുവാണ്. നീ എന്റെ സ്റ്റുഡൻസിനെ നേരെ അറ്റാക്ക് ചെയ്തു, ഇനി നിന്നെ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞ ആ ഡ്രാഗനെ നേരെ അറ്റാക്ക് ചെയ്യുവാണ്. എന്നിട്ട് ആ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരും സന്തോഷത്തിനാണ്, മോൺസ്റ്റർ എല്ലാം ഡിഫീറ്റ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഉണ്ട് എല്ലാ മോൺസ്റ്ററും കൂടെ ഒന്നിച്ച് വലിയൊരു മോൺസ്റ്റർ ആകുന്നു. എന്നിട്ട് വലിയൊരു അപകടകാരിയായ മോൺസ്റ്ററായി മാറുവാണ്. എന്നിട്ട് ഒരു പുതിയ മോൺസ്റ്ററിന്റെ രൂപത്തിലോട്ട് മാറുന്നു. എന്നിട്ട് ആ മോൺസ്റ്റർ വലിയൊരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ആ അറ്റാക്കിനെ തടയാൻ വേണ്ടിയിട്ട് ബെലൻസെൻസി അവന്റെ മുമ്പിൽ കയറി നിൽക്കുവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് അമേരിയും ഒപ്പേരസാനും വന്നു. എന്നിട്ട് ബെലൻസെൻസി ഒപ്പേരസാനോട് ഒന്ന് സഹായിക്കാൻ വേണ്ടി പറയുന്നു. ഒപ്പേരസാൻ പറയാണ്, നീ പറഞ്ഞ് ശരി തന്നെയാ, പക്ഷെ നമുക്ക് മൂന്നാമത് ഒരാളുടെയും കൂടെ സഹായം വേണ്ടേ? എന്റെ കയ്യിലെന്താ ഇതുള്ളേ? ഇതൊരു സമനിങ് ഷീറ്റ് അല്ലേ എന്നും പറഞ്ഞ് സമനിങ് ചെയ്ത് ഇരുമേന്റെ കയ്യിലേക്ക് ഒപ്പേരസം വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കാലേക്കോ സെൻസിനെ സമൻ ചെയ്യുകയാണ്. കാലേക്കോ സമൻ ആയ പറഞ്ഞ ബെലൻസെൻസി ഒപ്പേരസാനും കൂടി അവന്റെ കൂടെ കളിക്കാൻ നിൽക്കുവാണ്. ഇനി നമുക്ക് ആ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യണം. കുട്ടികളെ നിങ്ങളെല്ലാരും ബേക്കിലോട്ട് മാറിയേക്ക്, ഞങ്ങൾ ഈ മോൺസ്റ്ററെ ഡിഫീറ്റ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം കേട്ടിട്ട് സാബനോയ്ക്കും അസ്മോഡിയസിനും ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. ഇനി നമുക്കൊരു അപകടകരമായ ഫൈറ്റ് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ ബാറ്റിൽ കാണാൻ വേണ്ടി അവർ റെഡിയായി നിൽക്കുവാണ്. സാബന പറയുന്നു, ഇത് വലിയ ബാറ്റിലായിരിക്കും, എനിക്കിത് കാണാൻ നല്ല ആഗ്രഹം, ഇത് നല്ലൊരു ഫൈറ്റ് ആയിരിക്കും. എന്നിട്ട് 3 പേരും കൂടെ ഒരുമിച്ച് ഒരു അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി അങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുവാണ്.
പെട്ടെന്നാണ് ആ മോൺസ്റ്റർ എഴുന്നേറ്റ് വന്നിട്ട് അതിന്റെ മാനയെല്ലാം ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുവാണ്. അവന്റെ മൊത്തം ശക്തി എടുത്ത് ഒരു സ്ഥലത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കണം. എല്ലാവരും വിചാരിച്ചു ഇനി നമുക്ക് അവനെ തോപ്പിക്കാൻ വേണ്ടി പറ്റൂല. ഉറങ്ങുന്നതിനോട് കാലക്കോ സെൻസേ പറയാണ്, നീ ഒരു ബങ്കർ ഉണ്ടാക്കും, നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി ഒളിച്ചു നിൽക്കാന്ന്. ഇരുമ വെക്കുന്നു, ഇനി എന്താ സംഭവിക്കുന്ന? അപ്പോൾ അവര് പറയുന്നു, ഈ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പകുതിയോളം വാട്ടർ പാർക്കും ഇല്ലാതായി പോകും. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന ഈ മോൺസ്റ്റർ ആണെങ്കിൽ സേഫ്റ്റി ഷെൽട്ടറിന് നേരെയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവര് വെക്കുന്ന ഈ സേഫ്റ്റി ഷെൽട്ടറിന് എങ്ങനെ രക്ഷിക്കാൻ പറ്റുന്നു? ഇപ്പൊ കാലൊക്കെ പറയുന്നു, നമുക്കിനി രക്ഷിക്കാൻ പറ്റൂല. ഇത് കേട്ടിട്ട് ഇരുമേന്റെ മനസ്സ് നിലച്ചു പോകുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് റൊണോവന്റെ എൻട്രി ഉണ്ടാവുന്നു. അവനവന്റെ ബ്ലഡ് ലൈൻ മാജിക് ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ അട്രാക്ട് ചെയ്യുകയാണ്. അവൻ ആ മോൺസ്റ്ററിനെ അട്രാക്ട് ചെയ്ത് അവനെ ആരെ രക്ഷിക്കുക എന്നുള്ള കാര്യം അവൻ മറന്നുപോയായിരുന്നു. ആ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഉടനെ ഇരുമ അവന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവന്റെ കൈ മുമ്പോട്ട് നീട്ടി വെച്ച് നിൽക്കുവാണ്. ഇരുമ അവന്റെ മോതിരത്തെ 3ാമത്തെ ലെവലിൽ വെക്കുവാണ്. എന്നിട്ട് അലീസാനോട് ചോദിക്കുന്നു, നിനക്ക് ചെയ്യാൻ പറ്റൂലേ? അലീസ പറയുന്നു, ആ ഡെഫിനറ്റ്ലി. എന്നാ ശരി, ഈ മോൺസ്റ്ററിന്റെ മുഴുവൻ മാനയും നിങ്ങൾ അങ്ങ് തിന്നോ. ഇത് കുറെ മാനയുണ്ട്, എനിക്ക് ഇത്രയൊന്നും കഴിക്കാനൊന്നും പറ്റൂല. ഇപ്പൊ ഇരുമ പറയുന്നു, നിങ്ങൾ എന്റെ മുത്തച്ഛന്റെ മാന മൊത്തം കുറെ കഴിച്ചില്ലേ, പിന്നെ ഇത് സിമ്പിൾ അല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റും. എന്നാ ശരി, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീ വിചാരിക്കുന്ന പോലെയാണ് നിന്റെ മാജിക് പവർ എല്ലാം പ്രവർത്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കേ, എന്നിട്ട് ഈ മാജിക് ഉപയോഗിക്കേ. അന്നേരം അലീസാന വലിയൊരു പൂച്ചേന്റെ രൂപത്തിലായിട്ട് ആ മോൺസ്റ്ററിനെ ചവച്ച് തിന്നുവാണ്. എന്നിട്ട് ആ മോൺസ്റ്ററിന്റെ മുഴുവൻ മനയും വലിച്ചെടുക്കുവാണ്. എന്നിട്ട് ആ മോൺസ്റ്റർ ഒരു ഉണങ്ങിയ പല്ലീനെ പോലെ ആയിപ്പോയിരിക്കുന്നു. അലീസാന്റെ വയറാണെങ്കിൽ ഫുള്ള് നിറഞ്ഞും കഴിഞ്ഞു. ഇതെല്ലാം തീർന്നല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ സന്തോഷിക്കുകയാണ്. അപ്പോൾ കാലേക്ക സെൻസ് ഇരുമേന്റെ അടുത്തായിട്ട് പോയിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് എപ്പോഴും പറയുന്ന നിനക്ക് കാര്യം മനസ്സിലാകുന്നില്ലേ? നീ എപ്പോഴും ഇങ്ങനെ പോയിട്ട് അപകടത്തിൽ പോയി ചാടല്ലേ? അതൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നെ തന്നെ കടഞ്ഞ് നിർത്താൻ പറ്റുന്നില്ല. എന്റെ ബോഡി സ്വന്തം അറ്റാക്ക് ചെയ്യുമ്പോൾ അത് തടയാൻ വേണ്ടി പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അപ്പോൾ ഒപ്പേരസാൻ സൈഡിൽ എന്നിട്ട് പറയാണ്, ഓ എനിക്കിപ്പോ മനസ്സിലായി ചേർഡീമൻ എന്തിനാണ് ഈ കുട്ടീനെ സെലക്ട് ചെയ്തതെന്ന്. അടുത്ത സീൻ നമുക്ക് കാണാൻ വരുന്ന പ്രിസണേഴ്സ് എല്ലാവരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. കുറച്ചും കൊണ്ട് ഇറങ്ങിയാൽ മതി പുറത്തിറങ്ങാന്. അവർ ഫൈനൽ ഗേറ്റ് തൊട്ട് വരാൻ അവർക്ക് ഷോക്ക് അടിക്കുന്നു. അവര് നോക്കുമ്പോൾ 6 ഫിംഗേഴ്സ് ഏതോ ഒരു ടീമിനെ പുറത്തിറക്കുന്നു. അതാരാന്ന് നോക്കുമ്പോൾ അതായിരുന്നു കീരിയോനെ കണ്ടു വരുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കുവാണ്. അവര് പറയാണ്, ബാലാണ് അവരോട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന്, അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വന്ന് ഇവരെ രക്ഷിച്ചതെന്ന് പറയുന്നു. ആ ഡീമൻസ് എല്ലാവരും പറയുന്നത്, ഞങ്ങളെ കൊണ്ട് രക്ഷിക്കേ കീരിയോ, ഞങ്ങളെ കൊണ്ട് രക്ഷിക്കേ, നിങ്ങളോട് ആരാ പറഞ്ഞ ഞാൻ നിങ്ങളെ പുറത്തിറക്കുമെന്ന്. അങ്ങനെ ചിരിച്ചുകൊണ്ട് അവൻ പറയാണ്, നിങ്ങളുടെ മുഖത്തുള്ള ഈ പേടിയും ഈ ചതിക്കപ്പെട്ടവന്റെ മുഖത്തുള്ള ഈ വിഷമവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 6 ഫിംഗേഴ്സ് എന്തൊക്കെയാണ്, ഈ ബാലെന്തിനാണ് ഇവരെ രക്ഷിക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായി. ഇവൻ പ്യുവർ ഈവലാണ്. റൊണോവും ഡാഡും കൂടെ വാട്ടർ പാർക്ക് ശരിയാക്കിയതിന്റെ സെലിബ്രേഷനിലാണ് നിൽക്കുന്നത്. ഇരുമേ അവന്റെ കൂട്ടുകാരും അവിടെ വന്നിട്ടുണ്ട്. റൊണോവേന്റെ ഡാഡ് വന്നിട്ട് പറയാണ്, നീ കാരണമാണ് ഞങ്ങളുടെ വാട്ടർ പാർക്ക് ഇപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഇരുമ, നീ ഇവിടുത്തെ ഹീറോയാണ്. ഈ വാട്ടർ പാർക്കിൽ ഉള്ളവർക്കും വേണ്ടി ഒന്ന് ഹായ് കൊടുക്കാവോ? അവനിങ്ങനെ എല്ലാവർക്കും ഹായ് എല്ലാം കൊടുത്തോണ്ടിരിക്കുമ്പോ കീരി അവനെ കാണുന്നു. കീരി പറയുന്നു, ഇരുമ ഇവിടെ ഉണ്ട്, അവൻ ഈ വാട്ടർ പാർക്കിനെ സഹായിച്ചു. ഓ അപ്പൊ നീ എന്റെ ശരിക്കുള്ള എനിമിയല്ലേ എന്നും പറഞ്ഞ് അവനൊരു ചെറിയ സന്തോഷമുണ്ട്, പക്ഷെ ദേഷ്യത്തിലുമാണ്. അന്നേരം കീരിയോക്ക് ഒരു കോൾ വരുന്നു. അത് അവന്റെ ചേട്ടനായ ബാലിന്റെ ആയിരുന്നു. ബാലു ചോദിക്കുന്നു, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? കീരിയോ പറയുന്നു, എനിക്കൊരു കുഴപ്പമില്ല. എന്നാ നീ എന്റെ അടുത്തേക്ക് വാ, എനിക്ക് നിന്നെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്. വാട്ടർ പാർക്കിൽ അധികം സമയമൊന്നും ചെലവഴിക്കണ്ട, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ. ഒപ്പേറെ ഇരുമയ്ക്ക് അവന്റെ ബാഗ് കൊടുക്കുന്നു. അതിലാണെങ്കിൽ ഗ്രാൻഡ്പേന്റെ 30 റൂൾസ് ഉണ്ടായിരുന്നു. അതിലെ 13th റൂളാണ് മനസ്സോർന്ന് ആഘോഷിക്കുക ഒരുമ എന്നുള്ളത്. അത് വായിച്ചിട്ട് ഇരുമയ്ക്ക് ഭയങ്കര സന്തോഷം വരുവാണ്. അടുത്ത സീനിൽ അവന്റെ മുത്തച്ഛൻ അങ്ങോട്ട് വന്നതായിട്ട് കാണിക്കുന്നു. മുത്തച്ഛൻ പറയുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, നീ സന്തോഷത്തിന് സേഫ് ആണല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ റൊണോവേന്റെ ഡാഡ് അവിടുത്തെ ലഷ്യോറിസ് ഹോട്ടലിൽ അവർക്കെല്ലാവർക്കും ഒരു റൂം കൊടുക്കുകയാണ്. ഇനി നമ്മളെ കാലക്കോന്റെ ടീമിലുള്ള കുട്ടികൾ അവന്റെ റൂമിൽ വന്നിരുന്നിട്ട് കാലക്കോനെ മിമിക് ചെയ്യുകയാണ്. കാലക്കോൻ ഇതെല്ലാം കണ്ടിട്ട് അവരെ ചവിട്ടി പുറത്താക്കുവാണ്. അതിനുശേഷം എല്ലാവരും കഫേലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം ഇരുമ കഫേന്ന് പുറത്തിറങ്ങി വന്നിട്ട് ബാൽക്കണിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അമേരിയ ഇരുമേനെ കാണുവാണ്. ഓ ഇതെന്റെ ചാൻസ് ആണ്. എന്നിട്ട് അവള് വേഗം അവളുടെ ഡ്രസ്സെല്ലാം മാറ്റി ഇരുമേന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവരുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഡ്രീം എന്താന്ന് വെച്ചാൽ അവന്റെ കൂട്ടുകാരുടെ കൂടെ സന്തോഷത്തോടെ നിൽക്കുകയും വേണം, പിന്നെ അവന്റെ ഡ്രാഗൺ കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. എനിക്ക് നല്ലൊരു ഡീമനാകണം. അന്നേരം അമേരിയ ചോദിക്കുകയാണ്, ഇരുമ നീ എന്റെ കൂടെ ഡേറ്റിന് വരുന്നു? അവന് ഉത്തരം പറയാൻ തുടങ്ങിയ ഉടനെ ആസ്മോഡിയസുകൾ ആരെ അങ്ങോട്ടേക്ക് വന്നു. അവര് വരുന്ന കണ്ടിട്ടോ ഇവൻ പറയൂലായിരിക്കും എന്ന് വിചാരിച്ചപ്പോ ഇരുമ പറയാണ്, ഞാൻ വരാം. അത് കേട്ടപ്പോൾ അമേരിക്ക ഭയങ്കര സന്തോഷമായി. ഒരു ദിവസം എന്തായാലും നമുക്ക് പുറത്തു പോവാം. അമേരിക്ക അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായി. റൊണോവേന്റെ ഡാഡിനും ഇരുമേന്റെ മുത്തച്ഛനും ഒരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്റർവ്യൂവിൽ അവർ പറയാണ്, ഞങ്ങളുടെ ഈ വാട്ടർ പാർക്കിനെ സംരക്ഷിച്ചത് ഇരുമയാണെന്ന്. ഇത് കേട്ടിട്ട് ഇരുമേന്റെ ഇന്റർവ്യൂ എടുക്കാൻ എല്ലാവരും ഓടി വരുവാണ്. ഇരുമ അത് കണ്ട് പേടിച്ചു പോവുകയാണ്. അസ്മോഡിയസ് പറയുന്നത്, ഇവര് നമ്മുടെ വീടിന്റെ അടുത്ത് വരെ വന്ന് നിൽക്കുവാണല്ലോ, ഇനി നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ക്ലാര പറയാം, എന്നാ നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വാ. അടുത്ത സീനി ഇരുമ, അസ്മോഡിയസ്, ക്ലാര ഇവര് ക്ലാരന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പൊ
വഴിയെന്ന് വെച്ച് എന്തോ ഒരു ജീവിനെ കാണുന്നു. അതിന് ക്ലാര ഒരു ടാറ്റ എല്ലാം കൊടുത്ത് വീട്ടിലോട്ട് പോകുന്നു. അവർ വീട്ടിൽ വന്ന ഉടനെ ക്ലാരേന്റെ വീട്ടിലുള്ളവരെല്ലാരും കൂടെ വന്നിട്ട് ഗ്രീറ്റിംഗ് ചെയ്യാണ്. അതിന്റെ ഇടയ്ക്ക് ക്ലാരേന്റെ ബ്രദർ അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് അവരെല്ലാരും കൂടെ ഒരു പാട്ടൊക്കെ പാടുവാണ്. പിന്നെ ഡാൻസ് ഒക്കെ കളിക്കുന്നു, ഒരു ക്യാമ്പ് ഫയർ ഒക്കെ വെച്ചിട്ട്. ഇരുമയും അസ്മോഡിസും ക്ലാരേന്റെ അമ്മയ്ക്ക് വാട്ടർ പാർക്കിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സമ്മാനം കൊടുക്കുവാണ്. എന്നിട്ട് അവരെല്ലാരും കൂടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വീട്ടിന്റെ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ക്ലാരേന്റെ ബ്രദർ വരികയാണ്. നിങ്ങൾ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ലെഫ്റ്റ് കാല് വെച്ചിട്ട് കയറണം, പിന്നെ വീട്ടിൽ കയറി കഴിയുമ്പോൾ വീട്ടിലെത്തി എന്ന് പറയണം, പിന്നെ പറയാൻ ക്ലാര ഫാമിലിയാണ് ബെസ്റ്റ് എന്ന്. പിന്നെ അവർ കുറച്ചേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ക്ലാരേന്റെ അമ്മ ക്ലാരേന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ എല്ലായിടത്തും കാണിക്കുവാണ്. ഇരുമ കണ്ടിട്ട് പറയാണ്, ക്ലാര ഭയങ്കര ക്യൂട്ടായിട്ടാണല്ലോ ഇരിക്കുന്നത്. ക്ലാരേന്റെ 2-3 ബ്രദേഴ്സ് അസ്മോഡിയസിനെ ഭയങ്കര ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാരേന്റെ അമ്മ പറയും, നമുക്കെന്നാ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം എല്ലാം മേടിക്കാന്ന്. അപ്പൊ അസ്മോഡിസ് ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് അസ്മോഡിസ് ചോദിക്കുന്നു, ഈ സൂപ്പർ മാർക്കറ്റ് എവിടെയാ ഉള്ളത്? എന്നിട്ട് അവരെ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാട്ടിനുള്ളിൽ കയറ്റുന്നു. അവിടെ അവര് കൃഷി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ക്ലാരേന്റെ അമ്മ പറയുന്നു, നിനക്ക് എന്ത് ഫ്രൂട്ടാ വേണ്ട, നിനക്ക് എങ്ങനത്തെ വേണ്ട, അതെല്ലാം വേണ്ട എടുത്തു, ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അസ്മോഡിസും ക്ലാരേനെ ഒരു ചാലഞ്ച് ചെയ്യാണ്, ആരാണ് ഏറ്റവും നല്ല ഇൻഗ്രീഡിയന്റ് ഒക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ഇരുമയ്ക്ക് നല്ല ഭക്ഷണം ആരും ഉണ്ടാക്കുന്നതെന്ന് നോക്കാമെന്ന് പറയുന്നു. അവർ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിന്റെ കൂടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അവർ വീട്ടിലോട്ട് വരുന്നത്. എന്നിട്ട് ആരുടെയാ നല്ലതെന്നൊക്കെ നോക്കുവാണ്. ക്ലാരേന്റെ അമ്മ പറയുന്നു, അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കുന്നു. ഇരുമയ്ക്ക് അത് കഴിക്കണം എന്ന് പറഞ്ഞു. അത് അസ്മോഡിയസും ക്ലാരയും കേൾക്കുവാണ്. അപ്പൊ അവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ് ഇരുമയ്ക്ക് വേണ്ടിയിട്ട് അവർ അത് എടുക്കാൻ വേണ്ടി പോകുമെന്ന്. അവരിങ്ങനെ ഇൻഗ്രീഡിയന്റ് അന്വേഷിച്ച് കാട്ടിന്റെ അകത്തോട്ട് കയറി പോകുമ്പോൾ അവരൊരു ഗുഹേന്റെ ഉള്ളിൽ കയറുന്നു. അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു മോൺസ്റ്ററിനെ കാണുന്നു. ആ മോൺസ്റ്റർ തന്നെയാണ് മറ്റേ ഇൻഗ്രീഡിയന്റ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ സ്വന്തം തന്നെ ഒരു പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉള്ള ഒരു മോൺസ്റ്ററാണ്. ആ മോൺസ്റ്റർ പെട്ടെന്ന് വന്ന് ക്ലാരന്റെ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അസ്മോഡിയസ് അങ്ങോട്ട് ഓടി ചെന്നിട്ട് ക്ലാരന്റെ ബ്രദേഴ്സിനെ രക്ഷിക്കുകയാണ്. അസ്മോഡിയസ് ചിന്തിക്കുകയാണ്, ഞാൻ ഇവനെ അറ്റാക്ക് ചെയ്യാന്ന്. അപ്പൊ അവൻ മനസ്സിലായി അവനെ ഇതിനെ തോപ്പിക്കാനുള്ള ശക്തിയൊന്നും ഇല്ലാന്ന്. അപ്പൊ അവൻ അവന്റെ ഗോർഗൻ സേക്കിനെ സമൻ ചെയ്തിട്ട് ഇരുമേനെയും ബാക്കി എല്ലാരെയും ഇതിന്റെ മേലെ കയറ്റി ഇരുത്തിയിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങോട്ട് ക്ലാരന്റെ അമ്മ വന്നിട്ട് പറയാണ്, നീ എന്റെ കുട്ടികളെ എങ്ങനെ തൊടാൻ ധൈര്യപ്പെട്ടു? എന്നിട്ട് ഒരു ഇടി കൊണ്ട് തന്നെ ആ മോൺസ്റ്ററിനെ തോപ്പിക്കുകയാണ്. പിന്നെ അവരെല്ലാരും കൂടി വീട്ടിലോട്ട് പോയി ഭക്ഷണം എല്ലാം കഴിച്ച് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. രാത്രി ഉറങ്ങേണ്ട സമയമായി. അപ്പൊ ക്ലാര അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ നിങ്ങൾ ഉറക്കാന്ന് പറഞ്ഞിട്ട് അസ്മോഡിയസിനെ അവളുടെ മടിയിൽ വെച്ചിട്ട് താരാട്ടുപാടി ഉറക്കുവാണ്. അതിനുശേഷം ഇരുമേനെ ഉറക്കാൻ വേണ്ടി വരുവാണ്. ഇരുമയെ അവളുടെ മടിയിൽ കിടന്ന് ഉറങ്ങുവാണ്. അടുത്ത സീന് ക്ലാരന്റെ അമ്മ ഇവരുടെ ഫോട്ടോ എല്ലാം എടുത്ത് ഫോട്ടോ ആൽബത്തിൽ സൂക്ഷിച്ചു വെക്കുവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് അമേരിയന്റെ ഫാദർ വന്നിട്ട് പറയുവാണ്, ഇവിടെ ഇരുമയുണ്ടോ? എന്നിട്ട് ഇരുമേനെ വിളിച്ചോണ്ട് പോയിട്ട് സംസാരിക്കുവാണ്. എന്നിട്ട് അയാൾ പറയണേ, ഞാൻ നിങ്ങളുടെ സെക്യൂരിറ്റിയെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, ഇനി റിപ്പോർട്ടർ ഒന്നും വീട്ടിലോട്ട് വരില്ല. ഇത് ശരിക്കും എന്റെ മുത്തശ്ശന് ചെയർ ടീമിന്റെ പ്രശ്നമാണ്. ചെയർ ടീമിനെ ഇന്റർവ്യൂവിൽ അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമുക്കിതെല്ലാം ശരിയാക്കി എടുക്കാം. എന്നിട്ട് ഇരുമി ചോദിക്കാണ്, അമേരിക്ക ഇപ്പൊ എങ്ങനെയുണ്ട്? അമേരിക്ക ഒരു കുഴപ്പമില്ല, നീ കൂടുതൽ അവളെ പറ്റി ചിന്തിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് അവിടെ ഒന്നും പോവുകയാണ്. അടുത്ത സീൻ അമേരിയനെ കാണിക്കുകയാണ്. അമേരി പഠിക്കുകയൊന്നല്ലായിരുന്നു, അവളുടെ അടുത്ത ദിവസത്തെ ഡേറ്റിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അമേരി ഡേറ്റിനെ പറ്റി ഇങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇരുമ അവളോട് തിരിച്ച് മെസ്സേജ് അയക്കുന്നത്. നമ്മൾ എപ്പോഴാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അമേരി പറയുന്നു, നീ ഈ സ്ഥലത്ത് വന്നിട്ട് എന്നെ കാണേ. അത് പറയുമ്പോൾ അമേരിക്ക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവളുടെ നെഞ്ചെല്ലാം ഭയങ്കര ഇടിക്കുമായിരുന്നു. പിന്നെ രാവിലെ അവൾ ഓരോരോ ഡ്രസ്സ് മാറി മാറി ഇട്ടിട്ട് ഞാൻ ഏത് ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അവളുടെ ഡാഡ് വന്നിട്ട് ചോദിക്കുകയാണ്, അമേരി നീ എന്താ ചെയ്യുന്നത്? അപ്പൊ അവള് പറയുന്നത്, ഞാൻ ഡ്രസ്സ് മാറ്റുക, എന്നിട്ട് ഏത് ഡ്രസ്സാണ് നല്ലതെന്ന് നോക്കിക്കൊണ്ടിരിക്കുവാന്ന്. അപ്പൊ അവളുടെ ഡാഡ് പറയാണ്, എന്നാ നമുക്കൊന്ന് പുറത്ത് ഷോപ്പിങ്ങിന് പോയാലോ? അപ്പൊ അവള് പറയുന്ന അവള് ബിസിയാന്ന്. നീ ഇരുമേന്റെ കൂടെ പുറത്തു പോകാൻ വേണ്ടി ഇരിക്കുവാണോ? അപ്പൊ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അമേരി ചെറുപ്പത്തിൽ എപ്പോഴും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അച്ഛന്റെ കൂടെ മാത്രമായിരുന്നു പുറത്തു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആണെങ്കിൽ അവന്റെ മോള് അവളിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇതൊക്കെ വിചാരിച്ച് അവന്റെ മനസ്സ് തകർന്നു പോകുന്നു. ഇപ്പൊ ഇരുമ അക്വേരത്തിലെത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് അമേരിയും കടന്നു വരുന്നു. അമേരി ആ ഡ്രസ്സ് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇരുമ ചോദിക്കാണ്, നമ്മളിൽ നീന്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, നീ നീന്തുന്ന ഡ്രസ്സല്ലേ ഇട്ടിട്ട് വന്നേക്കുന്നത്? നമുക്ക് ഇവിടെ നീന്തുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇരുമ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ട് വരുവാണ്. ഇരുമ പറയാണ്, അമേരി നീന്ത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ. അത് കേട്ടിട്ട് അമേരി ബ്ലഷ് ചെയ്യുകയാണ്. അവൾ ഇന്ന് ഇരുമേന്റെ ദിവസം നല്ലൊരു ദിവസമാക്കും, അതിനു വേണ്ടിയിട്ട് എല്ലാ പ്ലാനും ചെയ്തിട്ടാണ് വരുന്നത്. അവള് പറയുകയാണ് അവളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താന്ന് വെച്ചാൽ ഇരുമ അവളെ ഒന്ന് എടുക്കണം, എന്നിട്ട് ഒരു പ്രിൻസസിനെ പോലെ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇരുമേന്റെ അടുത്ത് ഒരു കിസ്സൊക്കെ കിട്ടിയാലോ? അങ്ങനെ ഓരോരോ ഫാന്റസി അവൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ മനസ്സിൽ. സ്റ്റെപ്പ് 1 എന്താന്ന് വെച്ചാൽ ആദ്യം അവന്റെ കൈ കയറി പിടിക്കണം. എന്നിട്ട് അവൾ ഇരുമേന്റെ അടുത്ത് വന്നിട്ട് അവന്റെ കൈ പിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവൾക്ക് കൈ പിടിക്കാൻ പറ്റുന്നില്ല. അവള് തോളത്താണ് പഠിക്കുന്നത്. കാരണം അവന്റെ ഹൈറ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. അടുത്ത അവർ ചെയ്യാൻ പോകുന്ന ഒരു റൈഡിൽ ഒരുമിച്ചിരിക്കുക എന്നതാണ്. അവള് വിചാരിക്കുകയാണ് ആദ്യം അവളെ ഇരുന്നിട്ട് അതിന്റെ ബേക്കിൽ ഇരുമേനെ ഇരുത്തിയിട്ട്
പോകാനാണെന്ന്. പക്ഷെ നേരെ തിരിച്ചാണ് നടന്നത്. ആദ്യം ഇരുമയാണ് ഇരുന്നത്, കാരണം അവന്റെ ഹൈറ്റ് ചെറുതായതുകൊണ്ട്. പിന്നെ അവര് താഴോട്ടേക്ക് കിടക്കുമെന്ന് പറഞ്ഞ് വീഴുന്നു. എന്നിട്ട് അവര് മൊത്തം നനഞ്ഞുപോയി. അങ്ങനെ അമേരിന്റെ ഈ പ്ലാന് ഫെയിലായി പോയി. അടുത്ത അമേരി വിചാരിക്കുകയാണ് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാന്ന്. എന്നിട്ട് ഇരുമ അതേപോലെ തന്നെ കുറച്ച് വെള്ളം അവളുടെ മേത്താക്കി. അവൾക്ക് സന്തോഷമായി. ഇനി ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് അവളാക്കുമ്പോൾ അവള് മൊത്തം ശക്തി എടുത്തിട്ട് ആ വെള്ളം മൊത്തം ഇരുമേന്റെ മേത്താക്കുവാണ്. ഒരു വലിയ തിരമാല പോലെ അവന്റെ മേത്തേക്ക് വെള്ളം വീണു. ഇരുമയാണെങ്കിൽ അതിൽ മുങ്ങിയും പോയി. അങ്ങനെ ആ പ്ലാന് ഫെയിലായി പോയി. അമേരിന്റെ ഓരോരോ പ്ലാനും അങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവളുടെ മനസ്സ് തകർന്നു പോവാണ്. എന്നിട്ട് അടുത്ത അവര് വോളിബോൾ കളിക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ അമേരി അവളുടെ ഫുള്ള് ശക്തി എടുത്തിട്ട് വോളിബോൾ കളിച്ചു. അതുകൊണ്ട് ആ പ്ലാനും ഫെയിലായി പോയി. എനിക്കാണെങ്കിൽ അമേരിനെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമാവുകയാണ്. അമേരി വിചാരിക്കുകയാണ് നമ്മളെല്ലാം ഒരു ഐസ്ക്രീം വീണു, എന്നിട്ട് ഞാൻ അവനും എന്റെ കൈ കൊണ്ട് വായിൽ വെച്ച് കൊടുക്കും. അന്നേരം ഉണ്ട് എന്തോ ഒരു ഐസ്ക്രീമാണ് കൊണ്ടുവന്നത്. ഒരു വലിയ എന്തോ ഒരു ജീവനോടെ ഒരു സാധനം ഇങ്ങനെ. അതാണെങ്കിൽ ഇവരെ ആക്രമിക്കുവാണ്. അങ്ങനെ ആ പ്ലാന് ഫെയിലായി പോയി. അതിനുശേഷം ഇരുമയും അമേരിയും കൂടെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോയി. ഇരുമ അവന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യുകയാണ്. അമേരിനോട് ചോദിക്കുകയാണ്, അമേരി നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, നീ എൻജോയ് ചെയ്യുന്നില്ലേ? അവള് പറയുന്നു, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ ഉള്ളിൽ അവൾക്ക് ഇവളുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇരുമേനെ അവൾ എടുക്കുമെന്നുള്ള പ്രതീക്ഷ അവളുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. എന്നിട്ട് അവര് ഫോർച്യൂൺ ടെല്ലിംഗ് ഷോപ്പിലോട്ട് പോകുന്നു, അവിടെ ഭാവി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അമേരി ചിന്തിക്കുകയാണ്, ഈ ജീവി ഞങ്ങളുടെ ഭാവി കറക്റ്റ് പറയുകയായിരുന്നെങ്കിൽ ഞങ്ങൾ പെർഫെക്റ്റ് കപ്പിളായേനെ. അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ പറയാണ്, ഈ ജീവി കുറെ നാളായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് ഇതിനിപ്പോ എന്തോ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇരുമേനെ തിന്നാൻ വേണ്ടി തുടങ്ങുവാണ്. പെട്ടെന്ന് അവന് ഓർമ്മ വന്നു, അവന്റെ മേത്തടിച്ചിരുന്ന സ്പ്രേന്റെ പോയത് കൊണ്ടാന്ന് തോന്നുന്നു ആ ജീവി എന്നെ തിന്നാൻ വരുന്നതെന്ന്. ഇരുമേനെ അത് തിന്നാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അമേരിക്ക് ദേഷ്യം വന്നിട്ട് അവളുടെ രൂപം മാറ്റിയിട്ട് അതിനെ ഒറ്റ ഇടിയിടിക്കും. എന്നിട്ട് ഇരുമേനെ അവള് എടുക്കും. അവള് ചിന്തിക്കുകയാണ്, ഇതെല്ലാം തിരിച്ചാണല്ലോ നടക്കുന്നത്. ഇരുമേ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇവനോട് മാപ്പ് പറയാണ്. അമേരി ആണെങ്കിൽ ഒരു മൂലക്ക് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇരുമ ചോദിക്കുകയാണ്, അമേരി സാർ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇരുമ അവളുടെ കാല് മുറിഞ്ഞിരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നു. അവളോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറയുന്നു, ഞാൻ ഈ ആനിമലിനോട് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മുറിഞ്ഞതാണ്. നിനക്ക് കുഴപ്പമുണ്ടല്ലേ? ഞാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ എടുക്കുവോ? ഞാനും എന്തൊക്കെയാ ചിന്തിക്കുന്നത്. അപ്പൊ ഇരുമ പറയാണ്, ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും നിന്നെ എടുക്കും. ഇരുമ അവന്റെ മോതിരത്തിൽ സെക്കൻഡ് സ്റ്റേജിൽ ഇട്ടിട്ട് ഒരു മാജിക് ചെയ്യാണ്. അതുകൊണ്ട് ഈ അമേരിന്റെ വെയിറ്റ് കുറഞ്ഞു പോവാണ്. അവസാനം അമേരിന്റെ സ്വപ്നം പോലെ ഇരുമ അവളെ എടുക്കുവാണ്. അമേരി പറയാണ്, എങ്ങനെയെങ്കിലും എന്റെ സ്വപ്നം ഒന്ന് നടന്നല്ലോ. എന്നിട്ട് ഇരുമ അവളെ എടുത്തോണ്ട് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഇരുമയുടെയും അമേരിന്റെയും ഡേറ്റ് ഒരു സക്സസ്ഫുൾ ഡേറ്റ് ആയി മാറുന്നു. പിന്നെ അടുത്ത സീനിൽ കാണിക്കുകയാണ് ഇരുമ അവന്റെ റൂമിലിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നതായിട്ട്. അവനാണെങ്കിൽ ഒരുപാട് ഹോംവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കുട്ടികൾ ഒരു ബെറ്റ് വെച്ചായിരുന്നു, ഏത് ടീമാണ് ഫസ്റ്റ് വരുന്നത് ആ ടീമിന് കാലേക്കോ സെൻസ് ട്രീറ്റ് നൽകുമെന്ന്. പിന്നെ കാലേക്കോ സെൻസ് പറയാണ്, ഏത് ടീമാണ് ലാസ്റ്റ് വരുന്നത് അവർക്ക് ഡബിൾ ഹോംവർക്ക് കിട്ടും. ഗ്രാൻഡ് പ വന്നിട്ട് പറയാണ്, 3 ടീമും ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ട്രീറ്റ് കിട്ടും. ട്രീറ്റിന്റെ പൈസ കൊടുക്കുന്നതാണ് കാലേക്കോ. എന്നിട്ട് കാലേക്കോ ചിരിച്ചോണ്ട് പറയുവാണ്, എന്നാൽ ഇതിന് വേറൊരു അർത്ഥം കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ഫസ്റ്റ് ആയ എല്ലാവരും ലാസ്റ്റ് ആയി എന്നും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഡബിൾ ഹോംവർക്ക്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഡബിൾ ഹോംവർക്ക് കിട്ടിയത്. പിന്നെ അടുത്ത സീനിൽ മുത്തച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, ഇരുമ നിന്റെ ഹോംവർക്ക് എല്ലാം കഴിഞ്ഞില്ലേ, നമുക്കിനി മൊത്തം ചുറ്റി കാണാൻ വേണ്ടി പോവാം. എന്നിട്ട് ഇരുമേനെ പിടിച്ച് കാരേജ് കയറ്റി എടുത്തിട്ട് അവര് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് പറയാണ്, നീ ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആയിരിക്കാണ്, അതുകൊണ്ട് നീ ഗ്ലാസ് ഒക്കെ ഇട്ടോ, ഇതുകൊണ്ട് നിന്നെ ആർക്കും തിരിച്ചറിയാനൊന്നും പറ്റൂല. എന്നിട്ട് അവരെല്ലാരും കൂടി ഷോപ്പിംഗ് ചെയ്യുന്ന ഏരിയയിലോട്ട് പോവാണ്. അവിടെ എല്ലാവരും ഇരുമേന്റെ മുത്തച്ഛനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ ഗ്രേറ്റ് സാലിവൻ സാമ, നിങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ടല്ലോ, അതിലെനിക്ക് ഞങ്ങളുടെ ഭാഗ്യം തുറന്നിരിക്കുന്നു. നിങ്ങളുടെ ഗ്രാൻഡ് സനെ എന്താ കൊണ്ടുവരാത്തെ? ഇവിടെയാണെങ്കിൽ ആർക്കും ഇരുമേനെ മനസ്സിലാവുന്നൊന്നുമില്ല. അവനെ കണ്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല. ആദ്യം അവരൊരു കടയിൽ പോവാണ്. അവിടെ നിന്ന് ഇരുമയ്ക്ക് വേണ്ടി ഡ്രസ്സ് മേടിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കടയിൽ പോയി അവിടെയാണെങ്കിൽ ഫെമിലിയറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഡ്രസ്സെല്ലാം കിട്ടും. എന്നിട്ട് ഒപ്പേറെ ഒരു പട്ടിക്ക് കഴുത്തിലിടുന്ന ഒരു സാധനം എടുത്തിട്ട് ഇരുമയ്ക്ക് കൊടുക്കുകയാണ്, ആ ഫെമിലിയറിന്റെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട്. ഇരുമ അത് വേണ്ടാന്ന് പറയുന്നു. പിന്നെ ഒരു ബുക്ക് സ്റ്റോറിൽ പോകുന്നു. എന്നിട്ട് അവർ കുറെ ബുക്കെല്ലാം മേടിക്കുന്നു. മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഇരുമ നീ എന്റെ മാജിക് സ്കില്ലെല്ലാം കുറച്ച് കൂട്ടാൻ നോക്കുന്നുണ്ടല്ലോ, നീ ഇപ്പൊ പുതിയ എന്ത് മാജിക്കാ പഠിച്ചത്? അപ്പൊ ഇരുമ പറയാണ്, ഞാൻ ഒരാളുടെ വെയിറ്റ് എല്ലാം കുറയ്ക്കുന്ന മാജിക്കാണ് പഠിച്ചത്. മുത്തശ്ശൻ പറയുന്നു, അതൊരു നല്ല കാര്യമാണ്. സാലിവൻ സാമ ഒരാൾ ബുക്ക് മോഷ്ടിക്കുന്നുണ്ട്, എന്നിട്ട് അവന്റെ നേരെ മാജിക് ഉപയോഗിക്കുന്നു. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറയാണ്, സാലിവൻ സാമ ഡീമൺ കിങ് ആകേണ്ട ആളാണ്, ഇത്രയും യോഗ്യത അയാൾക്കുണ്ട്, കൂടാതെ റാങ്ക് 9 ആണ്. പിന്നെ അടുത്ത സീന് അവരെല്ലാവരും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അവരൊരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഒപ്പേരസ അവരുടെ സാധനങ്ങളെല്ലാം കൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി പോവാണ്. ഇരുമ മുത്തശ്ശനോട് ചോദിക്കാണ്, ഗ്രാൻഡ് പാ ഈ ഒരു ഡീമൻ എങ്ങനെ ഡീമൺ കിങ് ആകുന്നത്? അത് കേട്ടിട്ട് ഗ്രാൻഡ് പാ ഞെട്ടിപ്പോന്നു. അടുത്ത സീനിൽ 13 ക്രൗൺസ് അവരുടെ സീറ്റിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും ഡീമൺ കിങ്ങിനെ കാത്തിരിക്കുകയാണ്. ഡീമൺ കിങ് ഡെൽറ്റേരോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവന്റെ ഡീമൺ വേൾഡിനെ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാലിവൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, സാർ 30 ക്രൗൺസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഡീമൺ കിങ് പറയാണ്, നീ അവരോട് കാത്തിരിക്കേണ്ട, ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ, ഇവിടെ നല്ല രസമുണ്ട്, ഇത് ഞാനുണ്ടാക്കിയ ഡീമൺ വേൾഡാണ്, എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്ത സീന് ഇരുമ മുത്തശ്ശനോട് ചോദിക്കുകയാണ്, ഒരു ഡീമൺ കിങ് എങ്ങനെയാകുന്നത്?
ഇരുമേന്റെ മുത്തച്ഛന് ഭയങ്കര സന്തോഷം വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഇരുമ നിനക്കൊരു ഡീമൺ കിങ് ആവണോ? ഞാൻ നിനക്ക് ഒരു 100% സപ്പോർട്ട് നൽകും. എനിക്ക് ആവണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ നിങ്ങള് ഒരു ഡീമൺ കിങ് ആകണമെന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളെന്താ മുത്തച്ഛ ഡീമൺ കിങ് ആവാത്തെ? മുത്തച്ഛൻ പറയുന്നത്, എനിക്ക് ഡീമൺ കിങ് ആകണമെന്നില്ല. ഡീമൺ കിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഡീമനാണ്, അത് ഈ വേൾഡുമായിട്ട്, ഈ നെതർ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെയാണ്. ഇവിടുത്തെ എല്ലാ കാര്യവും ഡീമൺ കിങ് പറയുന്ന പോലെ ചെയ്തിരിക്കണം. ഞാനെങ്ങാനും ഡീമൺ കിങ് ആയാൽ ഞാൻ നിന്റെ പോസ്റ്റർ, നിന്റെ സ്റ്റാച്ചു എല്ലാം ഇവിടെ ഉണ്ടാക്കും. പിന്നെ മുത്തച്ഛൻ ചോദിക്കുവാണ്, നീ ഡീമൺ കിങ് ആയ എന്താ ചെയ്യുക? ഞാൻ ഡീമൺ കിങ് ആയ എന്ത് ചെയ്യുന്ന ഇരുമ ചിന്തിക്കുവാണ്. എന്നിട്ട് അവനെ പിടിച്ചിട്ട് പറയാണ്, നമ്മൾ രണ്ടുപേരും ഇന്ന് സന്തോഷത്തോടെ എല്ലാം ചെയ്തില്ലേ? രാത്രി കിടക്കുമ്പോ ഇരുമ എന്തൊക്കെയാണ്, ഞാനൊരു ഡീമൺ കിങ് ആയാലും എന്താ ചെയ്യുക? രാത്രി മൊത്തം അത് ആലോചിച്ച് അവൻ കിടക്കുമായിരുന്നു. പിന്നെ അലീസാൻ എഴുന്നേറ്റ് വന്നിട്ട് പറയണം, നീ എനിക്ക് ഇത്ര മാനയൊക്കെ തന്നു, എന്നിട്ട് നീ എന്നോടൊന്നും മിണ്ടുന്ന പോലും ഇല്ലല്ലോ. പിന്നെ നീ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ പുറത്ത് കറങ്ങാനും പോയി വാ. പിന്നെ അടുത്ത സീനിൽ ഇരുമ അവന്റെ സ്കൂളിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അവന്റെ അടുത്ത ടേം തുടങ്ങിയിരിക്കുന്നു. കൂടെ അവന്റെ മൊത്തം ഹോംവർക്കും കൂടെ കൊണ്ടുപോവാണ്. ഇതോടെ ഈ സീസൺ എൻഡ് ആവുകയാണ്. ഇതിന്റെ കൂടെ 3ാമത്തെ സീസണിന്റെ ഒരു ട്രെയിലറും കൂടെ തരുന്നുണ്ട്. കാലൊക്കെ ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ ടേം കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ റാങ്ക് ലെവൽ 4 ആയിരിക്കണം. കാരണം നിങ്ങൾ റോയൽ 1 കുട്ടികളാണ്. നിങ്ങൾ റാങ്ക് 4 ആയില്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതാണ്. ഇതോടെ ഈ ആനിമയുടെ സീസൺ 2 കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഞാൻ ഇതിന്റെ സീസൺ 3 വേഗം തന്നെ കവർ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതിന്റെ സീസൺ 3 പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇതിന്റെ ഈ ഭാഗം വരാൻ വേണ്ടി ഇത്ര ലേറ്റ് ആയതിന്റെ കാരണം എനിക്ക് പരീക്ഷ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.